എങ്ങനെയായിരുന്നു ഏർലി ലൈഫ്, സ്കൂൾ കോളേജ് കാലഘട്ടം? ആ സമയത്ത് എങ്ങനെയായിരുന്നു നിങ്ങൾ? ഇതേപോലെ കുറേ സാധനങ്ങൾ ചെയ്യുന്ന ആളായിരുന്നോ? ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് ഖത്തർ ഗവൺമെൻറ്റിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. മൂപ്പര് ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മൾട്ടിപ്പിൾ ബിസിനസ്സസ് നമ്മുടെ നാട്ടിൽ ബിൽഡ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആൾക്ക് ചൈനയിലെ ക്യാനൻ ഫെയറിൽ അറ്റൻഡ് ചെയ്താൽ മതി. അവിടെ പോയി കഴിഞ്ഞാൽ ഒരു 70,000 സ്റ്റാളൊക്കെ അല്ല, ഇൻക്ലൂഡ് ചില സമയത്ത് 35,000 40,000 ഓരോ ഡിഫറെൻ്റ് ഇതാണ്. ഓരോ പുതിയ പുതിയ ഫേസുകൾ അവരിങ്ങനെ കൊണ്ടുവരാണ്. അതാണ് ഞാൻ ഈ മലപ്പുറത്തിനൊക്കെ കുറേ പാക്കേജസ് കാണാം. ക്യാൻഡൻ ഫെയറിന് പോകുന്നു, ഞങ്ങൾ ക്യാൻഡൻ ഫെയറിന് പോകുന്നുണ്ട്, ഞങ്ങളുടെ കൂടെ വന്നു കഴിഞ്ഞാൽ യു ക്യാൻ ഡു ദിസ്. അപ്പോൾ എന്ത് കോസ്റ്റ് വരും? ഇങ്ങനത്തെ എനിക്കൊന്ന് ഒരു ഓണ്ടർപ്രീനർ ആണെങ്കിൽ അവനിപ്പം ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് ഈ ക്യാൻഡൻ ഫെയറിന് പോയാൽ മതി എന്നാണ്. കറക്റ്റ് ഐഡിയ അവിടുന്ന് വരും. അതെ. ഇപ്പം ക്യാൻഡൻ ഫെയറിന് പോവാതെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ത് പ്രൊഡക്റ്റ് ചെയ്യാമെന്നുള്ളത്. ട്രെൻഡിങ് പ്രൊഡക്റ്റ് ഏതാണ്? ട്രെൻഡിങ് പ്രൊഡക്റ്റ്. നിങ്ങളിപ്പോൾ അംജദ് ടോക്സ് പറഞ്ഞൊരു ഇത് മാനേജ് ചെയ്യുന്നുണ്ട്. എൻ്റെ സ്റ്റാർട്ടപ്പ് ഭയങ്കര ഫേമസ് ആണ്, എൻ്റെ ഫൈനാൻസ്, പിന്നെ ഇപ്പോൾ ദോഹ കണക്സ്, സ്കൂറിയോ. എനിക്കറിയില്ല. ഐ കാണ്ട് അണ്ടർസ്റ്റാൻഡ് ഓൺ ഹൗ യു ആർ ഡൂയിങ് സച്ച് സ്റ്റഫ്. അങ്ങനെ 40-ൽ പരം എപ്പിസോഡുകൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് ഖത്തർ ഗവൺമെൻറ്റിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. മൂപ്പര് ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മൾട്ടിപ്പിൾ ബിസിനസ്സസ് നമ്മുടെ നാട്ടിൽ ബിൽഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ നമുക്ക് ചൈനയിൽ നിന്ന് അല്ലെങ്കിൽ പുറത്ത് നിന്നൊരു പ്രൊഡക്റ്റ് സോഴ്സ് ചെയ്യാം, ബ്രാൻഡ് ചെയ്യാം, എങ്ങനെ വിൽക്കാം, ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രോപ്പ് ഷിപ്പിങ്ങിൻ്റെ വേറൊരു മോഡൽ ഇന്ന് നമുക്ക് പഠിക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. വെൽക്കം ടു ദിസ് എപ്പിസോഡ് അംജദ്. വെൽക്കം ടു ദ ഷോ ഓഫ് അംജദ് ടോക്സ്. നിങ്ങളെല്ലാവരും കുറേ കാലമായി ചോദിക്കുന്നത് നമുക്കൊരു വെബ്സൈറ്റ്. ഞങ്ങൾ കുറേ പറഞ്ഞു ചെയ്ത് എങ്ങനെയാണ് വെബ്സൈറ്റ് ബിൽഡ് ചെയ്യേണ്ടതെന്ന്. പക്ഷെ നിങ്ങൾ ആരും ബിൽഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളൊരു ചലഞ്ച് ബേസ്ഡ് കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. എല്ലാ ദിവസവും 15 മിനിറ്റ്, 10ാമത്തെ ദിവസം നിങ്ങളെ വെബ്സൈറ്റ് റെഡി ആയിരിക്കും. സോ ചലഞ്ചിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പ്ലീസ് ഡു സൈൻ അപ്പ് ആൻഡ് ഐ വിൽ സീ യു ഇൻ ദ ചലഞ്ച്. അപ്പോൾ അംജദിനെ കുറിച്ചൊരു ബ്രീഫ് അംജദ് തന്നെ പറയുമോ? ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഫോർ ഹാവിങ് മീ. ഓക്കെ, എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു ജോലിയിൽ സൈബർ സെക്യൂരിറ്റി ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ ഖത്തർ ഗവൺമെൻറ് എൻറ്റിറ്റിക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഉഷാൻ പറഞ്ഞ പോലെ ഞാൻ മൾട്ടിപ്പിൾ ബിസിനസ്സുകൾ എൻ്റെ ബ്രദറിലോൻ്റെ അതുപോലെ എൻ്റെ മറ്റുള്ള പാർട്ട്നേഴ്സിൻ്റെ കൂടെ ആയിട്ട് ചെയ്തു വരുന്നുണ്ട്. ഓക്കെ. എങ്ങനെയായിരുന്നു ഏർലി ലൈഫ്, സ്കൂൾ കോളേജ് കാലഘട്ടം? ആ സമയത്ത് എങ്ങനെയായിരുന്നു നിങ്ങൾ? ഇതേപോലെ കുറേ സാധനങ്ങൾ ചെയ്യുന്ന ആളായിരുന്നോ? സ്കൂൾ കോളേജിലൊക്കെ ഞാൻ ഒരു ആർട്സിനോട്, അതായത് പാട്ട് പാടുക, കഥാപ്രസംഗം, അങ്ങനത്തെ ഒക്കെ താല്പര്യങ്ങളുള്ള ഒരാളായിരുന്നു. പിന്നെ അതുപോലെ എൻ്റെ ഫാമിലിയിൽ എന്നെ ഒരു എൻജിനീയർ ആക്കണമെന്നുള്ള ഉമ്മക്ക് ഭയങ്കര ആഗ്രഹമാണ്. എൻ്റെ ഉപ്പാൻ്റെ അനിയൻ, എളാപ്പ അല്ലെങ്കിൽ അപ്പാപ്പ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എൻജിനീയറിങ് ആവണം, എങ്ങനെ എത്തണം, അങ്ങനത്തെ ഒരു ഐഡിയ മാത്രമേ ഉള്ളായിരുന്നു. വേറെ കാര്യങ്ങൾ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടില്ല. ആർട്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ചെറിയ ഇതിൽ പാട്ടൊക്കെ പാടും, യുവജനോത്സവം അങ്ങനത്തെ ഇതിലൊക്കെ മത്സരിക്കും. പിന്നെ കോളേജിലെത്തിയപ്പോഴാണ് എനിക്കൊരു ഗൾഫിൽ നിന്നില്ല, സൗദിയിൽ നിന്നുള്ള ഫ്രണ്ട് മറുവാൻ എന്നാണ് ഒരു പേര്. അപ്പോൾ മറുവാനായിട്ട് ഇങ്ങനെ ഇടയ്ക്ക് നമ്മളിങ്ങനെ സംസാരിക്കും. ഞങ്ങൾ ഒരുമിച്ച് താമസിക്കലൊക്കെ ഉണ്ടാകുമ്പോൾ മറുവാന് വലിയൊരു ബിസിനസ് ഫാമിലിയിൽ നിന്നുള്ള ആളാണ്. അപ്പോൾ അങ്ങനെയാണ് എനിക്കും ബിസിനസ് തുടങ്ങണം. അവൻ്റെ സംസാരങ്ങളും പിന്നെ അതൊക്കെ ഇട്ടാണ് എനിക്ക് സത്യത്തിൽ ബിസിനസ് തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹം വരുന്നത്. കാരണം എൻ്റെ ഫാമിലിയിൽ അങ്ങനെ ബിസിനസ് തുടങ്ങിയ ആരുമില്ല. എൻ്റെ ഉപ്പ ഒരു സ്കൂൾ ടീച്ചറായിരുന്നു, ഗവൺമെൻറ് സ്കൂൾ ടീച്ചറായിരുന്നു. പിന്നെ ഗൾഫിലെ സൗദിയിൽ ആണ് വർക്ക് ചെയ്തിരുന്നത് കൂടുതൽ കാലം. ഉമ്മ ഹൗസ് വൈഫാണ്. അങ്ങനെ ബിസിനസ് ഫാമിലി ഒന്നുമില്ല. അപ്പോൾ ശരിക്കും മറുവാൻ്റെ അടുത്ത ഒരു എൻജിനീയറിങ് കാലഘട്ടത്തിലാണ് ഒരു ബിസിനസ് തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹം വന്നത്. നിങ്ങളെ വീട് ഒതായിയാണ്. ഈ തെരട്ടമ്മലാണ് ഫുട്ബോളിൻ്റെ ഏരിയ. അവിടുന്ന് കുറേ ഓണ്ടർപ്രണേഴ്സിനെ കണ്ടിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ന്യൂകോറിൻ്റെ സുഹൈൽ, മോസിലോറിൻ്റെ അൻവർ, ഇതേപോലെ റമീസിൻ്റെ ഇൻ്റർവെൽ. അപ്പോൾ അവിടെ ഇതേ ഓണ്ടർപ്രണർഷിപ്പിനെ പ്രൊമോട്ട് ചെയ്യുന്ന എന്തെങ്കിലും നടക്കുന്നുണ്ടോ ആ ഏരിയയിൽ? കാരണം അവിടുന്ന് കുറേ ആൾക്കാർ ഇങ്ങനെ ഹൈ എൻഡ് സാധനങ്ങൾ പിന്നെ പുറത്ത് വിൽക്കുന്ന സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ വേൾഡ് മൊത്തം വിൽക്കാൻ പറ്റിയ കമ്പനീസ് ഉണ്ടാക്കുന്ന ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്.
അങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റി അവിടെ മീൻസ് അതിനൊരു എക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്യണമല്ലോ, അങ്ങനെ എന്തെങ്കിലും അവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഇല്ല, സത്യം പറഞ്ഞാൽ ഞാനങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ എനിക്കൊണ്ട് ഇപ്പോൾ കേരളത്തിൽ പൊതുവെ അങ്ങനത്തെ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ. നമ്മുടെ എന്താ പറയുക, എല്ലാ സ്ഥലത്തു നിന്നും ആളുകൾ ഇങ്ങനെ ഓരോ ഇത് ചെയ്യണം, ജോലിയിൽ നിന്ന് കൂടുതലായിട്ട് ഒരു ബിസിനസ് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ട്രൈ ഔട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. എനിക്കതിനാണ് തോന്നിയിട്ടില്ല. പിന്നെ മലപ്പുറത്ത് പൊതുവെ കുറച്ച് നമുക്ക് ആ ഒരു എക്കോസിസ്റ്റം അല്ലെങ്കിലും അങ്ങനെ ഒരു ചോദിച്ച് മനസ്സിലാക്കാനെല്ലാം ഒരു സൗകര്യങ്ങളുണ്ട്. വരണ്ട്. അതെ അതെ, അങ്ങനെ തോന്നിക്കല്ലേ. അപ്പോൾ നിങ്ങൾ സ്കൂൾ എവിടെയാണ് ചെയ്തത്? സ്കൂളിംഗ് എവിടെയായിരുന്നു? സ്കൂൾ എടവണ്ണ ജാമിയ നദിവിയ എന്ന സ്കൂളിലായിരുന്നു. ഓക്കെ. എഞ്ചിനീയറിംഗ്? എഞ്ചിനീയറിംഗ് കാലിക്കറ്റ് വേദവ്യാസ കോളേജ്, നമ്മുടെ ഫറൂഖിൻ്റെ അതെ കാരാട് എന്നൊക്കെ പറഞ്ഞ സ്ഥലത്താണ്. അത് ശരി. വേദവ്യാസം എപ്പോഴും ഉണ്ടോ? ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴുണ്ട്. എനിക്കൊന്ന് ഞാൻ എഞ്ചിനീയറിംഗിന് ചേരുന്ന സമയത്ത് വേദവ്യാസം ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഫസ്റ്റ് ഇയർ ആയിട്ടാണ്. ഞങ്ങൾ മൂന്നാമത്തെ ബാച്ചാണ്. മൂന്നാമത്തെ ബാച്ച്. കറക്റ്റ്. ഞാൻ തുടങ്ങാൻ അപ്പം എനിക്ക് ഓർമ്മ ഉണ്ട്. നിങ്ങൾ 2000 എപ്പോഴാണ് പാസ് ഔട്ട്? എപ്പോഴാണ്? 2010. ഞാൻ 8 പാസ് ഔട്ടാണ്. അപ്പോൾ ആ സമയത്ത് തുടങ്ങിയതായിരുന്നു. ഓക്കെ. അപ്പോൾ നിങ്ങൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു അല്ലേ? അപ്പോൾ എഞ്ചിനീയറിംഗിൻ്റെ സമയത്താണ് മറവാൻ കാരണമാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്താലോ? എന്ത് ബിസിനസ് ആയിരുന്നു മറവാൻ ചെയ്യുന്നത്? മറവാൻ്റെ ഫാമിലി വലിയ സൗദിയിൽ ബിസിനസ്സിലെ ഫാമിലിയാണ്. അതുപോലെ മറവാൻ്റെ അമ്മമാർ ഇവിടെ വലിയ റിയൽ എസ്റ്റേറ്റ് രീതിയിലൊക്കെ അങ്ങനെ 2007-10 നല്ല വലിയ വലിയ റിയൽ എസ്റ്റേറ്റ് ഡീലുകളൊക്കെ നടക്കുന്നൊക്കെ കഥകളൊക്കെ മറവാന്ന് പറയായിരുന്നു. അതുപോലെ യൂസുഫ് അലിയായിട്ടുള്ള സെയിൽസ് അങ്ങനത്തെ പല ഒരു പറയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ആ ബിസിനസ് ചെയ്താലാണ് നമുക്ക് അങ്ങനത്തെ ഒരു ആ ഒരു ലെവലിലേക്ക് അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈൽ കിട്ടുക, അങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഓക്കെ. അതാണ് എഞ്ചിനീയർ, അങ്ങനെയാണ് ഇത് കിട്ടിയത്. പക്ഷേ ഞാൻ മെയിനായിട്ട് കഴിഞ്ഞതിന് ശേഷം എനിക്ക് പല വേദവ്യാസം പൊതുവെ സാധാരണ ഒരു എഞ്ചിനീയറിംഗ് കോളേജാണ്. അത് അപ്പോൾ നമുക്ക് ക്യാമ്പസ് ഇൻ്റർവ്യൂ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ബാംഗ്ലൂരിൽ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയിട്ട് അവിടെ നിന്ന് പല ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്ത് അങ്ങനെ ആണ് എനിക്ക് HCL ടെക്നോളജീസിൽ ജോബ് കിട്ടുന്നത്. അങ്ങനെ IT ഇതിലേക്ക് വന്നു. അത് പക്ഷേ സിസ്കോ പറഞ്ഞ കമ്പനി, അമേരിക്കൻ കമ്പനിയാണ്, നെറ്റ്വർക്കിലെ കമ്പനിയാണ് സിസ്കോ. ഓക്കെ. നെറ്റ്വർക്ക് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന റൗട്ടേഴ്സ് സ്വിച്ചസ് ഒക്കെ ഉണ്ട്. മനസ്സിലായി. ഞാനും പണ്ടൊരു CCNA ചെയ്തിരുന്നു. അതെ, ഞാൻ ഈ CCNA കോഴ്സ് ചെയ്തിരുന്നു. അതിൻ്റെ ബലത്തിലാണ് എനിക്ക് ഇവിടെ ഒരു ഇൻ്റർവ്യൂ കിട്ടിയത്. എഞ്ചിനീയറിംഗ് കഴിയുമ്പോൾ പിന്നെ പ്ലേസ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ അടുത്തത് ഏത് കോഴ്സ് ചെയ്യും എന്നാണ് ചോദ്യം. ഓക്കെ. അപ്പോൾ അങ്ങനെ എൻ്റെ ഭാഗ്യത്തിന് അവിടെ സിസ്കോയുടെ ഓഫ് ഷോർ ഡെവലപ്മെൻറ്റ് സെൻറ്റർ ഉണ്ടായിരുന്നു HCL. അതിലാണ് എനിക്ക് ഫസ്റ്റ് ജോബ് കിട്ടിയത്. ഓക്കെ. അപ്പോൾ അവിടെ ടെസ്റ്റിംഗ് ആൻഡ് ഡെവലപ്മെൻ്റ് ആണ്. ബേസിക്കലി സിസ്കോയുടെ റൗട്ടേഴ്സിൻ്റെ OS ചെയ്യുക. അത് വലിയ വലിയ കമ്പനികൾക്കില്ല, AT&T, ബ്രിട്ടീഷ് ടെലികോം പറഞ്ഞ കമ്പനികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള iOS ഉണ്ടാക്കും. പല രാജ്യങ്ങളായിട്ടാണ്, ചൈന, ഇസ്രായേൽ, അങ്ങനെ പല രാജ്യത്തിൻ്റെ ഡെവലപ്പേഴ്സ് ഉണ്ടാക്കും. അവരുണ്ടാക്കിയ OSകൾ നമ്മളിത് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ടെസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൻഡോസ് iOS എന്ന് പറയാം, സിസ്കോ iOS എന്ന് പറയും. അപ്പോൾ അത് അന്ന് എനിക്ക് കിട്ടിയ പ്രൊഡക്റ്റ് സിസ്കോയുടെ ASR എന്ന സീരീസിലെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ടെസ്റ്റിങ്ങുകൾ, അപ്പോൾ ടെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് എങ്ങനെയാണ് നെറ്റ്വർക്കിൽ ഇത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് അറിയണം. അതുപോലെ നമ്മൾ ആ നെറ്റ്വർക്ക് കോൺഫിഗർ ചെയ്യണം. മൾട്ടിപ്പിൾ സിനാരിയോസ്. അപ്പോൾ AT&Tക്കൊക്കെ ഒരു സ്ഥലത്ത് തന്നെ ലക്ഷക്കണക്കിന് കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു റൗട്ടറിലേക്ക് ഇത്ര യൂസേഴ്സ് ഒരു സമയത്ത് വന്നു കഴിഞ്ഞാൽ റൗട്ടർ ക്രാഷ് ആവുമോ, അപ്പോൾ നമ്മൾ അത്രയും കണക്ഷൻസ് നമ്മൾ സിമുലേറ്റ് ചെയ്യണം. അങ്ങനത്തെ കുറേ ടെസ്റ്റുകളായിരുന്നു. അങ്ങനെ അതൊരു 2-3 വർഷത്തോളം HCL വർക്ക് ചെയ്തു. അതിനുശേഷം ഹെക്സാവെയർ എന്ന വേറെ കമ്പനി ഉണ്ട്. അപ്പോൾ ഇത് ടെസ്റ്റിംഗ് ആകുമ്പോൾ എനിക്കൊരു ചലഞ്ചിങ് അങ്ങനെ തോന്നിയില്ല. അങ്ങനെ നമ്മൾ എന്നും ഒരേപോലെ തന്നെ, പിന്നെ കുറേ കഴിയുമ്പോൾ ആ ടെസ്റ്റിംഗ് നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യും. അതൊരു റിഗ്രഷൻ ടെസ്റ്റിംഗ്, അങ്ങനത്തെ പല രീതിയിൽ മാനുവൽ ടെസ്റ്റിംഗ്, അങ്ങനത്തെ രീതി നമ്മൾ പല രീതിയിൽ അതിന് ഓട്ടോമേറ്റ് ചെയ്തു പോകും. അപ്പോൾ അതിനുശേഷം എനിക്ക് തോന്നി ലൈവ് എൻവയോൺമെൻറ്റിൽ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്നില്ല ഇത് പോകണം. അപ്പോൾ ഓൾറെഡി നമുക്ക് സിസ്കോന്ന് പല ടൈപ്പ് സിസ്കോ HCL ട്രെയിനിങ്ങൾ ഇഷ്ടംപോലെ ട്രെയിനിങ്ങൾ കിട്ടിയിരുന്നു. ഈ നെറ്റ്വർക്കിംഗ് തന്നെ, അതിൻ്റെ സെക്യൂരിറ്റി പാർട്ടിലും പിന്നെ പല രീതിയിൽ ട്രെയിനിങ് കിട്ടിയതുകൊണ്ട് തന്നെ അടുത്തൊരു ജോബിൽ തന്നെ റിയൽ ടൈമിലേക്ക് പോകുന്നത് ഹെക്സാവർ എന്ന കമ്പനിയിലാണ് ജോയിൻ ചെയ്തത്. അവ ഇൻ്റർവ്യൂ പാസ്സായി. അപ്പോൾ അവിടെ പക്ഷേ റിയൽ ടൈമിൽ വരുമ്പോഴാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. കാരണം നെറ്റ്വർക്കാണ്, ബ്രേക്ക് ആവാൻ പാടില്ല. അപ്പോൾ ആദ്യത്തെ കാലങ്ങളൊക്കെ ഷിഫ്റ്റ് പല കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക, നമ്മൾ ഓരോന്ന് പഠിച്ചെടുത്ത് എങ്ങനെ റിയൽ ടൈം നെറ്റ്വർക്ക് മാനേജ് ചെയ്യണം. പിന്നെ നെറ്റ്വർക്ക് മാനേജ് ചെയ്യുന്നതിന് ഞാൻ അടുത്ത ലെവൽ പറഞ്ഞാൽ ഇതിനെ സെക്യൂരിറ്റി ചെയ്യണം. നെറ്റ്വർക്കിന് പല ലെവലിലെ സെക്യൂരിറ്റികൾ വേണം. ഒരു അറ്റാക്കർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ട്രാഫിക്കിനെ എങ്ങനെ ബ്ലോക്ക് ചെയ്യണം, അല്ലെങ്കിൽ വേണ്ട ട്രാഫിക് മാത്രമേ യൂസേഴ്സിന് കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഒരു കമ്പനി തന്നെ ഇപ്പോൾ ഹെക്സാവെയറിൽ ഏകദേശം ഒരു 200 കൂടുതൽ പ്രൊജക്റ്റുകൾ ഉണ്ടായിരുന്നു, പല ബാങ്കിങ് പ്രൊജക്റ്റുകൾ. അപ്പോൾ അതൊക്കെ ഓരോരോ നെറ്റ്വർക്കുകളായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് സെപ്പറേറ്റ് നെറ്റ്വർക്ക് നമ്മൾ ബിൽഡ് ചെയ്യണം.
അവരെ ആ നെറ്റ്വർക്ക് നമ്മൾ സെക്യൂരിറ്റി കൊടുക്കണം. പിന്നെ അവർക്കുള്ള സൈറ്റ് ടു സൈറ്റ് കണക്ഷൻസ് നമ്മൾ ബിൽഡ് ചെയ്യണം. അത് ജർമ്മനിയിലായിരിക്കാം, അല്ലെങ്കിൽ US അങ്ങനെയുള്ള വർക്കുകളൊക്കെയാണ് ഹെക്സാവർ ചെയ്തത്. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഖത്തറിൽ ഖത്തർ പെട്രോളിയത്തിൻ്റെ സബ്സിഡറി ആയിട്ടുള്ള ഡ്രില്ലിംഗ് ഇതാണ്. ഖത്തർ പെട്രോളിയം പല രീതിയിൽ ഓപ്പറേഷൻ ചെയ്യുന്നുണ്ട്. അതായത് ബേസിക്കലി ഒരു ഓയിൽ കണ്ടുപിടിക്കുന്ന ക്രൂഡ് ഓയിൽ കണ്ടുപിടിക്കുന്ന അത് മുതൽ അതിനെ എക്സ്പ്ലോർ ചെയ്ത് അത് റിഫൈനറി പോയിട്ട് അത് ചെയ്തിട്ട് ഒരു ട്രാൻസ്പോർട്ട് ചെയ്യുന്നവരെ പല കമ്പനികൾ ഖത്തർ പെട്രോളിയത്തിനുണ്ട്. അതിൽ ക്യൂ കമ്പനി അറിയപ്പെടുന്നത്. ക്യൂ കമ്പനിയിൽ എങ്ങനെ കയറി പറ്റുക എന്നുള്ളത് ജീവിതാഭിലാഷമായിട്ട് കൊണ്ടു നടക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ. അപ്പോൾ അതൊരു ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡാണ്. അപ്പോൾ ഞാൻ എത്തിപ്പെട്ടത് ഈ എന്താ പറയുക ഗൾഫ് ഡ്രില്ലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ്. അവിടെ അവർ മെയിനായിട്ട് ഓഫ് ഷോർ ഡ്രില്ലിംഗ് ആണ് വരിക. അതായത് കടലിൽ പോയിട്ട് നമ്മൾ ഓയിൽ ആൻഡ് ഗ്യാസ് അതായത് ഓയിൽ ഡ്രിൽ അത് എക്സ്പ്ലോറേഷന് വേണ്ടിയിട്ട് ചെയ്യും. മനസ്സിലായി. അവിടെ എണ്ണ ഉണ്ടോക്കാൻ വേണ്ടി കുഴിക്കും. എണ്ണ ഉണ്ടെങ്കിൽ പിന്നെ അത് കുഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഡ്രിൽ ചെയ്യും. അങ്ങനെ 10-20ഓളം വലിയ ഡ്രിൽ എന്താ പറയുക റിഗുകളില്ല കമ്പനിയിലാണ് എനിക്ക് അവിടെ നിന്ന് ഒരു ഇൻ്റർവ്യൂ വന്നു. ഒരു റെഫറൻസ് വഴിയാണ്. ഖത്തർ ഗവൺമെൻറ് എൻറ്റിറ്റി ആണല്ലോ, സെമി ഗവൺമെൻറ് എൻറ്റിറ്റി. അപ്പം ആ റെഫറൻസിൽ ഞാൻ പാസ്സായി. അങ്ങനെയാണ് ഖത്തറിൽ 2014 ലാസ്റ്റ് 15 ഓക്കെ. അപ്പോൾ അത് പിന്നെ എന്താ ഇവിടുത്തെ ഞാനിപ്പോൾ ഒരു ഇവിടെ HCL വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഹെക്സാവറിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു 10 ഇരട്ടിയോളം സാലറി ഇതിലാണ് അവിടെ കയറുന്നത്. ഓഫർ യു കനോട്ട് റിഫ്യൂസ്. അതെ. അപ്പോൾ എനിക്ക് ശരിക്കും നോട്ടീസ് പീരീഡ് 3 മാസമൊക്കെ ഉണ്ടായിരുന്നു ഹെക്സാവറിൽ. പക്ഷെ എൻ്റെ മാനേജറിനായിട്ട് ഞാൻ ടൈപ്പ് ഇതായിരുന്നു. അതെന്തോ ഭാഗ്യത്തിന് ആയാലും എനിക്ക് 1 മാസമാക്കി കുറച്ച് തന്നു. ഞങ്ങൾ സംസാരിച്ചപ്പം കാരണം ഞങ്ങൾ നിരന്തരം നല്ല കമ്മ്യൂണിക്കേഷനിലെ ആൾക്കാരായിരുന്നു. അങ്ങനെ എനിക്ക് ഖത്തറിലെത്താൻ പറ്റി. അപ്പോൾ അപ്പോഴാണ് പിന്നെ നമുക്ക് കുറച്ച് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വന്നല്ലോ. അതെ. നല്ല അത്യാവശ്യം നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നു. അതിൽ അങ്ങനെ ഇതായ സമയത്താണ് എന്നെ റെഫർ ചെയ്ത ആൾ. മൂപ്പര് ഭയങ്കര എഡ്യൂക്കേഷനിൽ ഭയങ്കര പാഷനേറ്റ് ആയിട്ട് ആളാണ്. അപ്പോൾ മൂപ്പര് അവിടുത്തെ ബഹ്റൈനിൽ കാനു ഇൻ്റർനാഷണൽ സ്കൂളിലൊക്കെ ഒരു സ്കൂൾ IT അഡ്മിനിസ്ട്രേറ്ററായിട്ട് ജോലി ചെയ്ത് അങ്ങനെ വലിയ വലിയ പൊസിഷൻ എത്തിയാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ഒരു ഇൻഫോസെക്ടർ അല്ലെങ്കിൽ ഗവേണൻസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളായിരുന്നു. അങ്ങനെ തന്നെ എത്തി. അപ്പം അവർക്കൊരു സ്കൂള് സ്റ്റാർട്ട് ചെയ്യണമെന്നില്ല. നമ്മൾ ഇൻ്റർനാഷണൽ സ്കൂള് ശരിക്കും നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ഫോക്കസ് ചെയ്യുന്ന സ്കൂളുകൾ ഉണ്ട്, നല്ല കുറവായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്കൂള് കൊണ്ടുവരുന്ന ആഗ്രഹത്തിൽ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യായിരുന്നു. അങ്ങനെ ഒരു ദിവസം നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞാൽ അതായത് വലിയ സ്കൂൾ എന്ന് പറഞ്ഞാൽ വലിയൊരു ക്യാപിറ്റൽ ഇൻറ്റൻസീവായിട്ടുള്ള ഒരു ബിസിനസ് എന്ന് പറയാം. ബിസിനസ് അല്ലെങ്കിൽ സർവീസ് എന്ന് പറയാം. അങ്ങനെ ഞാനും എൻ്റെ ഉപ്പാൻ്റെ അനിയനെയും പരിചയപ്പെടുത്തി. ഞാനും അങ്ങനെ അതേപോലെ ഫൈസൽ ബാബു എന്നാണ് അവർ പേര്. അങ്ങനെ ഞങ്ങൾ 4 പേരായിട്ട് ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാൻ ആരംഭിച്ചു. അതാണ് ജംഫോർഡ് സ്കൂള്. അതെ, ജംഫോർഡ് സ്കൂൾ അങ്ങനെ 2015 ലാസ്റ്റിലാണ് അതായത് അങ്ങനെ ഒരു സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ. 2018 ആയപ്പോഴേക്കും അതിൽ കൂടുതൽ ഇൻവെസ്റ്റേഴ്സ്, കാരണം ഇതൊരു ഹ്യൂജ് ക്യാപിറ്റൽ വേണ്ട ഇതാണ്. ഇൻഫ്രാസ്ട്രക്ചറിന് 10,000-40,000 സ്ക്വയർ ഫീറ്റ് ബിൽഡിങ് ഉണ്ട്. പിന്നെ അതുപോലെ ഗ്രൗണ്ട്, അങ്ങനെ പല ബസ്സുകൾ അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ 2018 ആയപ്പോഴത് തുറന്നു, ഓപ്പൺ ചെയ്തു. തുടക്കത്തിൽ നമ്മൾ 100-150 കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്കൂളായിരുന്നു പ്രതീക്ഷിക്കുന്നത്. തുടക്കത്തിൽ ഉദ്ദേശിച്ചത് കുറച്ച് ഫുള്ളി എയർ കണ്ടീഷൻ ക്ലാസ്സുകൾ, സ്മാർട്ട് ക്ലാസ്, അങ്ങനെ എല്ലാതും. ഇൻഫ്രാ മാത്രമല്ല, പിന്നെ നല്ല PSNVൻ്റെ കരിക്കുലം കൊണ്ടുവന്നു. പിന്നെ ഗൾഫിലുള്ള പല സിസ്റ്റംസ് നമ്മൾ, അതായത് നല്ല ക്യാംബ്രിഡ്ജ് ആയിട്ടുള്ള ഒരു ഇൻ്റഗ്രേറ്റഡ് കരിക്കുലം നമ്മൾ ഉണ്ടാക്കിയെടുത്തിരുന്നു. അത് നല്ല തുടക്കത്തിൽ നമുക്ക് 200+ അഡ്മിഷനായി. അപ്പോൾ ഇത് മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ എക്സ്പെക്ട് ചെയ്ത കൂടുതലായിട്ടുള്ള കുട്ടികൾ കിട്ടുക എന്നുള്ളത്. പക്ഷേ ഒരു വർഷമായപ്പോൾ അതെ 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 ഓക്കെ, ഒരു വർഷം കൊണ്ട് അത് മാനേജ് ചെയ്യാൻ പറ്റി. അപ്പോഴേക്കും പിന്നെ സ്കൂൾ എന്ന് പറഞ്ഞാൽ ഒരു നമുക്കറിയാം, ഇപ്പോൾ ഇനീഷ്യലി ഇപ്പോൾ ഒരു 200 സ്റ്റുഡൻസ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എക്സാമ്പിൾ പറയണം. ഒരു കുട്ടീൻ്റെ അടുത്ത് നമുക്ക് 1 ലക്ഷം ആണ് ഒരു വർഷത്തിൽ വരിക. അതായത് അപ്പോൾ 2 കോടി ഒരു വർഷത്തേക്ക്, അത് ക്യാപ്ഡാണ്. അതെ. പിന്നെ അതിൽ വേറെ ഒന്നുമില്ല. പിന്നെ ആ ഓപ്പറേഷൻ ഇങ്ങനെ റൺ ചെയ്ത് പോവുക, പിന്നെ അടുത്ത ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവരിക, അങ്ങനത്തെ ഒരു ബിസിനസ്സാണ്. കറക്റ്റ്. അപ്പം ഞാൻ ആ സ്കൂളിൻ്റെ ഇതിൽ കൂടുതലായിട്ട് അതിൻ്റെ ഇൻഫ്ര ബിൽഡ് ചെയ്യുന്നതിലും അങ്ങനത്തെ ബാക്കി കാര്യങ്ങളാണ് ഞാൻ സപ്പോർട്ട് ചെയ്തിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ പോയിട്ട്, കാരണം ആ സമയത്ത് ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിൽ പറഞ്ഞാലും അവിടെ മിക്ക ആളുകളുടെ ജോബ് എന്ന് പറഞ്ഞാൽ ഒരു 28 ഡേയ്സ് ഒന്നെങ്കിലും ഓഫ് ഷോറിൽ വന്ന് പിന്നെ 28 ഡേയ്സ് നാട്ടിൽ, അങ്ങനെ ഒരു മിനിമം ഇതുണ്ട്. അപ്പോൾ അതായത് ഞാനും അങ്ങനെ അല്ല, എൻ്റെത് പിന്നെ ഹെഡ് ഓഫീസിലായിരുന്നു. IT ആണല്ലോ, നമ്മൾ സെൻട്രലൈസ്ഡ് ആയിട്ട് പറയുന്നത് സാറ്റലൈറ്റ് കണക്ഷൻസ് ഉണ്ടാവും, അങ്ങനത്തെ നോക്കി അതൊക്കെ മാനേജ് ചെയ്യുന്നതായിരുന്നു. പിന്നെ എൻ്റെ മാനേജേഴ്സ്, എൻ്റെ ടീം ലീഡർ റിയാസ് ആയിരുന്നു. അവരും ഇപ്പോഴെൻ്റെ കൂടെ പാർട്ണറായിട്ടുള്ള ആളാണ്. അപ്പം അവർ വളരെ ഫ്ലെക്സിബിൾ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പോയി വരാൻ പറ്റും. പിന്നെ അവരും ഈ സ്കൂളിൽ ഇൻവെസ്റ്റർ ആയിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോയി വന്ന് സ്കൂൾ നോക്കാനും അങ്ങനെ നമുക്കൊരു
ഓക്കെ അതൊരു ബിസിനസ് സ്കൂളിൽ ബിസിനസ്സായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ലെങ്കിലും നമുക്ക് ആ ഒരു ഐഡിയ കിട്ടി എങ്ങനെയാണ് എങ്ങനെ ഇതൊരു വലിയൊരു സ്ഥാപനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു ഐഡിയ കിട്ടി. അപ്പോൾ പിന്നെ ഏകദേശം പിന്നെ ഓപ്പറേഷൻ ഫുള്ളായിട്ട് ഫൈസൽക്കാണ് ഒരു സ്കൂൾ എങ്ങനെ റൺ ചെയ്യണമെന്നുള്ള ഐഡിയ ഉള്ളതും. അപ്പോൾ നമ്മൾ ഇതില്ല, അത് ഫൈസൽക്ക് റൺ ചെയ്യുന്ന ബസ്സിലെ ഡയറക്ടേഴ്സൊക്കെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിട്ടാണ് ചെയ്തത്. അപ്പോൾ പിന്നെ അപ്പോഴാണ് എനിക്കൊരു ഞാൻ വേറെ ബിസിനസ്സുകൾ തുടങ്ങുന്നത്. നമ്മൾ സ്വഭാവമായിട്ട് നമുക്കിങ്ങനെ കാശ് ഉണ്ട് കയ്യിൽ ഇങ്ങനെ വരുന്നുണ്ട്, ഓരോ ബോണസുകളായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു കാശ് കിട്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് വേദനിക്കുന്ന കോടീശ്വരൻ ഒരു ജോലിക്കാരന് കിട്ടുന്ന കാര്യമാണ്, അതാണ് കാശാണ്. മനസ്സിലായി. പക്ഷെ നമുക്ക് ചടങ്ങ് എന്ത് ചെയ്യണമല്ലോ. അതെ ഇങ്ങനെ കിട്ടുന്ന ഇതാക്കണ്ടേ. അപ്പോൾ എൻ്റെ വീട് ഞാൻ ജനിച്ച ശേഷം നമ്മൾ പുതിയ വീടുണ്ടാക്കി. ആ വീട് തന്നെ ഒരു 3 പ്രാവശ്യം റിനോവേറ്റ് ചെയ്തിട്ടുണ്ട്. സിസ്റ്ററിൻ്റെ കല്യാണത്തിന്, അതുപോലെ പല രീതിയിലായിട്ട് ഉമ്മ ഭയങ്കര വീട് എപ്പോഴെപ്പോഴും മോഡിഫൈ ചെയ്യണം അങ്ങനെ ആഗ്രഹമല്ല ആളാണ്. അപ്പോൾ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോൾ ഞാനാണ് ഇതിൻ്റെയൊക്കെ വീട് പണിൻ്റെയൊക്കെ പല സ്ഥലത്തും, ഞാനൊരൊറ്റ ആൺകുട്ടിയാണ്, ബാക്കി സിസ്റ്റേഴ്സാണ്. ഓക്കെ. അപ്പോൾ എപ്പോഴും ഇതിങ്ങനെ വീട് പണി എങ്ങനെ ചെയ്യുന്നു, ചിലപ്പോൾ ഞാൻ ഓരോ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഇത് എങ്ങനെ പുതിയ നോക്കാം, നമ്മൾ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്ത് പുതിയ മോഡൽസ് കൊണ്ടുവരുന്നു. അങ്ങനെ ഒരു ഐഡിയ എനിക്ക് എന്താ വെച്ചാൽ ഒരു എന്താ പറയുക, ഒരു വീട് ഉണ്ടാക്കാൻ കുറച്ച് ഇങ്ങനെ ഇൻട്രസ്റ്റ് ആയി തുടങ്ങിയിരുന്നു. മെയിനായിട്ട് അതിൻ്റെ ഇൻറ്റീരിയർ എങ്ങനെ സെറ്റ് ചെയ്യും. അപ്പോൾ സ്കൂളിൽ ചെയ്തപ്പോൾ തന്നെ നമ്മൾ ചൈനയിൽ നിന്ന് പ്രൊഡക്റ്റുകൾ കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു. പല രീതിയിൽ അതിൻ്റെ ഇൻറ്റീരിയറിൽ കുറേ രീതിയിൽ ഞാൻ കൂടുതൽ ഇൻവോൾവ് ചെയ്തിരുന്നത്. അപ്പോൾ എനിക്കൊരു ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൻ്റെ ഇൻറ്റീരിയറിന് കുറച്ച് ഭയങ്കര ഇഷ്ടമായി തുടങ്ങി. അപ്പോൾ നമ്മളൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ നമ്മൾ കേട്ടില്ല പാഷനായിട്ട് ഫാഷനിലെ ബിസിനസ് തുടങ്ങണം എന്നൊക്കെയാണല്ലോ. ഞാൻ വിചാരിച്ചു ഓക്കെ ഇത് ചിലപ്പോൾ എൻ്റെ ഒരു പാഷനായിരിക്കും, അങ്ങനെ ഇൻറ്റീരിയറിൽ എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ അങ്ങനെ അവസാനം എനിക്ക് തോന്നി. ഇപ്പോൾ ലൈറ്റ്സ് ഉണ്ട്, ലൈറ്റ്സ് നമ്മൾ ഒരു എത്ര നല്ല ഇൻറ്റീരിയർ ചെയ്താണെങ്കിലും ലൈറ്റ് വരികയാണെങ്കിലാണ് ഒരു ഇത് ഇപ്പോൾ ഈ ഇതിൽ തന്നെ ഇവിടെ ലൈറ്റ് ഉള്ളതുകൊണ്ടാണ് ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയി തോന്നുന്നത്. കറക്റ്റ്. ഖത്തറിന് ഭയങ്കര റിച്ച് ആയിട്ടുള്ള കൺട്രിയാണ്. നമ്മൾ എവിടെ പോയാലും വളരെ ലക്ഷറിയസ് ആയിട്ടുള്ള പിന്നെ ഹോട്ടൽസും അതുപോലെ ലോഞ്ചുകളും പിന്നെ അറബികളുടെ മജ്ലിസ് എന്ന് പറയും, അവരെ വിസിറ്റേഴ്സ് ഇരിക്കുന്ന മജ്ലിസുകളൊക്കെ അവിടേക്ക് പോയാലൊക്കെ വളരെ നല്ല ലക്ഷറിയസ് ആയിട്ട് ലൈറ്റ്സുകളാണ് കാണുന്നത്. കറക്റ്റ്. അപ്പോൾ എനിക്ക് തോന്നി ലൈറ്റ്സിൽ എങ്ങനെ ഒരു ബിസിനസ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവുന്നതെന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ ഇതെങ്ങനെ ചെയ്യാൻ പറ്റും. ഞാൻ ആദ്യം ഉദ്ദേശിച്ചത് എൻ്റേതായിട്ടുള്ളൊരു ഒരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുക, അത് മാർക്കറ്റിൽ കൊണ്ടുപോകുക, അങ്ങനത്തെ രീതിയിലാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പക്ഷേ അപ്പോഴത്തേക്കും സ്കൂളൊക്കെ സെൽഫ് സഫീഷ്യൻ്റ് ആയിട്ട് ഓപ്പറേറ്റിംഗ് തുടങ്ങിയിട്ടുണ്ട്. അതെ, സ്കൂൾ പിന്നെ ഫൈസലിക്കാണ് അത് റൺ ചെയ്യുന്നത്. നിങ്ങൾ ഇടപെടേണ്ട ആവശ്യമില്ല. അതിന് ഞാൻ പിന്നെ ട്രാൻസ്പോർട്ടേഷൻ കുറച്ച് ചാലഞ്ചിങ് ആയപ്പോൾ അതിലൊക്കെ അങ്ങനെ ഇടപെട്ടിരുന്നു. മനസ്സിലായി. പിന്നെ അതിന് കുറേ സ്റ്റാഫുകൾ 10-70 സ്റ്റാഫുകളുണ്ട് സ്കൂളിൽ. പിന്നെ അത് അവരങ്ങനെ മാനേജ് ചെയ്യും. കറക്റ്റ്. പിന്നെ അക്കാഡമിക്കിൽ എനിക്ക് വലിയൊരു താല്പര്യമില്ല, അതൊക്കെ ഫൈസലിക്ക് തന്നെയാണ്. ഫൈസലിക്ക് തന്നെയാണ് അതിൻ്റെ ഒരു ഫൗണ്ടർ. മനസ്സിലായി. അപ്പോൾ പിന്നെ നമ്മൾ ഈ ഒരു ഫീൽഡിലേക്ക് വന്നു. എനിക്കത് ചെയ്യാം. അങ്ങനെ ചൈനയിൽ പോകുന്നത് അതുവരെ നമ്മൾ ചൈനയിൽ നിന്ന് പ്രൊഡക്റ്റുകളൊക്കെ സോഴ്സ് ചെയ്ത് വേറെ ആൾക്ക് വഴി സോഴ്സ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ നാട്ടിൽ ലൈറ്റ് ബിസിനസ് ചെയ്യുന്ന ഒരാളുണ്ട്, അവരുടെ പേര് ഫൈസൽ എന്ന് തന്നെയാണ്. അപ്പോൾ അവരുടെ അടുത്ത് പോയ അഗാധമായ ബന്ധടങ്ങൾക്ക്. അതെ. ഓക്കെ. അപ്പോൾ അവരുടെ അടുത്ത് പോയി ഞാൻ സംസാരിച്ചു. ഇങ്ങനെ എനിക്കൊരു ഇങ്ങനെ പ്രൊഡക്റ്റ് ആയിരുന്നു, ഞാൻ വുഡൻ ബേസ് ആയിട്ടുള്ള ലൈറ്റുകൾ ബിൽഡ് ചെയ്യണം എന്നൊക്കെ. അത് നമ്മുടെ നാട്ടിൽ തേക്കൊക്കെ കിട്ടുമല്ലോ, അതിന് അങ്ങനത്തെ ഒരു ഐഡിയ ഒക്കെ ആയിട്ട് പോയിരുന്നു. നിലമ്പൂര് ടീക്ക് മ്യൂസിയം ഒക്കെ അല്ലേ നിങ്ങളെ നാടിൻ്റെ അടുത്താണ്. അതെ. ഇപ്പോഴതിന് ചാൻസ് ഉണ്ട് കേട്ടോ, അങ്ങനെ അത് ചെയ്ത് കണ്ടിട്ടില്ല. അങ്ങനത്തെ ചെയ്യണമെന്ന് വിചാരിച്ചു. ഞാൻ അയാളടുത്ത് പോയി സംസാരിച്ചു. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ചെയ്താലും ചിലപ്പോൾ പോകാൻ ബുദ്ധിമുട്ട്, നീ ചൈനയ്ക്ക് പോവാം, എൻ്റെ കൂടെ ഞാൻ കൊണ്ടുപോകാം, നമുക്ക് അവിടുന്ന് നല്ല പ്രൊഡക്റ്റ് ഉണ്ട്, അതുവരെ കൊണ്ടുവന്ന് ചെയ്യാം. അപ്പോൾ എനിക്കും നമ്മൾ ഗൾഫിൽ കാണുന്ന അതേ പ്രൊഡക്റ്റാണ് ഞാൻ വീട്ടിലൊക്കെ ചെയ്യാൻ ശ്രമിച്ചു, അതിവിടെ കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചു ഓക്കെ അങ്ങനെ നമുക്കൊരു ഷോറൂം ഓപ്പൺ ചെയ്യാം, ചൈനയിൽ നിന്ന് പ്രൊഡക്റ്റ് കൊണ്ടുവരാം, എന്നിട്ട് നമ്മൾ ലൈറ്റ്സുകൾ തന്നെ അത് നല്ല സ്റ്റാൻഡേർഡുള്ള പ്രൊഡക്റ്റുകളാണ് കൊണ്ടുവരണം, അങ്ങനെയൊക്കെ ഒരു ഇതായിട്ടാണ് ചെയ്തത്. പക്ഷേ ഇനീഷ്യലി പിന്നെ എന്താ പറയുക, അവരുടെ ഒരു ബ്രാൻഡ് ഉണ്ടായിരുന്നു, അവർക്കൊരു ബ്രാൻഡ് നെയിം ഉണ്ടായിരുന്നു. അതിൽ അവർക്ക് 3 ഷോറൂം ഉണ്ട്, 3-4 ഷോറൂം ഉണ്ടായിരുന്നു. 5ാമത്തെ ഷോറൂം ഉണ്ട് നമ്മളിതാണെന്ന് പറയണം. അങ്ങനെ തുടങ്ങാമെന്ന് പറഞ്ഞാൽ തുടങ്ങി പ്രൊഡക്റ്റുകൾ നമ്മൾ കൊണ്ടുവന്നു. അപ്പോൾ തുടക്കത്തിൽ ഞാൻ മാത്രമുള്ളായിരുന്നു. പക്ഷേ എനിക്ക് എന്താ പറയില്ല, ഞാൻ ഈ ബിസിനസ് അപ്പോഴും ഞാൻ പഠിച്ചിട്ടില്ല എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം നമ്മൾ യൂട്യൂബിൽ നോക്കിയിട്ടാണ് ഇതിൻ്റെ അക്കൗണ്ട്സ് എങ്ങനെയാണ്, അതെങ്ങനെ മാർക്കറ്റിംഗ് എന്നൊക്കെ പഠിക്കുന്നത്. അപ്പോൾ എനിക്ക് എത്രയായിട്ടും ഞാൻ പഠിച്ച അക്കൗണ്ട്സ് ആയിട്ട് ഇവരുടെ ഒരു അക്കൗണ്ട്സ് മാച്ച് ആവുന്നില്ല, കണക്കുകൾ പൊരുത്തപ്പെടുന്നില്ല. അപ്പോൾ എനിക്ക് എന്തിങ്ങനെ തോന്നി ഓക്കെ കുറച്ചുകൂടി ഞാനിത് റിമോട്ടിലാണ്, ഞാൻ ഖത്തറിലാണ്, ഇവിടെ ഇതിലാണ്. അപ്പോൾ ഞാൻ എൻ്റെ ബ്രദറിനോട് സംസാരിച്ചു. അപ്പോൾ ബ്രദറിലോ പിന്നെ എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞ ഇതാണ് തുടങ്ങണം. അതുവരെ ഞാൻ അയാളുടെ കൂടിയിട്ടാണ് ചെയ്തത്, പുതിയ ഷോറൂമിൻ്റെ, അതായത് ആ നിലവിലെ ഷോറൂമിലേക്കാണ് ചെയ്തത്. മനസ്സിലായി. അപ്പോൾ ബ്രദറിനോട് പറഞ്ഞു നമുക്കിങ്ങനെ ഷോറൂം തുടങ്ങിയാലെന്ന് പറഞ്ഞു. അപ്പോൾ ബ്രദറിലോ ഓൾറെഡി ബിസിനസ് ഫാമിലിയാണ്.
അവരവരുടെ ബേക്കറി ചെയിൻ ഓഫ് ബേക്കറി ബിസിനസ്സാണ്. അത് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. മനസ്സിലായി. പക്ഷെ ഫാമിലി ബിസിനസ് ആകുമ്പോൾ അവർക്ക് എന്താ പുറത്ത് വരണം, അവരുടെ ഓൺ ഫ്രീഡം വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന മനസ്സിലതാണ്. പിന്നെ ബ്രദർ ഫൗണ്ടേഴ്സിന് എപ്പോഴും അല്ല പ്രശ്നമാണ്. അതെ എനിക്ക് എന്തിനെ ഇതിനെ അത് സെറ്റ് ചെയ്യണമെന്നില്ലേ. അതെ അതെ അതെ. ഓക്കെ. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് ഞാൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ബ്രദറിൽ അവരുടെ ഫാമിലിയായിട്ട് സംസാരിച്ച് അങ്ങനെ ഞങ്ങൾ മഞ്ചേരിയിൽ ഷോറൂം തുടങ്ങി. അപ്പം ആ സമയത്ത് എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞാൽ എൻ്റെ ടീം ലീഡായിട്ടുള്ള റിയാസ് ആളാണ്. ഓക്കെ. അപ്പോൾ മുമ്പേ ഫൈസലിനായിട്ട് ഞാൻ ഇത് ചെയ്ത സമയത്ത് അവരെ ഷോറൂമിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് തുടങ്ങിയത്. അതെ. അപ്പോൾ എനിക്ക് ആ ഒരു മനസ്സിലായപ്പോൾ ഞാൻ നമ്മളെ ഓൺ ഷോറൂമായിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന റിയാസ് പറഞ്ഞ് നീ ഇടടാ, കാരണം റിയാസ്ക്ക് അവിടെ ബിസിനസ് ചെയ്തിട്ട് നഷ്ടം വന്ന ആളാണ്. ഖത്തറിൽ ബിസിനസ് ചെയ്തിട്ട് നഷ്ടം വന്നത്, എന്നാലും പേടിയുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞതെന്ന് അവസാനം ഇവിടെ പറഞ്ഞ് നീ പോയാൽ നമുക്ക് ഇത്ര കാശല്ലേ പോവുള്ളൂ, കറക്റ്റ് ചെയ്യുന്നു പറഞ്ഞാൽ അങ്ങനെ ഇട്ടു. പിന്നെ എൻ്റെ കോഴിക്കോട് മഞ്ചേരിയിൽ, മലപ്പുറത്ത് മഞ്ചേരിയിൽ. മനസ്സിലായി. പിന്നെ എൻ്റെ ഫാദർ 2018 മരണപ്പെട്ടിരുന്നു സൗദി വെച്ചിട്ട് തന്നെ. അപ്പോൾ അതിൽ ഉപ്പാക്ക് കുറച്ചൊരു എൻഡ് ഓഫ് സർവീസ് ബെനിഫിറ്റ് കിട്ടിയിരുന്നു. അത് ഉമ്മാൻ്റെ പേരിലാണ്. അപ്പം അങ്ങനെ എനിക്കത് ഉമ്മാക്ക് ഒരു വരുമാനമാക്കണം എന്ന രീതിയിൽ കൂടിയിട്ട് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഉമ്മാടെ ആ കുറച്ച് കാശും എൻ്റെ കാശും പിന്നെ ബ്രദറിലോട് കാശും റിയാസ്ക്ക്, പിന്നെ എനിക്ക് എൻ്റെ 1-2 നമ്മളെ കമ്പനി വർക്ക് ചെയ്യുന്ന ആളുകളെ കൂടിയിട്ട് ഒരു 5-6 പേരായിട്ടാണ് ഫസ്റ്റത്തെ ഷോറൂം തുടങ്ങിയത്. അപ്പം ബ്രദർ ഇൻ ലോ ഫുൾ ടൈം ഇതിൻ്റെ അകത്തേക്ക് വരാൻ നേട്ടോ? അതെ അതെ അതെ. ബ്രദറിലോട് ഫാദർ അങ്ങനെ ഇതാക്കിയിട്ട് ബ്രദറിലാണ് മാനേജ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ബ്രദറിലോക്ക് ഇത് ബേക്കറി ബിസിനസ്സും അതുപോലെ ഈ ബിസിനസ്സും എൻ്റെ ഡിഫറെൻ്റ് ആണ്. അവിടെ ഡെയിലി ബേസിൽ കണക്കൂട്ടിയിട്ട് അങ്ങനെ അങ്ങനെ എഴുതി അയക്കുന്നൊരു സിസ്റ്റമാണ്. കറക്റ്റ്. അത്ര പിന്നെ ഇൻവെൻട്രി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ഒരു വളരെ കുറഞ്ഞ ഇൻവെൻട്രി ഉണ്ടുള്ളൂ. അന്ന് പെരിഷബിൾ ഇതല്ലേ. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ ഇവിടെ നമ്മൾ ഇതൊരു ഇൻവെൻട്രി ബിസിനസ്സാണ്, ലൈറ്റ് ബിസിനസ് എന്ന് പറയുന്നത്. അപ്പം അതിന് പ്രോപ്പറായിട്ടുള്ള നമ്മൾ അക്കൗണ്ട്സ് ചെയ്യണം, കോസ്റ്റുകൾ ചെയ്യണം, ഓരോ കാര്യം കമ്പ്യൂട്ടറിൽ തന്നെ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അവന് ഇനീഷ്യൽ ഇത് ബുദ്ധിമുട്ടായിരുന്നു. നമ്മളുടെ കൊട്ടക്കണക്കായിരുന്നു അത് എഴുതിയിട്ടുള്ള. അതായത് അവർക്ക് 10-15 സ്റ്റാഫ് ഉണ്ട്, പക്ഷെ അവർ ഡയറക്റ്റ് ആയിട്ട് ഡീൽ ചെയ്യും. വലിയ സെയിലാണ്. ബേക്കറി ബിസിനസ് നല്ല പ്രോഫിറ്റബിൾ ബിസിനസ്സുമാണ്. പക്ഷെ ഇങ്ങോട്ട് വരുമ്പോൾ ഇതൊക്കെ അവനും പഠിച്ചെടുക്കണം. അപ്പോൾ അതുപോലെ ഞാനും ഇതാണല്ലോ. കറക്റ്റ്. അങ്ങനെ അത് പഠിച്ചെടുത്തു. നമ്മളത് ബിസിനസ് ഇത് ചെയ്തു. ഒരു 5-6 മാസമായപ്പോഴത്തെ 2019 ഒക്ടോബറിലാണ് തുടങ്ങിയത്. പക്ഷെ ഒരു 3-4 മാസമായപ്പോൾ തന്നെ കൊറോണ വന്നു. അപ്പോൾ എന്താ പറയുക, ബിസിനസ് നിങ്ങൾ തുടങ്ങി. സാധനങ്ങൾ ചൈനയിൽ നിന്നാണോ ഫുൾ കൊണ്ടുവന്ന്? അതെ അതെ. ചൈനയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും കൂടി, ചെന്നൈ മാർക്കറ്റും അതേപോലെ ഡൽഹി മാർക്കറ്റും ഉണ്ട്. അവിടെ നിന്നും കൂടി നമ്മൾ ചെയ്തു. പിന്നെ നമുക്ക് അറിയുന്ന ആളുകൾ ചൈനയിൽ നിന്ന് എത്തിച്ചു അങ്ങനെ പ്രൊഡക്റ്റുകൾ. ഓക്കെ. എത്ര പെർസെൻറ്റേജ് ഇന്ത്യയിലായിരിക്കും, എത്ര പെർസെൻറ്റേജ് ചൈനയിലായിരിക്കും ആ സമയത്ത്? എനിക്കൊണ്ട് ഒരു 75% ചൈന പ്രൊഡക്റ്റുകൾ തന്നെയാണ്. ഓക്കെ. പക്ഷെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കൊണ്ടുവന്നത് നമ്മളൊരു 30 അങ്ങനത്തെ പെർസെൻറ്റേജ് ഒക്കെ ഉള്ളായിരുന്നു. ഓക്കെ. ഇവിടുന്ന് കിട്ടുന്നത് ചൈന പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ അവിടെ പോയിട്ട് എടുത്തതാണോ? അല്ല, നമ്മൾ ഫോട്ടോസൊക്കെ കണ്ടിട്ട് സെലക്ട് ചെയ്തിട്ട് എടുത്തതാണ്. അങ്ങനെയാണ്, ഇവിടെ നിന്ന് തന്നെ സെലക്ട് ചെയ്തെടുത്താണ്. ആ സമയത്ത് നമുക്ക് പോയിട്ടില്ല. ഞാൻ അന്ന് ചൈനയിൽ പോലെ പാസ്പോർട്ട് ഇതൊക്കെ അടച്ചു. പക്ഷെ എനിക്ക് കമ്പനിയിൽ നിന്ന് എന്തോ ഒരു ഇതുകൊണ്ട് ഒരു പോകാനുള്ള ഇത് കിട്ടില്ല. ഞാൻ മറന്നു എന്തായിരുന്നു സംഭവത്തിൽ. അപ്പോൾ പിന്നെ എന്താ പറയുക, നമ്മൾ അവിടെ ഡയറക്റ്റ് സപ്ലൈസിനായിട്ട് കണക്ട് ചെയ്തു. അങ്ങനെ പ്രൊഡക്റ്റ് എടുത്ത് അത് മറുവാടീസാണ് ഇത് ക്ലിയർ ചെയ്ത് വരിക. ഓക്കെ. ചെന്നൈയിൽ നിന്നല്ലേ അവർ വഴി എടുത്തു. അങ്ങനെയാണ് ഇത് എത്തിച്ചത്. ഓക്കെ. ആ സമയത്ത് ഫൈസൽക്ക് ഉണ്ടായിരുന്നു. ഈ ഫൈസൽ എന്ന ആൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഓ, അതെ, ശരി. അങ്ങനെയാണ് സ്കോറിയോ ജനിക്കുന്നത്. അതേ വേറെ ബ്രാൻഡിലായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫൈസൽഖാൻ്റെ ബിസിനസ്സിലേക്ക് തന്നെ പോയി. അപ്പോൾ ഞാൻ നമ്മൾ സ്കോറിയോ എന്ന രീതിയിൽ റീബ്രാൻഡ് ചെയ്തിട്ട് ചെയ്തു. ആദ്യത്തെ ഒരു ഷോറൂം മാത്രം വേറൊരു നെയിമിലായിരുന്നു. പിന്നെ നമ്മൾ സ്കോറിയോ ഒന്നില്ല റീബ്രാൻഡ് ചെയ്തു. കാരണം അത് കൊറോണയ്ക്ക് ശേഷം. കാരണം പിന്നെ ഇത് വന്ന് കൊറോണയായി 5-6 മാസം നമ്മൾ ബിസിനസ് പഠിച്ചു വരുന്നതുള്ളായിരുന്നു കാര്യങ്ങളൊക്കെ. ആ തുറക്കത്തെ മാസം തന്നെ ഇത് പ്രോഫിറ്റബിൾ ആയിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതിൻ്റെ ഒരു ഇതുണ്ട്, പോസിബിലിറ്റി ഉണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ കൊറോണ ആയിരുന്നപ്പോൾ ഞാനും ബ്രദറിലോ ഇങ്ങനെ സംസാരിക്കും, പല കാര്യങ്ങളും ഇങ്ങനെ നമുക്ക് ഫ്രീ ആണ്. പിന്നെ നഷ്ടങ്ങളായിരുന്നു ആ മാസങ്ങളിലൊക്കെ, ആദ്യത്തെ 2 മാസം. പിന്നെ നമ്മൾ ഫാന് നമ്മൾ സെല്ല് ചെയ്യായിരുന്നു ലൈറ്റിൻ്റെ കൂടെ തന്നെ. അതുകൊണ്ട് തന്നെ 3-ാമത്തെ മാസം ആയപ്പോഴേക്കും നമുക്ക് ഫാൻ എമർജൻസി ആയിട്ട് കൊടുക്കേണ്ട ഒരു പ്രൊഡക്റ്റ് എന്നുള്ള ഇതിൽ ഗവൺമെൻറ് ആ കാറ്റഗറി ചെയ്തുകൊണ്ട് കൊറോണ ആ സമയത്ത് തുറക്കാനുള്ള ഒരു അനുമതി നമുക്ക് കിട്ടി. ഓക്കെ. അതുകൊണ്ട് തന്നെ പക്ഷേ നമ്മൾ ഈ കഴിഞ്ഞ 2 മാസങ്ങളായി കൊറോണ സമയത്ത് പോലും നമ്മളെ അടുത്ത് വന്നിട്ട് ആളുകൾ നിങ്ങൾ എങ്ങനെയെങ്കിലും എടുത്തുതരുമോ, പ്രൊഡക്റ്റ് എടുത്തുതരുമോ, കാരണം വീട് പണി പലതും നടക്കുന്നുണ്ട്. അപ്പോഴേ നമുക്ക് മനസ്സിലായി ഇതിന് നല്ലൊരു മാർക്കറ്റ് ഉണ്ട്. പക്ഷെ ഒരാളിപ്പോൾ ഒരു വീട് എടുക്കുന്നയാളോ ഒരു വർഷത്തിൽ ഒരാളുടെ ലൈഫ് ടൈമിൽ ചിലപ്പോൾ ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ ഒരു 2 പ്രാവശ്യമൊക്കെ ഉണ്ടാവുള്ളൂ, വളരെ കുറഞ്ഞ ഒരാളുടെ വീട് അല്ലെങ്കിൽ അയാളുടെ മക്കളെ വീട്. ശരി, അതൊരു കസ്റ്റമർ നമുക്കങ്ങനെ എന്നും വാങ്ങുന്ന പ്രൊഡക്റ്റ് അല്ല. പക്ഷെ സ്റ്റിൽ നമുക്കിതിനൊരു വോളിയം മനസ്സിലായി. കാരണം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഡെക്കറേറ്റീവ് ലൈറ്റ്സിനായിട്ടുള്ള ഒരു അൺഓർഗനൈസ്ഡ് സെക്ടറാണ്. പല ചെറിയ ഷോറൂമുകൾ ചെയ്യുന്നുണ്ട്, വലിയ ആളുകൾ ചെയ്യുന്നുണ്ട്.
പക്ഷെ അതിനൊരു ബ്രാൻഡിങ്ങോ അല്ലെങ്കിൽ അതിനൊരു ഇത് എന്താ പറയുക, ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുന്ന ഒരു ബ്രാൻഡില്ല, ഒരു റീറ്റെയിൽ ബ്രാൻഡില്ല എന്ന് മനസ്സിലായി. അല്ലാത്ത ബ്രാൻഡുകളുണ്ട്. ശരിയാണ്. ഫിലിപ്സ് ലൈറ്റ്സിലില്ല. അതെ അതെ ലൈറ്റ്സിൽ എന്നാലും ഫിലിപ്സും ഇവരൊക്കെ കുറച്ചൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, പക്ഷെ ഡെക്കറേറ്റീവ് ലൈറ്റ്സിലില്ല. അതെ അതെ. എന്താ പോലെ അവർക്ക് റീറ്റെയിൽ ബ്രാൻഡ് ഇല്ല. കസ്റ്റമേഴ്സിന് റീറ്റെയിൽ ആയിട്ടുള്ള പല ബ്രാൻഡ്, ഇപ്പോൾ മൈജി ഒരു റീറ്റെയിൽ ബ്രാൻഡ് അല്ലേ, അതെ, അതുപോലത്തെ ഒരു ബ്രാൻഡ് ഇല്ല എന്ന് മനസ്സിലാക്കി. അങ്ങനെ നമ്മൾ പിന്നെ ഫൈസൽ ഖാനായിട്ട് ഇതാക്കി നമ്മൾ സ്കോറിയോ എന്നുള്ള ബ്രാൻഡ് തുടങ്ങിയ സമയത്ത് നമ്മളൊരു വിഷയം ചെയ്തു, നമുക്ക് ഇത്ര വർഷം കൊണ്ട് 5 വർഷം കൊണ്ട് നമ്മൾ 10 ഷോറൂം ചെയ്യണം എന്നൊക്കെ രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്തു. ജസ്റ്റ് ഒന്ന് ഇത് ചെയ്താണ്, ഒരു ഷോറൂമേ ഉള്ളായിരുന്നു, മാനിഫെസ്റ്റ് ചെയ്തതാണ്. നമ്മളങ്ങനെ നമുക്ക് അറിയില്ല, ഒരു ബിസിനസ് അല്ല, നമ്മളെല്ലാവരും വിചാരിക്കുന്നത് ടി വിയിൽ ഇതിലൊക്കെ കാണുന്ന പോലെ അങ്ങനെ ചെയ്തായിരുന്നു. അതങ്ങ് പിന്നെന്താ പറയുക, കൊറോണ സമയത്ത് നമുക്ക് ഈ കുറേ എൻക്വയറി വരാൻ തുടങ്ങി. അപ്പോൾ അളിയൻ്റെ വീട് കൊണ്ടോട്ടി മുല്ലപ്പടിയാണ്. ഈ കൊറോണയിൽ നിങ്ങൾ അടച്ചു പൂട്ടി പണ്ടാരടങ്ങിയിട്ടാവുന്നത് ഓപ്പോസിറ്റ് ആണല്ലോ കഥ പോണേ. അതെ അതെ. കൊറോണ പലർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നാലും നമ്മളെ അപേക്ഷിച്ച് നമുക്കതൊരു റീഇൻവെൻഷൻ ആയിരുന്നു. അതായത് പല രീതിയിൽ നമുക്കൊരു ബെനിഫിഷ്യലായിരുന്നു. അപ്പോൾ അങ്ങനെ അളിയൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു സ്റ്റോർ തുടങ്ങാമെന്നുള്ള കൺസെപ്റ്റിൽ, കാരണം സാധനമൊക്കെ എടുത്തു കൊടുക്കാം ഈസി ആണെന്നില്ല, നമ്മളവിടെ ഒരു ബില്ല്, അവിടെ അത്ര വലിയ ടൗണൊന്നുമല്ല, മുല്ലപ്പടി പറഞ്ഞ സ്ഥലം, കരുവാങ്കൽ എന്ന സ്ഥലത്ത്. അതൊരു പിന്നെ അളിയൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടി അവിടെ ചെറിയ ഷോറൂം തുടങ്ങാം. അപ്പോൾ നോക്കിയപ്പോൾ അവിടെ വലിയ സെയിൽ വന്നു, നമ്മളെ മഞ്ചേരി കൂടുതലായിട്ട് സെയിൽ വന്നു. ഓക്കെ. അങ്ങനെ അത് 2020 ലാസ്റ്റ് ആയപ്പോഴേക്കാണ് കൊറോണ. അതായത് പിന്നെ രണ്ടാമത്തെ ഒരു കൊറോണ വന്നു. അപ്പോഴേക്ക് നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഒരു എൻക്വയറി വന്നു. കാരണം നമ്മൾ മലപ്പുറം. അപ്പോഴും നിങ്ങൾ ചൈനയിൽ പോയിട്ടില്ല? ഇല്ല. ഓക്കെ. നമ്മൾ നിരന്തരം നമ്മൾ പ്രൊഡക്റ്റുകൾ സോഴ്സ് ചെയ്യുന്നത് ത്രൂ ഏജൻസ് ആണോ? ഏജൻസി ആണ്. അപ്പൊ അവരാണ് കംപ്ലീറ്റ്ലി ഹാൻഡിൽ ചെയ്യുന്നത്. അതെ അതെ. നിങ്ങൾ ഫോട്ടോ നോക്കും, ആ സാധനത്തിന്റെ വില എടുക്കും, അതിന്റെ ക്വാണ്ടിറ്റി കൊടുക്കും, സാധനം കൊണ്ട് ഷിപ്പ് ചെയ്ത് വരും. അതെ അതെ. ഓക്കെ. പിന്നെ എന്താ പറയുക, 2020 മുതൽ ചൈനയിലേക്ക് ബ്ലോക്ക് ആയിരുന്നു. നമ്മൾ പോകാൻ നോക്കുന്നത് കറക്റ്റ് വെച്ചാണെങ്കിൽ. ശരിയാണല്ലോ, കൊറോണ ഇതല്ലേ. കറക്റ്റ്. അപ്പോൾ പിന്നെ ഒരു 2021 ലാസ്റ്റ് ആയപ്പോഴേക്കാണ് ഓപ്പണത്. അപ്പോൾ നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് എൻക്വയറി, ഒരു ഷോറൂം, അയാൾ ബിൽഡിംഗ് ഉണ്ട്, ഒരു ബിൽഡിംഗ് മെറ്റീരിയൽ മാൾ പോലെ. അങ്ങനെ നമ്മൾ അവരെ ടൈപ്പ് ചെയ്ത് നമ്മുടെ ഓൺ ഷോറൂം അവിടെ തുറന്നു. പിന്നെ അങ്ങനെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്ത പോലെ ഓരോ വർഷവും 1 or 2 ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇതായി. ഇന്നിപ്പോൾ 2025 ആയപ്പോൾ ഡിസംബർ നമ്മുടെ 7ാമത്തെ ഷോറൂമാണ് തിരൂരിൽ തുടങ്ങുന്നത്. അതിനിടയ്ക്ക് നമ്മൾ മഞ്ചേരി ഷോറൂമുകൾ തുടങ്ങിയത് പിന്നെ ചെറിയ 800 സ്ക്വയർ ഫീറ്റ് ഉള്ളായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ മഞ്ചേരി അതിനുശേഷം വലിയ പ്ലേയേഴ്സ് വന്നു. അപ്പോൾ നമുക്കത് വലുതാക്കാൻ കഴിയുന്നില്ല, കാരണം അത്ര ചെറിയ ഷോറൂമാണ്. പിന്നെ നമ്മളുടെ ഒരു ഇതും വലുതായി, മൈൻഡ് സെറ്റും വലുതായി, നമുക്ക് വലിയ ഷോറൂം ഇടുന്നില്ല ഇതായി. അങ്ങനെ മഞ്ചേരിത്തെ ഷോറൂം, ആദ്യത്തെ ഷോറൂം നമ്മൾ ക്ലോസ് ചെയ്ത്. പ്രോഫിറ്റബിൾ ആയിരുന്നു, നമ്മളത് യൂസ് ചെയ്ത്. പക്ഷേ നമുക്ക് വലിയൊരു പ്രോഫിറ്റ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല, കാരണം ഒരു ഷോറൂം ആണെങ്കിലും 10 ഷോറൂം, ഓരോന്നിനും നമ്മൾ സെപ്പറേറ്റ് നമ്മുടെ ഒരു എഫേർട്ട് വേണം ഓരോ ഷോറൂമിനും. അപ്പോൾ നമ്മളത് ക്ലോസ് ചെയ്തിട്ട് നമ്മൾ ചങ്ങരകുളം പറഞ്ഞ സ്ഥലത്ത് വലിയ ഷോറൂം 4000 സ്ക്വയർ ഫീറ്റിൽ ഒരു പുതിയ ഷോറൂമൊക്കെ അവിടേക്ക് മാറ്റിയത്. ഓക്കെ. അങ്ങനെ ടെക്നിക്കലി പറയുന്നത് നമ്മൾ 7 തുടങ്ങി, പക്ഷേ 6ാമത്തെ ഷോറൂമാണ് ഇപ്പോൾ ഉള്ളത്. 6 ഷോറൂമാണ് തിരൂരിലുള്ളത്. ഓക്കെ. ഏകദേശം ഒരു 10,000 സ്ക്വയർ ഫീറ്റിൽ ഇതാണ് അതിൻ്റെ മറ്റന്നാൾ, അതായത് പിന്നെ ജനുവരി 20 അതിൻ്റെ ഇനാഗുറേഷനാണ്. 800-ന് 10,000-ലെത്തി. ഓക്കെ. അപ്പോൾ പിന്നെ ഇപ്പം എനിക്ക് ചോദിക്കാനുള്ളത്, പിന്നെ ഒരു ചൈന യാത്ര എപ്പോഴായിരുന്നു? 2021 ലാസ്റ്റിലായപ്പോഴാണ് ഈ ഇത് ഓപ്പൺ ചെയ്ത്. അങ്ങനെയാണ് ഞാൻ ക്യാൻറ്റൺ ഫെയറിലേക്ക് പോകുന്നത്. ക്യാൻറ്റൺ ഫെയർ എന്ന് പറയുമ്പോൾ അതായത് ചൈന ഒരു വലിയ ഇന്ത്യൻ്റെ 2.5 ഇരട്ടിയോളം വലിപ്പമുള്ള രാജ്യമാണ്. പല സ്ഥലത്തും പല പ്രൊഡക്റ്റുകൾ ചെയ്യുന്ന രാജ്യമാണ്, അതെ, മാനുഫാക്ചർ ചെയ്യുന്ന ലോകത്തിൻ്റെ ഒരു ഫാക്ടറി തന്നെ ഒരു രാജ്യമാണ് ചൈന. അപ്പോൾ ഫാക്ടറി ഓഫ് ദ വേൾഡ്. അതെ, എന്തുണ്ടെങ്കിലും അവിടെ നിന്നാണ് ഇതാണ് പല രാജ്യങ്ങളും, പക്ഷേ അവരാണ് മെയിൻ ലോകത്തിൻ്റെ ഫാക്ടറി എന്ന് അറിയപ്പെടുന്നത്. അതെ, ശരി. അപ്പോൾ അവിടേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഒരു പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാനൊക്കെ അത്ര ചൈനയിൽ നിന്ന് ഒരു രാജ്യത്ത് നിന്ന് ഒരു സ്റ്റേറ്റിൽ നിന്ന് ഒരു പ്രൊവിൻസിൽ നിന്ന് മറ്റു പ്രൊവിൻസിലേക്ക് പോകണം തന്നെ 2.5-3 മണിക്കൂറൊക്കെ ഫ്ലൈറ്റ് എടുത്ത് പോകണം, അല്ലെങ്കിൽ ബുള്ളറ്റ് ട്രെയിൻ എടുത്ത് പോകണം. അങ്ങനത്തെയൊക്കെ ദൂരമുള്ള സ്ഥലങ്ങളാണ്. അപ്പം ഇതിന് ചൈന സർക്കാരിന് കുറേ വർഷങ്ങളായിട്ട് ഈ ഒരു ട്രേഡ് നടത്തും, ഒരു ട്രേഡ് ഇത്, അതായത് റീറ്റെയിൽ ബിസിനസ്സുകൾക്ക് അല്ലെങ്കിൽ ഹോൾസെയിൽ ബിസിനസ്സുകൾക്കൊക്കെ ഇതായിട്ട് 70,000 സ്റ്റാളുകളൊക്കെ ഇടും. അത്രയും സപ്ലൈസും മാനുഫാക്ചേഴ്സും അവിടെ വന്നിട്ട് ഒരു സ്ഥലത്ത്, ചൈനയിലെ ക്യാൻറ്റൺ എന്നുള്ള സ്ഥലത്താണ് ഈ ഫെയർ നടത്തുന്നത്. അതായത് ഇതിനൊരു ഇപ്പം വേൾഡ് ട്രേഡ് സെന്റർ എന്ന് പറയുന്ന അല്ല, ഇതൊരു ഫുൾ സിറ്റി ആണോ? അതെ അതെ. അതൊരു ക്യാൻറ്റണിൽ ഇങ്ങനത്തെ ഇതിനായിട്ട് സ്ഥിരമായിട്ട് ബിൽഡ് ചെയ്ത ബിൽഡിങ്ങുകളുണ്ട്. വർഷത്തിൽ 2 പ്രാവശ്യം വിൻ്റർ എന്നുള്ള രീതിയിലും അങ്ങനെ ക്യാൻറ്റൺ ഫെയർസ് നടക്കും. എനിക്കൊണ്ട് ഒന്ന് മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോഴാണ് ഒന്നാമത് നടക്കുക, പിന്നെ ഒക്ടോബർ ആകുമ്പോൾ 2ാമത്തെ ക്യാൻറ്റൺ ഫെയർ നടക്കും. അപ്പോൾ ആ ഫെയറിൽ പോയ ആളുകൾക്ക് അവിടെ പല സപ്ലൈസിനെയും അവരെ മീറ്റ് ചെയ്യാൻ പറ്റും, മനസ്സിലായി. അതായത് ഇപ്പോൾ നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ മിക്ക പ്രൊഡക്റ്റുകളും ഉണ്ടാവും, ചില പ്രൊഡക്റ്റുകൾ ഉണ്ടാവില്ല, വലിയ മെഷീനറീസ് വരെ അവിടെ ഉണ്ടാവും.
അപ്പോൾ അങ്ങനത്തെ ഒരു ഫെയറിലേക്ക് അവിടെ പോയി കഴിഞ്ഞാൽ മിക്കപ്പോഴും നമുക്കൊരു പ്രൊഡക്റ്റ് ഐഡിയ ആയിട്ട് വരാൻ പറ്റും. നിങ്ങൾക്ക് ചൈനയിൽ പോയിട്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആൾക്ക് ചൈനയിൽ ക്യാനൻ ഫെയറിൽ അറ്റൻഡ് ചെയ്താൽ മതി. അവിടെ പോയി കഴിഞ്ഞാൽ ഒരു 70,000 സ്റ്റാളൊക്കെ അല്ല, ഇൻക്ലൂഡ് ചില സമയത്ത് 35,000 40,000 ഓരോ ഡിഫറെൻ്റ് ഇതാണ്, ഓരോ പുതിയ പുതിയ ഫേസുകൾ അവരിങ്ങനെ കൊണ്ടുവരാണ്. മനസ്സിലായി. അപ്പോൾ അവിടെ പോയാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും, ബിസിനസ് ഐഡിയ കിട്ടും. അത് ലോകത്തിൽ ഫുള്ളായിട്ട് നടക്കുന്ന ഇതാണ്, പ്രൊഡക്റ്റുകളാണ് ഉണ്ടാവുക. ഇത് എത്ര ഏരിയയിലായിരിക്കും ഈ ക്യാൻറ്റീൻ ഫെയർ പറഞ്ഞ സംഭവം? ഏരിയ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയ ഏരിയ ആണ്. എനിക്ക് എത്രത്തോളം അറിയാം, കിലോമീറ്റേഴ്സ് ഒക്കെ ഉണ്ടോ? കിലോമീറ്റേഴ്സ് ആണ്, കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ്. നമ്മളവിടെ നടന്ന് നമ്മളുടെ കാല് ഇതാവും. അതായത് ഒരു മാസം ഫുള്ളായിട്ട് നടക്കുന്ന ഷോകളാണ് ഇതാണ് ട്രേഡ്. അപ്പോൾ ആദ്യത്തെ ഒരു phase 1 phase 2 phase 3 എന്ന് പറഞ്ഞാൽ 3 ഫേസുകളായിട്ട് നടക്കാം. ഒരു ഫേസ് ചിലപ്പം ഇലക്ട്രോണിക്സ് ആയിരിക്കാം, രണ്ടാമത്തെ ഫേസിൽ ചിലപ്പം ഓരോന്നും മാറും, ഡെക്കറേറ്റീവ് ഐറ്റംസ് അങ്ങനത്തതൊക്കെ ഉണ്ടാവാം. മൂന്നാമത്തെ ഫേസിൽ പിന്നെ ക്ലോത്ത് അങ്ങനത്തെ ടോയ്സ് അങ്ങനെയൊക്കെ ഉണ്ടാവും, പല ഇതായിട്ടാണ്. അപ്പം നമ്മൾക്ക് വേണ്ട പ്രൊഡക്റ്റിൻ്റെ ഇത് ഫേസ് ചെയ്താൽ അതനുസരിച്ച് നമുക്ക് ക്യാനൻ ഫെയറിലേക്ക് പോകാൻ പറ്റുമോ. അപ്പോൾ പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് കണ്ട് ഐഡിയ കിട്ടും. അതാണ് ഞാൻ ഈ മലപ്പുറത്തിനൊക്കെ കുറേ പാക്കേജസ് കാണാം. ക്യാൻറ്റൻ ഫെയറിന് പോകുന്നു, ഞങ്ങൾ ക്യാൻറ്റൻ ഫെയറിന് പോകുന്നുണ്ട്, ഞങ്ങളുടെ കൂടെ വന്നു കഴിഞ്ഞാൽ യു ക്യാൻ ഡു ദിസ്. അപ്പോൾ എന്ത് കോസ്റ്റ് വരും അങ്ങനത്തെ? എനിക്കൊന്ന് ഒരു ഓണ്ടർപ്രീനർ ആണെങ്കിൽ അവനിപ്പം ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് ഈ ക്യാൻറ്റൻ ഫെയറിന് പോയാൽ മതി എന്നാണ്. കറക്റ്റ് ഐഡിയ അവിടെ നിന്ന് വരും. അതെ ഓണ്ടർപ്രീനറുടെ ആൾക്കാരെ ഫസ്റ്റ് പോകേണ്ട സ്ഥലം ക്യാനൻ ഫെയർ ആണ്. ഓക്കെ, എന്ത് കോസ്റ്റ് ഉണ്ടാവും അങ്ങനത്തെ ഒരു ഇതിന്? അത് ഒരു ക്യാൻറ്റൻ ഫെയർ സമയത്ത് കുറച്ച് കൂടുതലായിരിക്കും കോസ്റ്റ്. അതൊരു ഫെയർ നടക്കുന്ന സമയമാണ്. സ്വാഭാവികമായിട്ടും അവിടുത്തെ ഹോട്ടൽ ചാർജസ് കൂടും, പിന്നെ ഫ്ലൈറ്റിൻ്റെ ചാർജ് കൂടും. അപ്പോൾ ഇവിടെ ഞാൻ കണ്ടിട്ടുള്ളത് ഈ ട്രാവൽ ഏജൻസികളൊക്കെ ഒരു ഓഫർ ചെയ്യുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു 1.25 to 7 ദിവസത്തെ പ്ലാനായിട്ട് ഒരു 1.5 ലക്ഷം വരെയുള്ള പാക്കേജ്. പിന്നെ അതിൽ കൂടുതൽ വലിയ സ്റ്റാൻഡേർഡ് ഹോട്ടലൊക്കെ കൊടുക്കുന്ന ആളുകൾക്ക് ഇതുണ്ടാവും. മനസ്സിലായി. ആ സമയത്ത് പൊതുവെ കുറച്ച് കൂടുതലാണ്. ഒരു 1.5 ലക്ഷം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാൻറ്റീൻ ഫെയറിൽ പോയിട്ട് നല്ലൊരു ഐഡിയയും ഒരു സപ്ലയറായിട്ട് തിരിച്ചു വരാൻ പറ്റുമോ? അതെ തീർച്ചയായിട്ടും നല്ലൊരു ഐഡിയ ആയിട്ട് വരാൻ പറ്റും. പിന്നെ അവിടെ ക്യാൻറ്റീൻ ഫെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോകത്തിലെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റാണ്, ഇതാണ് അവിടെ ചെയ്യാം. അപ്പോൾ പൊതുവേ ഇന്ത്യൻ മാർക്കറ്റ് കുറച്ചൊരു പ്രൈസ് സെൻസിറ്റീവ് ആണ്. അതായത് നമ്മളെ പ്രൈസ് സെൻസിറ്റീവ് പറഞ്ഞാൽ നമ്മൾ വാല്യൂ ഫോർ മണി നോക്കുന്ന ആളാണ് ഇന്ത്യൻ കസ്റ്റമേഴ്സ്. അങ്ങനത്തെ ഒരു കേസിൽ നമുക്ക് ചില സമയത്ത് അവിടുത്തെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് നമുക്ക് മാച്ച് ആവണമെന്നില്ല. അപ്പോൾ നമുക്കൊരു പ്രൊഡക്റ്റ് ഐഡിയ കിട്ടിയാൽ അത് നമുക്ക് പുറത്തുള്ള മാർക്കറ്റ് പോയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതായത് ചില കമ്പനികൾക്ക് 2 പ്രൊഡക്ഷൻ ലൈൻ ഉണ്ടാവും. ഒന്ന് ഇന്ത്യൻ മാർക്കറ്റിലേക്കുള്ള പ്രൊഡക്ഷൻ ലൈൻ, രണ്ടാമത്തത് മറ്റേ യൂറോപ്പ് ഇതിലേക്കുള്ള. കാരണം അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി തന്നെ ഡിഫറെൻ്റ് ആയിരിക്കും, പ്രൈസിങ് ഡിഫറെൻ്റ് ആയിരിക്കും, അങ്ങനെ ഇതുണ്ട്. അപ്പോൾ നമ്മൾ ആ രീതിയിൽ നോക്കിയിട്ട് നമുക്ക് പ്രൊഡക്റ്റ് പ്രൈസിങ് നോക്കിയിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ക്യാൻറ്റീൻ ഫെയറിന് പോവാതെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ത് പ്രൊഡക്റ്റ് ചെയ്യാമെന്നുള്ളത്? ട്രെൻഡിങ് പ്രൊഡക്റ്റ് ഏതാണ്? ട്രെൻഡിങ് പ്രൊഡക്റ്റ് അത് നമ്മൾ പൊതുവേ മാർക്കറ്റ് റിസർച്ചാണ് ഇതിന് വേണ്ടത്. ഈ സാധാരണ ഇ-കോമേഴ്സിലൊക്കെയാണ് ചെറിയ പ്രൊഡക്റ്റുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഈ ടൂളുകളൊക്കെ അവൈലബിൾ ആണ്. എന്താണ് ആമസോണിൽ പോകുന്നത്, എനിക്കൊണ്ടത് ഹീലിയം പോലത്തെ ഒക്കെ റിസർച്ച് ടൂളുകളുണ്ട്. അത് ഏതാണ് ഏറ്റവും കൂടുതൽ, പക്ഷെ അത് ചിലപ്പോൾ ഒരു കുറഞ്ഞ കാലത്തേക്ക് അത് ഉണ്ടാകുള്ളൂ. എപ്പോഴും നമ്മളൊരു ഒരു ഓൺ ബ്രാൻഡ് ബിൽഡ് ചെയ്യണം, ഒരു എന്തെങ്കിലും ബിസിനസ് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ ഇത് ചെയ്യാം. നമ്മൾ അതിൻ്റെ പ്രൈസിങ് പഠിക്കുക. നമ്മൾ ഇന്ത്യയിലുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ, പിന്നെ ഒരു എക്സാമ്പിൾ ബിൽഡിംഗ് മെറ്റീരിയൽ ആണെങ്കിൽ പല പ്രൊഡക്റ്റുകളുണ്ട്. അതെ, അപ്പോൾ അത് അപ്ഡേറ്റഡ് പ്രൊഡക്റ്റ് കൊണ്ടുവരാൻ ശ്രമിക്കുക. അത് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഫിക്സ് ആവുക പ്രൈസ്, അങ്ങനെ നമ്മൾ റിസർച്ച് ചെയ്യാണ് വേണ്ടത്. ഇ-കൊമേഴ്സിലേക്കാണെങ്കിൽ ഷോർട്ട് പീരീഡിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ടൂളുകൾ വെച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റും. അത് നമുക്ക് സോഴ്സ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞാനൊരു പ്രൊഡക്റ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇനി എനിക്ക് എങ്ങനെ സപ്ലയറെ കണ്ടെത്താം? കാരണം ഞാൻ ഇപ്പോൾ ഈ 1.5 ലക്ഷം, ഓക്കെ, അതൊരു വേ ആണ്. ക്യാൻറ്റീൻ ഫെയറിൽ പോയിട്ട് കണ്ടുപിടിച്ച് സപ്ലയറോട് സംസാരിച്ച് കണ്ടുപിടിക്കുന്നത് 1 വേ. സെക്കൻഡ് വേ എന്താണെന്ന്, അതായത് ഈ കാശില്ലാതെ തന്നെ എനിക്കിത് ചെയ്യാൻ പറ്റുമോ? അതായത് ഞാനൊരു പ്രൊഡക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്തു, ഹീലിയം ഒക്കെ വെച്ച് കെറ്റ്സിലും ഒക്കെ ഇന്ന സാധനം. ഇപ്പോൾ ബോട്ട് അങ്ങനെ ഉണ്ടാക്കിയൊരു കമ്പനിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് അവർക്ക് സ്പീക്കേഴ്സ് ആയിരുന്നു ബോട്ട് ആദ്യം സെല് ചെയ്തത്. എനിക്കൊന്ന് ഹെഡ്സെറ്റ് ഒക്കെയാണ് സെല് ചെയ്തത്. അപ്പോൾ അവർ നേരെ ചൈനയിൽ കണ്ടു. അങ്ങനെ സപ്ലയേഴ്സിനെ എങ്ങനെ കണ്ടുപിടിക്കും ചൈനയിൽ? ഇത് മൾട്ടിപ്പിൾ രീതിയിൽ നമുക്ക് സപ്ലൈസിനെ കണ്ടുപിടിക്കാം. പൊതുവെ ഇപ്പോൾ സാധാരണ ഒരു തുടങ്ങുന്ന യങ്സ്റ്ററിലായിരുന്നു. ഇപ്പം ഞാൻ പണ്ട് നോക്കിയിരുന്നത് അലിബാബ, അതൊരു സപ്ലൈസിൻ്റെ ഒരു പോർട്ടലാണല്ലോ. അവിടെ വെരിഫൈഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് ഒരു പ്രൊഡക്റ്റ് സെല് ചെയ്യുന്നത് അവിടെ നോക്കിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷേ അവർ ജസ്റ്റ് പ്രൊഡക്റ്റ് സോഴ്സ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് നമുക്ക് തരുള്ളൂ. അവർ ഷിപ്പിംഗ് കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്തു തരില്ല. അപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ എൻ്റെ ഒരു പ്രൊഡക്റ്റ് FOB ആയിരിക്കും. അവിടെ സാധനം തരും. അതെ അവിടെ അവർ സാധനം തരും. ബാക്കിയുള്ള ക്ലിയറൻസ് അല്ലെങ്കിൽ ഒന്നുകിൽ ഇപ്പോൾ നമ്മൾ DHL, FedEx പോലത്തെ ഇതിലാണ് അയക്കുക.
അങ്ങനെ അയക്കുന്ന സമയത്ത് പൊതുവെ ഈ പൊളിറ്റിക്കൽ ഇഷ്യൂ കൊണ്ട് ഇതിൻ്റെ സ്ക്രൂട്ടിനിറ്റി കുറച്ച് കൂടുതലാണ്. നമ്മുടെ ഒരു പ്രൊഡക്റ്റ് ഇവിടെ എത്തുമ്പോൾ കസ്റ്റംസ് നിന്നൊക്കെ കൂടുതലാണ്. ചിലപ്പോൾ അത് അവിടെ പ്രൊഡക്റ്റ് അവിടെ കുടുങ്ങി കിടക്കും. അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അലിബാബയിൽ നമുക്ക് സപ്ലൈസിനെ കണ്ടെത്താൻ പറ്റും, ഫാക്ടറീസിനെ കണ്ടെത്താൻ പറ്റും. പക്ഷേ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അവിടെ പോയിട്ട് പിന്നെ സോഴ്സ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് അപ്രോച്ച്. അതല്ലാതെ നമുക്ക് അവിടെ ഒരു സോഴ്സിങ് ഏജൻറ്റ്, നമുക്ക് ട്രസ്റ്റബിൾ ആയിട്ടുള്ള സോഴ്സിങ് ഏജൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ കണ്ടെത്തിയ സപ്ലയറുടെ കോൺടാക്റ്റും പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് അവർ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് വേണ്ടിയിട്ട് ആ പ്രൊഡക്റ്റ് സോഴ്സ് ചെയ്യും. എന്നിട്ട് പിന്നെ അവർ തന്നെ നമുക്ക് ഒന്നിൽ FOB അല്ലെങ്കിൽ ഈ ഫ്രൈറ്റ് ഫോർവേഡിങ് കമ്പനികളായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതായത് ഇപ്പോൾ ഇതിൽ അറിയേണ്ട ഇപ്പോൾ സാധാരണ ഇപ്പോൾ DHL പോലത്തെ DHL FedEx എന്നൊക്കെ പറഞ്ഞ പാർസൽ കമ്പനി, അതായത് ചെറിയ ചെറിയ പ്രൊഡക്റ്റുകൾ വളരെ ഫാസ്റ്റായിട്ട് അവർ ഷിപ്പ് ചെയ്യും. അത് ലോകത്തിന് എല്ലായിടത്തും ചെയ്യും. ശരിയാണ്. രണ്ടാമത്തെ കാർഗോ കമ്പനീസാണ്. കാർഗോ കമ്പനീസ് പറഞ്ഞാൽ അവർ ട്രാൻസ്പോർട്ടേഷൻ അവിടുന്ന് എടുത്താൽ അത് ഇവിടെ എത്തിക്കും. അതായത് കുറച്ച് വലിയ കൺസൈൻമെൻറ്റുകളൊക്കെയാണ് കാർഗോ കമ്പനീസ്. മനസ്സിലായി. ഇനി ഫ്രൈറ്റ് ഫോർവേഡിങ് കമ്പനികൾ എന്നാണ്. അത് ഫ്രൈറ്റ് ഫോർവേഡിങ് കമ്പനികൾ എൻഡ് ടു എൻഡ് മാനേജ് ചെയ്യും. അതായത് അവിടുന്ന് പ്രൊഡക്റ്റ് സോഴ്സ് ചെയ്യാൻ വേണമെങ്കിൽ അവർ ഹെൽപ്പ് ചെയ്യും. ഇനി സോഴ്സ് ചെയ്ത പ്രൊഡക്റ്റ് ആണെങ്കിൽ തന്നെ അവരതിലെ ഡോക്യുമെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യും. ആ ഡോക്യുമെൻറ്റ്സ് പ്രിപ്പയർ ചെയ്തിട്ട് ഷിപ്പിംഗ് അവർ അറേഞ്ച് ചെയ്യും. ഷിപ്പിംഗ് അറേഞ്ച് ചെയ്തിട്ട് അവർ നമ്മളെ ഇന്ത്യയിലേക്ക് ബേസിക്കലി ഡോർ ടു ഡോർ ഡെലിവറി. അതെ ഫുൾ ആയിട്ടുള്ള അത് അവർ ചെയ്യും. കാരണം ഇവിടുത്തെ ക്ലിയറൻസ് പറയുന്നത്, ക്ലിയറിംഗ് എന്ന് പറയുന്നത് കുറച്ചൊരു കോംപ്ലക്സ് പ്രോസസ്സാണ്. പല പ്രൊഡക്റ്റും പല രീതിയിലാണ് ഇതിന് ക്ലിയറിംഗ് വരാം. ഒരു ക്ലിയറിംഗ് ഏജൻറ്റ് സെപ്പറേറ്റ് ആയിട്ട് അതിന് സർട്ടിഫൈഡ് ആയിട്ടുള്ള ക്ലിയറിംഗ് ഏജൻറ്റ് വേണം. അപ്പം അവരാണ് ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥരായിട്ട്, ഗവൺമെൻറ് അതോറിറ്റി ആളുകളാണല്ലോ, അവരെ കൊണ്ടത് ഇൻസ്പെക്ട് ചെയ്യിപ്പിക്കാനും അതൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന ആൾ ഈ ക്ലിയറിംഗ് ഏജൻറ്റാണ്. അവിടെ ഭയങ്കര കോംപ്ലക്സിറ്റി ഉണ്ട്. അതൊരു കോംപ്ലക്സ് പ്രോസസ്സാണ്. അപ്പോൾ ഒരു ഫ്രൈറ്റ് ഫോർവേഡിങ് കമ്പനി ആണ് ഇത് ഫുള്ളായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് സപ്ലയർ കണ്ടെത്തി ഇങ്ങനെ നമുക്ക് എവിടെ നമുക്ക് കണ്ടെത്താൻ പറ്റും. ക്യാനൻ ഫെയർ അല്ലാതെ ഓൺലൈനിലൂടെ കണ്ടെത്താൻ പറ്റും. പക്ഷേ മെയിനായിട്ട് അലിബാബ ആണ് ഒരു നല്ലൊരു സോഴ്സ്. അത് എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ടുള്ളത് അലിബാബ അല്ലെങ്കിൽ 1688 പറഞ്ഞിട്ടുള്ള ഒരു .com എന്നുള്ളൊരു ഇതുണ്ട്. 1688.com. 1688.com ചൈനക്കാരുടെ ഒരു നെയിമിങ് അങ്ങനത്തെ ഒരു ഇതാണ്. അതെ, അത് കുറച്ചുകൂടി ലോ കോസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇവു പറഞ്ഞൊരു സ്ഥലമുണ്ട് ചൈനയിൽ. YIW എന്ന് പറഞ്ഞിട്ടുള്ളത് ഇവു. ഓക്കെ, അവിടെയാണ് നമുക്ക് ഈ ചെറിയ ഐറ്റംസുകളൊക്കെ, ഈവൻ ടോയ്സ് കിട്ടും, അതുപോലെ കീ ചെയിനുകൾ, ഗ്ലാസ് ഐറ്റംസ്. നമ്മൾ ഇ-കോം ഷോയിലൊക്കെ പലരും ഈ ബോട്ടിൽ എവിടെ നിന്ന് കിട്ടുമെന്നൊക്കെ ചോദിക്കുന്നു. അതൊക്കെ അവിടെ നിന്ന് കിട്ടും. ഗ്രൂപ്പിൽ അതെ അത് അവിടെ നിന്നാണ് കിട്ടുക. അത് നമുക്ക് അവിടെ കൂടുതലായിട്ട് ട്രേഡേഴ്സ് ഉണ്ടാവും. ചെറിയ നമുക്ക് പോയിട്ട് ഒരു ബോക്സ് വാങ്ങാം, 2 ബോക്സ് അങ്ങനത്തതൊക്കെ വാങ്ങാൻ പറ്റും. ഒന്നും നല്ലൊരു പകരമായിട്ടൊരു 10-20 വാങ്ങാൻ പറ്റുന്നൊരു ഓപ്ഷനാണ് ഇവു. അതൊരു വലിയൊരു ഏരിയ ആണ്. അവിടെ പോയിട്ട് നമുക്ക് പലത് സോഴ്സ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ചോദിച്ചത് എവിടെയായിരുന്നു? ഇപ്പോൾ നമ്മളുടെ അതായത് ബേസിക്കലി നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ സോഴ്സ് ചെയ്തു. ഇപ്പം നിങ്ങൾ പറഞ്ഞത് നമുക്ക് കസ്റ്റംസ് ക്ലിയറൻസ് ആണ് പ്രശ്നം. അപ്പം ആലിബാബയെ നമുക്ക് എടുക്കാം, ആലിബാബയെ നമുക്ക് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഇവു പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് സംഭവങ്ങൾ ചെയ്യാം. അതെ, ഇവുവിൻ്റെ തന്നെ ഒരു പിന്നെ മാർക്കറ്റ് പ്ലേസ് ഉണ്ട്. ഇവുവിൽ എന്തൊക്കെ പ്രൊഡക്റ്റ് ഉണ്ട് എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്നിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. അതേതാ മാർക്കറ്റ് പ്ലേസ്? അത് ഞാൻ വെബ്സൈറ്റിൻ്റെ പേര് പറയാം, നിങ്ങൾ കാണിച്ചോളൂ. നമ്മൾ താഴെ കൊടുക്കണം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണതാണ്. അതിൽ ഇവുവിൽ എന്തൊക്കെയുണ്ട് അവിടെ നിങ്ങൾക്ക് ആദ്യം വഴി നിങ്ങൾക്ക് സപ്ലൈസിന് കിട്ടും. അപ്പോൾ അവിടെ മെയിനായിട്ട് ട്രേഡേഴ്സ് ആയിരിക്കും ഉണ്ടാവുക, അതുപോലെ തന്നെ മാനുഫാക്ചേഴ്സ് ഉണ്ടാവും. അപ്പം നമുക്ക് വലിയ ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ മാനുഫാക്ചേഴ്സ് അല്ലെങ്കിൽ ഫാക്ടറി പോയാൽ മതി. അതല്ലെങ്കിൽ നമുക്ക് ഈ ട്രേഡേഴ്സിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ 100 പീസും 1000 പീസും ഒക്കെ തരും. ചിലപ്പോൾ ചില ഈ കിച്ചനൊക്കെ ചിലപ്പോൾ മാനുഫാക്ചേഴ്സ് 10,000 പീസൊക്കെ ആയിരിക്കും പറയാം. നമുക്ക് അത്രയൊന്നും ആവശ്യം ഉണ്ടാവില്ല. നമുക്കൊരു ഈവൻ 500 പീസ് 1000 പീസൊക്കെയാണ് ഇവിടെ അടുത്ത് പോയിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ട്രേഡേഴ്സിൻ്റെ അടുത്ത് പോയി എടുക്കുക. അതെ, ചെറിയ പീസാണെങ്കിൽ എപ്പോഴും ബെസ്റ്റ്. അവരുടെ പ്രൈസ് കുറച്ച് കൂടുതലായിരിക്കും ട്രേഡേഴ്സിൻ്റെ അടുത്ത്, പക്ഷേ നമുക്ക് കുറഞ്ഞ ക്വാണ്ടിറ്റി കിട്ടും. കുറഞ്ഞ ക്വാണ്ടിറ്റി, അതായത് MOQ വേണ്ട, മിനിമം ഓർഡർ ക്വാണ്ടിറ്റി വേണ്ട. അവർക്കൊരു MOQ ഉണ്ടാവും, പക്ഷേ കമ്പാരിറ്റീവ്ലി കുറഞ്ഞ MOQ ആയിരിക്കും. മനസ്സിലായി. അപ്പോൾ നമ്മൾ ഇവുലായിരുന്നു. അപ്പോൾ നിങ്ങൾ പറഞ്ഞു ivugo.com ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇനിയുള്ളത് ഓക്കെ, എത്ര ക്വാണ്ടിറ്റി വേണം എനിക്ക് കസ്റ്റം ബ്രാൻഡ് ചെയ്യാൻ? അപ്പോൾ ഞാനിപ്പോൾ ഒരു ഇ-കൊമേഴ്സ് സ്റ്റോർ അല്ലെങ്കിൽ ഇനി ഓഫ്ലൈൻ സ്റ്റോറും ആയിക്കോട്ടെ, എത്ര ക്വാണ്ടിറ്റി എടുത്ത് എനിക്ക് കസ്റ്റം ബ്രാൻഡിങ് ചെയ്യാൻ പറ്റും അറ്റ് അഫോർഡബിൾ റേറ്റ്? ഓക്കെ, ഇതിൽ ഓരോ മാനുഫാക്ചറിന് അനുസരിച്ചിട്ട് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് നിങ്ങളൊരു ബോട്ടിൽ എടുക്കുക. ബോട്ടിൽ നിങ്ങളുടെ കസ്റ്റം ബ്രാൻഡ് ചെയ്യണം എന്ന് വിചാരിക്കുന്ന സമയത്ത് ഇതിൽ തന്നെ ബോട്ടിൽ പല കളേഴ്സ് ഉണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, ഇപ്പോൾ നിങ്ങളുടെ ഒരു ഷേപ്പ് ഉള്ളൊരു ബോട്ടിൽ കൊണ്ടുവന്നു. അപ്പോൾ ആ ബോട്ടിൽ അവർക്ക് ആദ്യം അത് നിലവിൽ മാർക്കറ്റിൽ ഇല്ലാത്തതാണെങ്കിൽ അതിനൊരു മോൾഡ് ഉണ്ടാക്കണം. അപ്പോൾ അതൊരു വലിയൊരു കോസ്റ്റ് വരും. ഓക്കെ, അതുകൂടാതെ ഇതിന് പല കളേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് പല രീതിയിലുള്ള വ്യത്യാസങ്ങൾ വരുത്തേണ്ടി വരും. അപ്പോൾ നമ്മളുടെ റിക്വയർമെൻറ്റ് ഇപ്പോൾ ഒരു സിംഗിൾ പ്ലെയിൻ കളറിൽ ഒരു നിലവിലുള്ള ഒരു മോൾഡാണ്
എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ കോസ്റ്റ് കുറഞ്ഞിട്ട് ചെയ്യാൻ പറ്റും. MOQ കുറവായിരിക്കും, ഇതൊക്കെ കുറയും. നേരെ ഓർഡർ മിനിമം ഓർഡറൊക്കെ അവർ ചെയ്തു തരും. അതെ. എന്നാൽ നമ്മളുടെ സ്പെഷ്യൽ റിക്വയർമെൻ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ അവരാദ്യം പറയും നമുക്ക് ഇത്ര മിനിമം വേണ്ടി വരും. അതായത് ചെറിയ വാല്യൂ കുറയുന്നതനുസരിച്ച് ചെയ്യും. ഇപ്പോൾ ബോട്ടിൽ ഒരു 50 രൂപയാണ് വിചാരിച്ചോളൂ. അപ്പോൾ അതിനനുസരിച്ച് എണ്ണ കൂടും. അപ്പോൾ 10,000 20,000 ഒക്കെ ആയിരിക്കും MOQ വരുന്നത്. കറക്റ്റ്. നേരെ കുറച്ച് വാല്യൂ കുറച്ച് കൂടുതലാണെങ്കിൽ ഇപ്പോൾ ഒരു 1000 രൂപൻ്റെ ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് അത് MOQ കുറഞ്ഞു വരും. 1000 ആവാം, ചിലപ്പോൾ 500 ഒക്കെ ആവാം. അപ്പോൾ ബേസിക്കലി അവർക്ക് അവരുടെ ഒരു കോസ്റ്റ് മീറ്റ് ചെയ്യണം, അവരുടെ പ്രൊഡക്ഷൻ്റെ കോസ്റ്റ് മീറ്റ് ചെയ്യാനും പിന്നെ അവരുടെ പ്രോഫിറ്റും കണ്ടിട്ടാണ് അവർ MOQ പറയാം. ബേസിക്കലി നമ്മൾ ബിസിനസ് കാർഡ് പ്രിന്റ് ചെയ്യുന്ന പോലെ. അതെ, ഒരു ബിസിനസ് കാർഡ് പ്രിന്റ് ചെയ്യാൻ ഭയങ്കര പൈസ ആയിരിക്കും, പക്ഷെ ഒരു 10,000 പ്രിന്റ് ചെയ്യാൻ അത്ര കാശ് ഉണ്ടാവില്ല. കറക്റ്റ്. എന്താ പറയുക, മോൾഡ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് കുറച്ചൊരു കോംപ്ലക്സ് പ്രോസസ്സാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഒരു ഹെഡ്സെറ്റ് നമ്മൾ ഇപ്പോൾ ബോട്ട് അല്ലെങ്കിൽ ബോൾട്ട് അങ്ങനെ പല ഇതുണ്ടല്ലോ, ബ്രാൻഡുകളുണ്ട്. നോയ്സ് അപ്പം അവരുടേതല്ലാത്ത ഒരു സ്റ്റൈലിൽ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കമ്പനി നമുക്ക് വേണ്ടി ആ ഒരു മോൾഡ് ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ ഡിസൈനറിനെ വെച്ച് ചെയ്ത ഡിസൈൻ വെച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റിൻ്റെ മോൾഡ് അവർ ക്രിയേറ്റ് ചെയ്യണം. അത് ചിലപ്പോൾ വലിയ ഇനീഷ്യൽ നല്ല കോസ്റ്റ് വരും. പക്ഷേ നമ്മളത് എന്താ പറയുക, നമുക്ക് കൂടുതൽ എണ്ണം 1,00,000 പീസൊക്കെയാണ് വലിയ കമ്പനികൾക്ക് അടിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ മോൾഡിൻ്റെ കോസ്റ്റ് അതിൽ വരുമ്പോൾ നമ്മളുടെ യൂണിറ്റ് പ്രൈസ് കുറയും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ മാനേജ് ചെയ്യുക. ഒരു മോൾഡിന് അങ്ങനത്തെ ഇപ്പോൾ ഇയർഫോണിൻ്റെ മോൾഡ് വെച്ചാൽ എന്ത് കൈൻഡ് ഓഫ് കോസ്റ്റിംഗ് ആണ് നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ? ഇല്ല, ഞാൻ ഇയർഫോണിൻ്റെ ഞാൻ ചെയ്തിട്ടില്ല. കാരണം എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പല പ്രൊഡക്റ്റുകളുടെ ഇത് ചെയ്തിട്ടാണ്. നിലവിൽ കുറേ മോൾഡുകൾ അവൈലബിൾ ആണ്. നമ്മൾ വേറെ പുതിയ മോൾഡ് ഉണ്ടാക്കാൻ പറ്റില്ല. അതെ, കോസ്റ്റ് എക്സിസ്റ്റിംഗ് മോൾഡ് വെച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു മിനിമം ഓർഡർ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളെ പിന്നെ ഗ്രൂപ്പിൽ തന്നെ ചോദിച്ചിരുന്നു, ഒരു ബോട്ടിൽ ട്രാൻസ്പാരൻറ്റ് ബോട്ടിൽ ക്യാപ്പൊക്കെ ഫിറ്റ് ആക്കുന്നത്, അങ്ങനത്തെ ഒരു സാധനത്തിന് എന്ത് മിനിമം ഓർഡർ ക്വാണ്ടിറ്റി വേണ്ടി വരും നമ്മൾ കസ്റ്റം നമുക്ക് നമ്മളെ ബ്രാൻഡിൽ ചെയ്യണമെങ്കിൽ? അത് സിംഗിൾ കളറ് ഞാൻ കണ്ടിട്ടുള്ളൊരു ഇതാണ്, പല ഡിഫറെൻ്റ് ആയിരുന്നു. സിംഗിൾ കളർ ഒരു 1000, ചിലർ 500 വരെയൊക്കെ ചെയ്യും. 1000 ഒക്കെ മിനിമം നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാലും മാത്രമേ പിന്നെ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ കാണുന്ന വെച്ചിട്ട് അവർ, അതായത് ഇപ്പോൾ ഒരു അത്യാവശ്യം നല്ലൊരു RB വരും അല്ലെങ്കിൽ അത്യാവശ്യം ഡോളേഴ്സിൽ പർച്ചേസ് വരുന്നുണ്ടെങ്കിൽ അവർ ഇതാക്കും. മനസ്സിലായി. ഇനി അതിൽ നമുക്ക് തന്നെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ചിലത് 2000 പീസ് ആയിരിക്കും, പക്ഷേ അതിൽ നിങ്ങൾക്ക് 3 കളർ സെലക്ട് ചെയ്യാം, അങ്ങനെയൊക്കെ ഓപ്ഷൻസ് വരും. മനസ്സിലായി. അപ്പോൾ MOQ നമുക്ക് എന്താ പറയുക, കുറഞ്ഞ അങ്ങനത്തെ രീതിയിലൊക്കെ നമുക്ക് കുറഞ്ഞ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ഞാൻ ഇപ്പോൾ മനസ്സിലായി, നിങ്ങൾ സോഴ്സിങ് സ്പെഷ്യലിസ്റ്റ് പറഞ്ഞല്ലോ. ഞാൻ മനസ്സിലാക്കി അവിടത്തോളം കുറേ മലയാളികൾ തന്നെ അവിടെ പോയിട്ട് കമ്പനി സെറ്റ് ചെയ്തിട്ടുണ്ട്, ഈ സോഴ്സിങ് ഏജൻറ്റ്സ് അല്ലേ? കറക്റ്റ്. അപ്പോൾ സോഴ്സിങ് ഏജൻറ്റ് എങ്ങനെ കറക്റ്റ് സോഴ്സിങ് ഏജൻറ്റ് നമുക്ക് കണ്ടുപിടിക്കാം, നമുക്ക് പറ്റിയൊരു സോഴ്സിങ് ഏജൻറ്റിന്? അതെ, ഇപ്പോൾ സോഴ്സിങ് ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ചൈനയിൽ പോയിട്ട് ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യുന്നു ഒരു കമ്പനി പോയിട്ട്, അത് ഇവർ ഓൾറെഡി ഉണ്ടാക്കി വെക്കില്ല. നമ്മൾ ഓർഡർ ചെയ്ത പ്രൊഡക്റ്റ് അവർ ഡെഡ് സ്റ്റോക്ക് ആകുമല്ലോ. അപ്പോൾ അവർ നമ്മൾ ഓർഡർ കൊടുത്തതിന് ശേഷമാണ് അവർ മാനുഫാക്ചർ ചെയ്യുക. അതായത് ചിലപ്പോൾ 15 ദിവസമാവും, 20 ദിവസമാവും, ചില 40 ദിവസമാവും. അതിനുശേഷം നമ്മളിപ്പോൾ ഇത് ഓർഡർ കൊടുത്ത് തിരിച്ചു വന്നിട്ടുണ്ടാവാം. അതെ. അതിനുശേഷം അത് ഫോളോ അപ്പ് ചെയ്യാനും അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്ത്, ഇപ്പോൾ ചിലപ്പോൾ മൾട്ടിപ്പിൾ സ്ഥലത്ത് നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ടാവും, അതൊക്കെ കളക്ട് ചെയ്ത് ഒരു വെയർ ഹൗസിൽ എത്തിച്ച് അവിടെ നിന്ന് ചെക്ക് ചെയ്തിട്ട് ഒരു കണ്ടെയ്നറിലാക്കി വിടാനുള്ളൊരു സപ്പോർട്ട് നമുക്ക് വേണം. ഇപ്പോൾ ലുലു പോലത്തെ കമ്പനിക്കൊക്കെ അവിടെ സോഴ്സിങ്, അവിടെ അതിനായിട്ടൊരു കമ്പനി അവിടെ ഉണ്ടാവും. ലുലു, നെസ്റ്റോ പോലത്തെ വലിയ കമ്പനികൾക്കൊക്കെ അവിടെ ഒരു ചൈനയിൽ തന്നെ ഒരു സോഴ്സിങ് കമ്പനി ഉണ്ട്. നമ്മൾ സാധാരണ കൺസോൾട്ടേഷൻ കമ്പനി എന്ന് പറയാം അല്ലേ? അതെ, എല്ലാം കൂടി എല്ലാ സ്ഥലത്തിനും എടുത്തിട്ട് അവിടെ കൺസോൾട്ടേറ്റ് ചെയ്യും. അതെ, അവരെ പർച്ചേസേഴ്സ് ഒക്കെ വലിയ കമ്പനികളുടെ പർച്ചേസേഴ്സ് ആണ്. നേരെ മറിച്ച് ഇപ്പോൾ ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റാണ്, അവർക്ക് ഇതേപോലത്തെ റിക്കവറി ഉണ്ടാവും, വലിയൊരു ബ്രാൻഡ്. അപ്പോൾ അവരെന്താ വെച്ചാൽ ഇതിന് പറ്റിയ ആളുകളെ അവിടെ ഹയർ ചെയ്യും. അപ്പോൾ ആ ഒരു സ്പേസിലേക്കാണ് അവിടെ ചൈനീസ് ആളുകളാണ്, ചൈന അറിയണം നമുക്ക് മെയിനായിട്ട് സോഴ്സ് ചെയ്യുന്നത്. കാരണം ലോക്കലായിട്ടുള്ള ആളുകൾക്കൊക്കെ ഇപ്പോൾ നമ്മളെ കേരളത്തിൽ നിന്ന് ഒരു മാനുഫാക്ചർ ചിലപ്പോൾ ഇംഗ്ലീഷ് അറിയണമെന്നുണ്ടാവില്ലല്ലോ. അതാണ് മാൻഡറിൻ അറിയണോ? മാൻഡറിൻ അല്ല അവിടുത്തെ ചൈനീസ് തന്നെ, അതിൻ്റെ ഡീറ്റെയിൽ ഇതറിയില്ല. അപ്പോൾ ഇംഗ്ലീഷ് വെച്ചിട്ട് നമുക്ക് അയച്ചിലാവാന്ന് മനസ്സിലായി. അതെ, നമ്മൾ അവിടെ പോയിട്ട് നമുക്ക് എന്താ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന കുറേ ഡിവൈസുകളുണ്ട്, അത് ചെയ്യാം. അല്ല നമ്മൾ ജസ്റ്റ് ഗൂഗിൾ വർക്ക് ചെയ്യില്ല, ഗൂഗിളും ഫേസ്ബുക്ക് അങ്ങനത്തെ ഒന്നും വർക്ക് ചെയ്യില്ല. അപ്പം അവരുടെ ആപ്പുകളുണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്, അത് വെച്ചിട്ട് നമുക്ക് സംസാരിച്ചാൽ തിരിച്ച് അങ്ങോട്ടേക്ക് ചൈനീസിലാക്കി കൊടുക്കുന്നത്. നല്ല മനുഷ്യന്മാരാണല്ലോ. നിങ്ങൾ നമ്മളെ ഭാഷ പഠിക്കാൻ മതി. നമ്മൾ പറയലുണ്ട്, പിന്നെ ഇവിടെ ഒരാഴ്ച നമ്മളെ മലയാളികളോട് മലയാളം പഠിക്കും, അതേപോലെ അവിടെ ഒരു മലയാളം ചിലവാകില്ലല്ലേ, നമ്മളെ ഭാഷ തന്നെ പഠിക്കണം. എനിവേസ് നൈസ്. ഓക്കെ. അപ്പോൾ സോഴ്സിങ് ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഇപ്പോൾ കൂടുതലായിട്ടും മലയാളികൾ അവിടെ പോയി ഇങ്ങനെ സോഴ്സിങ് ഏജൻറ്റ് ചെയ്യുന്നത്. മലയാളികളുടെ പ്രത്യേകത വെച്ചാൽ ചൈനീസ് പെട്ടെന്ന് പഠിച്ചെടുത്ത മലയാളീസ് ഉണ്ട്, എനിക്ക് തന്നെ അറിയുന്ന കുറേ പേരുണ്ട് അവിടെ. മലയാളി കമ്മ്യൂണിറ്റി ഉണ്ട് അവിടെ, ഗോൺജോ ബേസ് ചെയ്തിട്ടുള്ളതൊക്കെ. ഓക്കെ. എന്നിട്ട് ഇവർ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യും. അതായത് ഒരാൾ ഇവിടെ നിന്ന് പ്രൊഡക്റ്റ് അയച്ചു കൊടുത്ത് അതിനെ സോഴ്സ് ചെയ്തിട്ട് പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് അവർ എടുത്തിട്ട് ആ പ്രൊഡക്റ്റ്
നമുക്ക് വേണ്ടിയിട്ട് പാക്ക് ചെയ്ത് ഇതിലാക്കി, ചിലപ്പോൾ കുറഞ്ഞ പ്രോഡക്റ്റ് ഉണ്ടാവാം, അല്ലെങ്കിൽ കണ്ടെയ്നർ ഫുള്ളായിട്ടുണ്ടാവാം. അത് അവർ കാർഗോ ടീമിനായിട്ട് കോൺടാക്ട് ചെയ്ത് അത് അറേഞ്ച് ചെയ്ത്, ഇപ്പോൾ GCC രാജ്യങ്ങളാണെങ്കിൽ ഇവിടുത്തെ ക്ലിയറിംഗ് ഏജൻസിനെ കോൺടാക്ട് ചെയ്ത് ഡോർ ടു ഡോർ ഡെലിവറി എത്തിക്കുന്നുണ്ട്. ഇന്ത്യയിലേക്കാണെങ്കിലും അവിടുത്തെ ക്ലിയറിംഗ് ഏജൻസിനെ ഇതാക്കിയിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. മനസ്സിലായി. അപ്പോൾ മലയാളികൾ വന്നുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടി സൗകര്യം കൂടുതലാണ് നമ്മളെ ഇതിലേക്ക്. ലാംഗ്വേജ് ബാരിയർ ഇല്ല. അതെ. പക്ഷേ ഓഫ് കോഴ്സ് നമ്മൾ ഡയറക്റ്റ് പോകുമ്പോഴല്ല പ്രൈസ് ഡിഫറൻസ് കുറച്ച് വ്യത്യാസം ഉണ്ടാവും. കാരണം അവർ അതിമേൽ മാർക്കപ്പ് തരിക. പലരും മാർക്കപ്പ് ഇടാം. പിന്നെ വലിയ കമ്പനികൾക്കൊക്കെ ആണെങ്കിൽ അവർക്ക് അറിയാം ഇതിനെ മുമ്പായിട്ട് എടുത്ത് പ്രൈസ് എടുത്തുകൊണ്ട് അവർക്ക് ഈ ഒരു നമ്മളിങ്ങനെ സാധാരണ സോഴ്സിങ് ഏജൻറ്റ് ഇങ്ങനെ പേ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു കോടിക്ക് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ 3 to 5% നമ്മൾ അവരുടെ ഇതായിട്ട് കൊടുക്കണം. കാരണം അതിന് അവർക്ക് അവിടെ കുറേ വർക്കുകൾ വരുന്നുണ്ട്. മനസ്സിലായി. ഒരു എക്സാമ്പിൾ അവർ ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യണം, അതൊക്കെ എടുത്ത് പിന്നെ ക്വാളിറ്റി ചെക്ക് ചെയ്യണം. ക്വാളിറ്റി കാരണം ബേസിക് ക്വാളിറ്റി ചെക്ക്. കറക്റ്റ്. അതല്ലാതെ തേർഡ് പാർട്ടി ചില പ്രൊഡക്റ്റൊക്കെ തേർഡ് പാർട്ടി ചെക്കിങ് വേണ്ടി വരും. കറക്റ്റ് ഇന്ന സ്പെക്ക് ഉണ്ട്, ഇന്ന സർട്ടിഫിക്കേഷന് ഉള്ളതിന് ഇല്ല സ്പെക്ക് ഉണ്ട് എന്നൊക്കെ അതിന് അവരെ അറേഞ്ച് ചെയ്യണം. അങ്ങനെ കുറേ ഇതുണ്ട്. അപ്പം സോഴ്സിങ് ഏജൻറ്റ് സാധാരണ എടുക്കുക നമ്മളൊരു 3 to 5% ആണ്. അത് അവർക്ക് കൊടുത്തു കഴിഞ്ഞാലും ഓക്കെ. അത് വലിയൊരു ഇൻസൈറ്റ് ആണ്. കാരണം 3 to 5% അവരെ എഫേർട്ടിനുള്ള പൈസയല്ലേ. കാരണം അതെ, നമ്മളവിടെ പോയി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കൺസൈൻമെന്റിൽ ഒരു പകുതി സാധനം ഡിഫക്റ്റീവ് ആണെങ്കിൽ തീർന്നു. അതെ, സാധനം ലോസായി പിന്നെ ബിസിനസ് അങ്ങോട്ട് ചെയ്യാൻ പറ്റില്ല. അതിന് പകരം ഇവരാണ് ആ ഒരു പെയിൻ എടുക്കണത്, അക്കൗണ്ടബിലിറ്റി എടുക്കണത്. അതെ. അലിബാബയിലേക്ക് നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മളിത് ചെക്ക് ചെയ്യുന്നില്ല, ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നില്ല. അതെ. അപ്പോൾ ഇവിടെ എത്തുന്ന പ്രൊഡക്റ്റിന് ക്വാളിറ്റി എന്താണെന്ന് അറിയില്ല. ഒരു ബൈ സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റ് ആയിരിക്കാം മിക്കവാറും. അപ്പോൾ ഒരു സോഴ്സിങ് ഏജന്റിന്റെ ആവശ്യം നമുക്ക് എപ്പോഴും ആവശ്യം. നമ്മൾ ചെറിയ രീതിയിൽ ടെസ്റ്റിങ്ങിനൊക്കെ ഓക്കെ, നമുക്ക് അലിബാബയൊക്കെ ട്രൈ ചെയ്ത് നോക്കാം, അങ്ങനത്തെ രീതിയിൽ ചെറിയ രീതിയിലൊക്കെ ചെയ്ത് നോക്കാം. സീരിയസ് ആയിട്ട് ബിസിനസ് ചെയ്യാൻ നമ്മൾ എപ്പോഴും ഒരു സോഴ്സിങ് ഏജന്റിന് ഉണ്ടാകുന്നതാണ് നല്ലത്. നമ്മളുടെ തന്നെ എക്സ്പീരിയൻസിൽ നമുക്ക് പലതും ഡാമേജിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ സോഴ്സിങ് ഏജന്റ് ഉണ്ടായതുകൊണ്ട് നമുക്ക് തിരിച്ചത് അടുത്ത കൺസൈൻമെന്റിൽ അവർ റിപ്പയർ ചെയ്യും. അത് റീപ്ലേസ് അവർ സംസാരിച്ചോളൂ മാനുഫാക്ചറോട്. അപ്പോൾ നിങ്ങളിപ്പം സ്കോറിയോയിൽ ചെയ്യുന്നത് സോഴ്സിങ് ഏജന്റ് വഴിയാണ്. അതെ, നമ്മളവിടെ പോയിട്ട് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യും, എന്നിട്ട് സോഴ്സിങ് ഏജന്റ് ഉണ്ട് നമുക്കായിട്ടുള്ള. അപ്പോൾ അവർ അതിനെ ക്ലിയർ ചെയ്ത് തരും എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ. കറക്റ്റ്. കാരണം നമുക്ക് അവിടെ പോയിട്ട് 30-40 ദിവസം നിൽക്കാൻ പറ്റില്ല. പിന്നെ ഇന്റേണൽ ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച്മെന്റ് കാര്യങ്ങൾ, നമ്മളുടെ ബിസിനസിന്റെ സമയം അവിടെ ഇതാവില്ല. അതെ. നമുക്കൊരു സ്റ്റാഫിന് കൊടുക്കുന്ന ഒരു സാലറി പോലെ തന്നെ കണ്ടാൽ മതി. നമ്മളൊരു സ്റ്റാഫിനാണ് അപ്പോയിന്റ് ചെയ്തു, അതൊരു കമ്പനിയാണെന്നേ ഉള്ളൂ. അതെ, കറക്റ്റ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഒരു സോഴ്സിങ് ഏജന്റിനെ കണ്ടുപിടിച്ചു. ആ സോഴ്സിങ് ഏജന്റിനെ നമ്മൾ സെറ്റാക്കി അവർ ആ സാധനങ്ങളൊക്കെ ചെയ്തോളൂ. ഓക്കെ. ഇനി നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരാണല്ലോ. ഇ-കൊമേഴ്സിൻ്റെ കേസിൽ ഡ്രോപ്പ് ഷിപ്പിംഗ് എന്നൊരു സംഭവമുണ്ട്. അതായത് സാധനങ്ങളൊക്കെ നമ്മളെ ബ്രാൻഡിൽ തന്നെ പോവും, പക്ഷേ അവിടെ നിന്ന് തന്നെ ഡയറക്റ്റായിട്ട് അയച്ചാൽ മതി. ഇപ്പം വേൾഡ് വൈഡ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഷിപ്പ് ചെയ്യാം. ഈ സംഭവം ചെയ്യാൻ പറ്റുമോ? അതായത് ഇങ്ങോട്ട് കൊണ്ടുവരാണ്ട് നമ്മളെ നാട്ടിലേക്ക് കൊണ്ടുവരാം. നമ്മളെ ഓഫീസ് ഇവിടെയാണ്, പക്ഷേ നമ്മൾ വിൽക്കുന്നത് ദുബായിലാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചൈനയിൽ നിന്ന് നേരെ ദുബായിലേക്കുള്ളൊരു സെറ്റപ്പ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുമോ? അത് ടെക്നിക്കലി പോസിബിൾ ആണ്. ഇപ്പോൾ നിലവിൽ നമ്മൾ അലി എക്സ്പ്രസ് ഒക്കെ ഡ്രോപ്പ് ഷിപ്പിംഗ്, ഷോപ്പിഫൈയിൽ ഇൻ്റഗ്രേറ്റ് ആയി ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യാം. അപ്പോൾ ഇത് ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ സെല്ലർ അതേ സമയത്ത് കറക്റ്റായിട്ട് അതിനെ പാക്ക് ചെയ്ത് പ്രൊഡക്റ്റ് ക്വാളിറ്റി ഉറപ്പ് വരുത്തിയിട്ട് ഇത്ര ദിവസം കൊണ്ട് തന്നെ സെല്ല് ചെയ്യണം. അപ്പോൾ ഓൾറെഡി അലി എക്സ്പ്രസ് പോലത്തെ വലിയ സ്ഥാപനങ്ങൾക്കൊക്കെ ഇതിനുള്ളൊരു എക്കോസിസ്റ്റം അവർ, അതായത് സെല്ലർ അക്കൗണ്ടിനെ മാനേജ് ചെയ്യാനുള്ളൊരു സിസ്റ്റം അവർക്കുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മൾ ആമസോൺ നമ്മൾ സെല്ല് ചെയ്യുന്ന ആളുകൾക്ക് അറിയാം, ആമസോണിൻ്റെ ഒരു ഓർഡർ വന്നാൽ ഇത്ര ദിവസം കൊണ്ട് അത് ഷിപ്പ് ചെയ്തിരിക്കണം. അതെ അല്ലേ? ഇല്ലെങ്കിൽ സെല്ലറിന് റിമാർക്കൊക്കെ വരും. അതേപോലെ നമ്മുടെ അലി എക്സ്പ്രസ്സിൽ അങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ടായതുകൊണ്ട് അങ്ങനത്തെ പ്ലാറ്റ്ഫോമിൽ ഡിപ്പെൻഡ് ചെയ്താൽ നമുക്ക് ആദ്യത്തെത്താം. എന്നാൽ നമ്മൾ സ്വന്തമായിട്ട് ഒരു സെല്ലറെ കണ്ടുപിടിച്ചിട്ട് ചെയ്യുമ്പോഴുള്ള ചലഞ്ച് എന്താ വെച്ചാൽ, ഒന്ന് സെല്ലറോ മാനുഫാക്ചറോ ട്രേഡറോ മാനുഫാക്ചറർ ഉദ്ദേശിച്ചത്. അപ്പോൾ അവർ ഓൺ ടൈം ആയിട്ട് ഇത് സെൽ ചെയ്യണം, പ്രൊഡക്റ്റ് ട്രാൻസ്പോർട്ട് ചെയ്യണം. അതാണ് ഒന്ന്. കറക്റ്റ്. പിന്നെ അതിൻ്റെ കറക്റ്റ് പാക്കേജിങ്, പ്രോപ്പറായിട്ട് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യണം. ഇപ്പോൾ അലി എക്സ്പ്രസ് ഒക്കെയാണ് അവർക്കൊരു ടീം ഉണ്ടായതുകൊണ്ട് അത് അവർ ഫോളോ അപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് ഡീൽ ചെയ്യുമ്പോൾ ഇങ്ങനെ കുറച്ച് ചാലഞ്ചസ് പറയുന്നത്, ഒന്ന് ഈ സെല്ലർ അല്ലെങ്കിൽ ഈ മാനുഫാക്ചർ ആയിട്ടുള്ള മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. പലരും ഇതിന് റെഡിയാണ്, അതായത് ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ ഒരു സെല്ല് ചെയ്യാൻ റെഡിയാണ്. പക്ഷേ ഈ ഒരു ചാലഞ്ച് ഒന്നാം ചാലഞ്ച് ചെയ്യും. രണ്ടാമത്തത് UAE പോസിബിൾ ആയിരിക്കും, പെട്ടെന്ന് എത്താൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ ഷിപ്പിംഗ് ടൈം മിക്കതും ഇത് കോസ്റ്റ് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുക, സി വഴിയിലെ കാർഗോ ആണ്. അപ്പോൾ ചില സമയത്ത് ഒരു 25 to 45 days ആണ് ഇതിൻ്റെ ഒരു ടൈം. അപ്പോൾ അലി എക്സ്പ്രസ് ഒക്കെ അവരുടെ ആയിട്ടുള്ള ഓൺ കൺസൈൻമെന്റ് ചെയ്യുന്ന ഷിപ്പിംഗ് റൂട്ടുകൾ ഉണ്ടായതുകൊണ്ട് തന്നെ അവർ അതെ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിരിക്കും. നമ്മൾ ചെയ്യുമ്പം ഇത്രയും ദിവസങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു വലിയ വാല്യുബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ചിലപ്പോൾ കസ്റ്റമർ ക്യാൻസൽ ചെയ്യാനോ അങ്ങനെയൊക്കെ ചാൻസസ് ഉണ്ട്. അല്ലെങ്കിൽ കസ്റ്റമർ നമുക്ക് റിപ്പീറ്റ് ഓർഡേഴ്സ് വരാതെക്കാനുള്ള ചാൻസ് ഡിലേ ഒരു ഇതാണ്.
ഇനി ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ഇന്ത്യയിൽ ഒരു നേരത്തെ പറഞ്ഞ ജിയോ പൊളിറ്റിക്കൽ ഇതുകൊണ്ട് തന്നെ ഓരോ കസ്റ്റംസിൽ ഇത് കുറച്ചുകൂടി സ്ക്രൂട്ടനൈസ് ചെയ്യും. ചില പ്രൊഡക്റ്റുകളുടെ നമ്മൾ അറിയാത്ത അഡീഷണൽ ചാർജസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ ടോയ്സാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ടോയ്സിൽ ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളത് ചെയ്യുന്ന സമയത്ത് ഈ എമൗണ്ട് ചിലപ്പോൾ വലുതായിട്ടാവും. അത് ഈ കസ്റ്റമർ ചിലപ്പോൾ പേ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ അത് പ്രോപ്പറായിട്ട് ക്ലിയർ ചെയ്യാൻ ആളുകളുണ്ടാവില്ല. ഇപ്പോൾ DHL അല്ലെങ്കിൽ FedExലൊക്കെ നമ്മൾ ഇങ്ങനത്തെ ഒരു ഇത് കൊടുത്ത് ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൊടുക്കുന്ന ചില പ്രൊഡക്റ്റ് അവർ അക്സെപ്റ്റ് ചെയ്യില്ല. അവർക്കറിയാം കസ്റ്റംസ് ഇത് കോംപ്ലക്സ് ആണ്. അവരുടെ ബിസിനസ് പ്രകാരം അങ്ങനത്തെ പ്രൊഡക്റ്റുകൾ അവർ സ്വീകരിക്കൂല. മനസ്സിലായി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ചാലഞ്ച്. പക്ഷേ ടെക്നിക്കലി നമുക്ക് ചെയ്യാൻ പറ്റും. അല്ല, ഞാൻ വിചാരിക്കുന്നത് എന്താ അറിയോ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ MOQ പറഞ്ഞു, സേ ഒരു 1000 പീസ്. ഞാൻ ഇപ്പോൾ സേ ഈ ബോട്ടിൽ ഞാൻ ചെയ്യാൻ തീരുമാനിച്ചു. 1000 പീസ് ഞാനവിടെ വാങ്ങിച്ച് സോഴ്സിങ് ഏജൻറ്റിനെ കണ്ടുപിടിച്ചു. സോഴ്സിങ് ഏജൻറ്റ് അവിടെ അവൻ്റെ വെയർ ഹൗസിൽ സാധനം വെച്ചിട്ടുണ്ട്. നമ്മളൊരു ഷിപ്പിംഗ് പാർട്ട്ണറെ കണ്ടുപിടിക്കുന്നു. അവിടുന്ന് ഡയറക്റ്റ്ലി നമുക്ക് വേൾഡ് വൈഡ് സിംഗിൾ ഇൻഡിവിജ്വൽ പീസസ് ആണ്, പക്ഷെ 1-2 പീസ് ഷിപ്പ് ചെയ്യാൻ നമുക്ക് മനസ്സിലാവും എന്താണ് കസ്റ്റമർ കാര്യങ്ങളൊക്കെ. ഇങ്ങനെ ചെയ്യുന്ന സോഴ്സിങ് ഏജൻസി ഇപ്പോൾ ചൈനയിൽ അവൈലബിൾ ആണോ? അത് അവരെ സ്ഥലത്ത് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നു, ഓരോ സാധനമായിട്ട് ഷിപ്പ് ചെയ്യുന്നു. അത് 5% അവർ 10% ആയിക്കോട്ടെ. അങ്ങനത്തെ ഒരു സെറ്റപ്പ് ചെയ്യാൻ കഴിയുമോ? ഇങ്ങനെ എന്താ പറയുക, ഈ ഇതിലൊക്കെ നമ്മളെ ടിക്ടോക്കിലൊക്കെ ഇങ്ങനത്തെ സോഴ്സിങ് ഏജൻസി ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ കാരണം ഇതെന്ന് വെച്ചാൽ ഒരു എഫേർട്ട് ഉള്ളതാണല്ലോ. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ ഒരു ദിവസം അയക്കുമ്പം അവർക്ക് ഈ ചൈന ഓൾറെഡി എക്സ്പെൻസീവ് ആണ്. അപ്പോൾ സോഴ്സിങ് ഏജൻറ്റിന് ഒരു വലിയൊരു മാർജിൻ അല്ലെങ്കിൽ അതിൽ നിന്നൊരു ഇത് കിട്ടിയില്ലെങ്കിൽ അവരത് റെഡി ആവില്ല. പിന്നെ അവർക്കും അറിയില്ല എത്രത്തോളം സെയിൽ നടക്കുന്ന ഒരു ഐഡിയ ഇല്ലെങ്കിൽ ഇതാണ്. അപ്പോൾ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ആളുകൾക്ക് ഓക്കെ ഇത്ര ഓർഡേഴ്സ് ഉണ്ട്, ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന ആളുകൾക്കൊക്കെ സോഴ്സിങ് ഏജൻറ്റ് ഇങ്ങനെ വർക്കൗട്ട് ചെയ്യാൻ പറ്റും. നല്ല ഓപ്ഷനാണ്. ഇത് നമ്മൾ ബാക്ക് ടു ബാക്ക് ഓർഡേഴ്സ് ചെയ്യുന്ന പോലെയാണ്. അതെ അതെ. അതായത് എനിക്ക് ഓർഡർ വന്നിട്ടേ ഞാൻ ആക്ച്വലി അവിടുന്ന് സാധനം ഉണ്ടാക്കണുള്ളൂ. അത് അടുത്ത ലെവലാണ്. പക്ഷെ ഇപ്പം ഞാൻ ചിന്തിക്കുന്നത് അവിടെ തന്നെ വാങ്ങിച്ചു വെച്ചിട്ട് ഓർഡർ വരുന്നതിനനുസരിച്ച് അവിടെ ഷിഫ്റ്റ് ചെയ്യാം. ഈ ടേബിൾ ഇതിപ്പോൾ അത്യാവശ്യം വാല്യൂള്ള ടേബിളാണല്ലോ. അതെ. അപ്പോൾ ഈ ടേബിൾ ഇങ്ങനത്തെ ഒരു 1000 പീസ് ഞാനവിടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, വാല്യൂ ഉണ്ട്. സോ ഞാൻ അവിടെ നിന്ന് തന്നെ ഷിപ്പ് ചെയ്യാൻ പറയും. ഇങ്ങോട്ട് വരണ്ട, എന്തിനാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് പിന്നെ ആ ഡ്യൂട്ടിയും കൂടി മെയിൻറ്റെയിൻ ചെയ്യണേ. വേൾഡ് വൈഡ് ആയിട്ട് എനിക്ക് ഷിപ്പ് ചെയ്യാം. അതെ അതെ. അപ്പോൾ അതിന് പറ്റിയ ഷിപ്പിംഗ് സോഴ്സിങ് ഏജൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. അങ്ങനെയുണ്ട്. അതെ. ഓക്കെ, അപ്പോൾ അതങ്ങനെ ചെയ്യാം. പിന്നുള്ളത് ഈ മേക്ക് ഇൻ ഇന്ത്യ മെയ്ഡ് ഇൻ ചൈന എന്നൊക്കെ ഉണ്ടല്ലോ. പണ്ട് മെയ്ഡ് ഇൻ ചൈന എന്ന് പറഞ്ഞാൽ ചൈന പ്രൊഡക്റ്റ്, മെയ്ഡ് ഇൻ ചൈന ഫോണൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. അതെ അതെ. ചൈനീസ് ഫോൺ എന്ന് അറിയപ്പെടുക തന്നെ കണ്ടുകഴിഞ്ഞാൽ ഐഫോൺ തന്നെ, പക്ഷേ സംഭവം ചൈനക്കാരതായിരിക്കും. ചൈനീസ് ഫോൺ, അതായത് ഭയങ്കര നമ്മൾ ലോ ക്വാളിറ്റി, തീരെ ഒരു ഈട് നിൽക്കൂല, അതൊക്കെയാണ് നമ്മൾ കണ്ട്. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നത് മെയ്ഡ് ഇൻ ചൈന ഭയങ്കര സംഭവമായി മാറുമെന്ന് തോന്നുന്നു. കാരണം ഐഫോൺ വരെ മെയ്ഡ് ഇൻ മെയ്ഡ് ഇൻ കാനഡ, അസംബിൾഡ് ഇൻ ചൈന, ഡിസൈൻഡ് ഇൻ US, ഡിസൈൻഡ് ഇൻ കാലിഫോർണിയ, അസംബിൾഡ് ഇൻ ചൈന. മെയ്ഡ് ഇൻ ചൈന അല്ല. അതെ. ഓക്കെ, അതെന്താണ് ഇപ്പം മേക്ക് ഇൻ ഇന്ത്യ ഉണ്ട്. എന്താണ് നിങ്ങൾക്ക് ചൈനയെ കുറിച്ച് ആ ഒരു ഏയിൽ തോന്നുന്നത്? വാട്ട് ഈസ് ഹാപ്പനിങ്? നേരത്തെ പറഞ്ഞ ചൈന ഒരു ലോകത്തിൻ്റെ ഒരു ഫാക്ടറിയാണ്. അപ്പോൾ അവർക്ക് അതിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഭയങ്കരമായിട്ട് ഉണ്ട്. അപ്പോൾ നമ്മളെ ഇന്ത്യ ഇപ്പം മേക്ക് ഇൻ ഇന്ത്യ ഇനിഷ്യേറ്റീവ് ഒക്കെ തുടങ്ങി പല രീതിയിൽ ചെയ്യാറ്. പക്ഷേ ചൈനനെ നിലവിലുള്ള ഇത് വെച്ചിട്ട് നമുക്ക് കോമ്പീറ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം അവരെത്രയോ മുന്നിലാണ് ചൈന എന്ന് പറയുന്നത്. പിന്നെ പ്രൊഡക്ട്സിൻ്റെ നോക്കുകയാണെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും, ഇപ്പോൾ ഞാനിപ്പോൾ ഇന്നാൾ ശാന്തനുവിൻ്റെ പോഡ്കാസ്റ്റിൽ പറയുന്നുണ്ട്, ബോംബെ ഷേവിംഗ് കമ്പനീൻ്റെ അവർക്ക് അവരുടെ ബ്ലേഡ് ആണല്ലോ, റേസർ, അത്രയും ഷാർപ്പായിട്ടുള്ള ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും മൈന്യൂട്ടായിട്ടുള്ള ക്വാളിറ്റി വേണം. ഒരു ബ്ലേഡിൻ്റെ ചെറിയൊരു ഇത് എന്നാൽ പോലും അത് ബാധിക്കും, കസ്റ്റമറിനെ അതിന് ബാധിക്കുമല്ലോ. അങ്ങനത്തെ പ്രിസിഷൻ മേക്കിംഗ് ഒന്നും ഇപ്പം ഇന്ത്യയിൽ അവൈലബിൾ അല്ല. അത്ര പ്രിസിഷൻ ഇല്ല മെറ്റൽ ബേസ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ എപ്പോഴും ചൈനയിലുള്ളൂ അങ്ങനത്തെ. അപ്പം ഹൈലി ടെക്നോളജി വേണ്ട പ്രൊഡക്റ്റുകൾക്ക് എപ്പോഴും നമുക്ക് ചൈനനെ, ഈവൻ അമേരിക്ക പോലും എക്കണോമിക്കലായിട്ട് ഏറ്റവും കൂടുതൽ ട്രേഡ് നടക്കുന്നത് അമേരിക്കയും ചൈനയും തമ്മിലാണ്. അതെ. ഇപ്പോഴും അമേരിക്ക അത്രയും ടെക്നോളജി ഇല്ല കമ്പനിയായിട്ട് പോലും ചൈനയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. കാരണം അവർക്ക് അത്ര മാനുഫാക്ചറിങ് ഇതുണ്ട്. പക്ഷേ സ്റ്റിൽ ഇന്ത്യക്ക് പോസിബിലിറ്റി ഉണ്ട്. ഇന്ത്യയിൽ പല കാര്യങ്ങളും ഇപ്പോൾ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മേക്ക് ഇൻ ഇന്ത്യ വന്നുകൊണ്ട് പല കാര്യവും ചെയ്തു തുടങ്ങി. അതൊരു സ്ലോ പ്രോസസ്സായിരിക്കും. അടുത്തൊരു 1-2 ഡെക്കേഡ് കൊണ്ട് ഇന്ത്യക്കും ആ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റുന്ന 10 വർഷത്തെ ഒരു പ്രോസസ്സാണ്. ഇപ്പോഴും നമ്മളൊരു ആ ബാക്കിൽ തന്നെയാണ്. 20 വർഷത്തേക്ക് ഒരു ബാക്കിലേക്ക് നമുക്ക് തോന്നും ഇതിലുള്ളത്. ചൈനയിൽ പോയാലേ ശരിക്കുള്ള ഫീൽ കിട്ടുള്ളൂ അല്ലേ? അതെ അതെ. ചൈന പോയ ആൾ ഒരിക്കലും ചൈന മറക്കില്ല. കാരണം അത്രയും കൺവീനിയൻ്റ് ആണ് നമ്മൾ. ആണോ? ഞാനിപ്പോൾ ഖത്തറിലാണ്, ഖത്തർ റിച്ചസ്റ്റ് കൺട്രിയാണ്. അതെ. അപ്പോൾ അതേപോലെ UAE അവിടെ ഒന്നും കാണുന്ന അതല്ല, അതിൻ്റെ അപ്പുറത്തേക്കാണ് ഇവരുടെ
ചൈന എന്നല്ല, ഓരോ ടൗണുകളാണെങ്കിലും ഓരോ ടൗൺ പ്ലാനിങ് അത്രയും കൺവീനിയൻ്റ് ആണ്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളാണ് ചൈനയിലുള്ളത്. റൈറ്റ്. അപ്പം അലി എക്സ്പ്രസ് പോലത്തെ ആപ്പുകൾ ഉണ്ട് നിങ്ങൾ പറഞ്ഞു. ഇവ് പോലത്തെ സാധനങ്ങൾ നമുക്കിത് എടുക്കാം. തൽക്കാലം നമുക്ക് ഡയറക്റ്റ്ലി ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ അവിടുന്ന് ഡയറക്റ്റ്ലി ഷിപ്പ് ചെയ്യണമെങ്കിൽ ഇപ്പോഴും ഒരു ചലഞ്ച് ഉണ്ട്. വി ഡോണ്ട് നോ യെറ്റ്. പക്ഷേ പോസിബിൾ ആണ്. പലരും ചെയ്യും. ഇപ്പം എനിക്കൊന്ന് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറേ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. ഇൻഫ്ലുവൻസേഴ്സ് അല്ല, അതായത് എനിക്കൊന്ന് അവർ ചൈനയിൽ പോയി സെറ്റപ്പ് ചെയ്ത് ആ സോഴ്സിങ് ഏജൻസ് നല്ല രീതിയിൽ സാധനങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ആൾക്കാരെ പിടിച്ച് പാർട്ട്ണറാക്കുക, അതെ, കറക്റ്റ്. കോ ഫൗണ്ടർ ആക്കി കഴിഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ് വിൽ മേക്ക് മോർ സെൻസ്. കറക്റ്റ്. അതിന് ഒരു ചാൻസ് ഉണ്ട് അവിടെ എപ്പോഴും ചെയ്യാനില്ല. അങ്ങനെ ഇതുണ്ട്, പോസിബിലിറ്റി ഉണ്ട്. നിങ്ങൾ തുടങ്ങുന്നുണ്ടോ നിങ്ങൾ ചൈനയിൽ? എന്നാൽ പിന്നെ നിങ്ങളെ പാർട്ട്ണറാക്കാം. ഓക്കെ, നമുക്ക് ആലോചിക്കാം. ഓക്കെ. അപ്പം നമ്മൾ ഒരുവിധം എനിക്കൊന്ന് ചൈനയിൽ നിന്ന് എങ്ങനെ നമുക്ക് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ ഇത് കണ്ടുപിടിച്ചു. എങ്ങനെ ആ പ്രൊഡക്റ്റ് ഒരു സോഴ്സിങ് ഏജന്റിനെ, ബേസിക്കലി ഒരു സോഴ്സിങ് ഏജന്റിനാണ് വേണ്ടത്. ആ സോഴ്സിങ് ഏജന്റിനെ വെച്ചിട്ട് ആ സോഴ്സിങ് ഏജന്റിന്റെ നെറ്റ്വർക്കിൽ തന്നെ ക്ലിയറിംഗ് ആൻഡ് ഫോർവേഡിങ് ഷിപ്മെന്റ് ഒക്കെ ഉണ്ടാവും. അത് വെച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും. നിങ്ങളിപ്പം കൊണ്ടുവരുന്ന ഒരു ഇപ്പോൾ സ്കോറിയ ലൈറ്റ്സിൽ കൊണ്ടുവരുന്ന കൺസൈൻമെൻറ്റ്സ് എത്ര കണ്ടെയ്നേഴ്സ് ഉണ്ടോ, അല്ലെങ്കിൽ കണ്ടെയ്നർ ബേസിസിലാണോ കൊണ്ടുവരിക? എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രൊക്യൂർമെൻറ്റ് സിസ്റ്റം? നമ്മളത് മെയിനായിട്ട് നമുക്ക് ഓൺ കണ്ടെയ്നറിലാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ഓക്കെ. അപ്പോൾ 20 feet 40 feet 40 feet ആണ്. 40 feet. നമ്മളിതൊരു വെയിറ്റ് കുറവായിരിക്കും, പക്ഷെ വോളിയം വലുതായിരിക്കും. അതായത് ലൈറ്റ്സ് ഇപ്പോൾ ഷാൻലിയർ ഡെക്കറേറ്റീവ് ലൈറ്റ്സുകളാണല്ലോ, അതെ, അതൊരു വലിയ വെയിറ്റ് ഉണ്ടാവില്ല, പക്ഷെ അത് നല്ല വലുപ്പം ഉണ്ടാവും സൈസിൽ. അപ്പോൾ നമുക്ക് 40 feet ആണ് വേണ്ടത്. 40 feet നമുക്കൊരു CBM, ഒരു കണ്ടെയ്നറിൽ ഒരു പ്രൊഡക്റ്റ് കൊണ്ടുവരാൻ ഒരു CBMൻ്റെ ഇതിനനുസരിച്ചിട്ടാണ്. അതായത് ഒരു CBM ഒരു ക്യൂബിക് മീറ്റർ, അതായത് ഒരു ഏരിയ ആണ്, വോളിയമാണ് നോക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 1 meter നീളം, 1 meter വീതി, 1 meter ഉയരല്ല ഒരു ബോക്സിൻ്റെ ശേഷമുള്ളൂ. ഇതാണ് ഒരു CBM. അതിൽ അപ്പോൾ ഒരു 40 feet കണ്ടെയ്നറിൽ നമുക്ക് ഏകദേശം 66 CBM കൊള്ളും. അതേപോലെ 20 feet എനിക്കൊരു അതിൻ്റെ പകുതിയോളാണ് കൊള്ളാം. ഓക്കെ. അപ്പോൾ നമുക്ക് വെയിറ്റ് കൂടുതലുള്ള പ്രൊഡക്റ്റ്, എന്നാൽ അതിൻ്റെ സൈസ് വലുപ്പമല്ല കുറവാണെങ്കിൽ നമ്മൾ 20 feet കൊണ്ടുവരാം. ഒരു നിശ്ചിത വെയിറ്റിന് കൂടുതൽ നമുക്ക് ഈ കണ്ടെയ്നറിൽ കയറ്റാൻ പറ്റില്ല. അപ്പോൾ ഇനി അതല്ല വെയിറ്റ് കുറവാണ്, നമുക്ക് വോളിയം കൂടുതലുണ്ടെങ്കിൽ 40 feet കണ്ടെയ്നർ ആയിരിക്കും ഇതാവുക. 40 feet കണ്ടെയ്നറിൽ തന്നെ നമുക്ക് ഹൈറ്റ് കൂടിയ ടൈപ്പ് ഉണ്ട്, അല്ലെങ്കിൽ വീതിയുള്ള ടൈപ്പ്, അങ്ങനത്തെ ടൈപ്പ് കണ്ടെയ്നറൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾ ആദ്യം കൊണ്ടുവന്ന സമയത്ത് 40 feet HQ എന്നുള്ള കണ്ടെയ്നർ ആയിരുന്നു. ഓക്കെ. പക്ഷെ അത് നമ്മൾ നാട്ടിലൂടെ കൊണ്ടുവരും, നമ്മൾ സകല ലൈന് കമ്പികൾ പൊട്ടിച്ചിട്ടാണ് ഇത് കൊണ്ടുവന്നത്. അപ്പോൾ മുതലായി പോയിട്ടാവും നാട്ടുകാരെ ജീത്ത ഒരു വയത്ത്. അപ്പോൾ അടുത്തൊരു പിന്നെ അതിന് കുറച്ച് താഴ്ന്ന ടൈപ്പ് ഉണ്ട്, അത് ഹൈറ്റ് കുറവായുള്ളത്, പക്ഷെ 40 feet തന്നെ. പക്ഷെ അത് ഭയങ്കരമായിട്ട് നോക്കേണ്ട ഒരു സാധനമാണ്. അവിടെ വലിയ കാര്യത്തിൽ അവിടുന്ന് ഇവിടെ വരെ ഷിപ്പ് ചെയ്ത് ഇവിടുന്ന് നമ്മളെ ഷോറൂമിലേക്ക് സാധനം എത്തൂല. കംപ്ലീറ്റ് എല്ലാ പോലീസുകാരും നമ്മളെ തെറിവിക്കും. കറക്റ്റ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കണ്ടെയ്നറിൻ്റെ ഷിപ്മെൻറ്റ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ. അപ്പോൾ നിങ്ങൾ നോർമലി എങ്ങനെയാണ് ഇപ്പം മന്ത്ലി ഒരു കണ്ടെയ്നർ ഉണ്ടാവുമോ, അല്ലെങ്കിൽ എങ്ങനെയാണ്, എത്ര വോളിയം ഉണ്ടാവും നിങ്ങളത്? നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പുതിയ ഷോറൂം വരുന്നതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ 2 മാസത്തിലുള്ളൊരു 5 കണ്ടെയ്നർ നമ്മൾ ഓർഡർ ചെയ്ത്. ഓക്കെ. ഇനി ഒരു കണ്ടെയ്നർ കൂടി വരാനുണ്ട്, അതിൽ പാർഷ്യൽ കൺസൈൻമെൻ്റ് ആണ്. അപ്പം ഞങ്ങൾക്ക് ചില മാസങ്ങളിൽ ഇല്ലാത്ത ഉണ്ടാവാം. ഇപ്പോൾ ചൈനയിൽ ഇപ്പോൾ ഈ അടുത്ത ഈ ഫെബ്രുവരിയിലാണ് അവിടുത്തെ ന്യൂ ഇയർ വരിക. ജനുവരി ലാസ്റ്റ് മുതൽ ഫെബ്രുവരി അവിടുത്തെ ന്യൂ ഇയറിന് ഏകദേശം നമ്മൾ US ലാസ്റ്റ് ഒരു 10-20 days ഡിസംബറിലൊക്കെ ദിവസം ഇതാണല്ലോ, ഓഫാണല്ലോ ഫുള്ള്. കറക്റ്റ്. അതേപോലെ ചൈനയിൽ ഇനി കുറച്ച് ഇതാണ്, ചൈനീസ് ന്യൂ ഇയർ ആയതുകൊണ്ട് ഇതാണ്. അപ്പോൾ ഇപ്പോൾ അവർ ഓർഡർ സ്വീകരിക്കില്ല. അതുമാത്രമല്ല, ഇനി ഓർഡർ എടുക്കാൻ പോകുന്നത് നമ്മളൊരു മാർച്ചിലൊക്കെ നമുക്ക് ഓർഡർ എടുക്കാൻ പറ്റുള്ളൂ. ഓർഡർ എടുത്തിട്ട് ഒരു 10-45 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ആ പ്രൊഡക്റ്റ് കിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഷിപ്പ് ചെയ്ത് ഇനി 2-3 മാസം കഴിഞ്ഞിട്ട് നമുക്ക് പ്രൊഡക്റ്റ് ഇവിടെ എത്തുള്ളൂ. അപ്പോൾ മിക്ക ആളുകൾ ഈ സമയത്ത് ഭയങ്കരമായിട്ട് ഓർഡേഴ്സ് ഉണ്ടാവും. ഒരു ഡിസംബർ വരെ നല്ല ഓർഡേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾക്ക് വരുന്നത് ഇപ്പോൾ ഈ സമയത്തുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് കൂടുതൽ ഞങ്ങൾ എടുത്തത് 4-5 കണ്ടെയ്നർ, 2 മാസം കൊണ്ട് 5 കണ്ടെയ്നർ എടുത്തത്. പിന്നെ അല്ലെങ്കിൽ സാധാരണ നമുക്ക് 2 മാസം കൂടുമ്പോഴൊക്കെ ഒരു കണ്ടെയ്നറിൻ്റെയൊക്കെ റിക്വയർമെൻറ്റേ ഉള്ളൂ നിലവിലുള്ളത്. നമ്മളോരോ ബിസിനസ് വെച്ചിട്ട് ഇങ്ങനെ ഇതാവും. പിന്നെ നമ്മളിപ്പോൾ ഷോറൂമിൻ്റെ എണ്ണം കൂടുന്നോറും എണ്ണം കൂടി വരുന്നുണ്ട്. ഓക്കെ. അപ്പം ഇപ്പം നിങ്ങളൊക്കെ ഒരു ബിസിനസ്സിലെ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊരു സ്റ്റോക്ക് കൊണ്ടുവന്നു, പക്ഷേ നിങ്ങളുടെ അടുത്ത് 2 പീസേ ഉള്ളൂ, എനിക്കൊരു 10 പീസ് വേണം. അപ്പോൾ എങ്ങനെ ചെയ്യാൻ പറ്റും? നിങ്ങളൊരു ലീഡ് ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇത് ഓൾറെഡി ഇല്ല സാധനം അവിടെ നിന്ന് കൂടി ഷിപ്പ് ചെയ്യേണ്ട സമയം ഉണ്ടാവുള്ളൂ. നോർമലി എങ്ങനെയാണ് ഉണ്ടാവാറ്? അതെ, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ മാസങ്ങൾ ഇങ്ങനെ വരുന്നതുകൊണ്ട്, കണ്ടെയ്നേഴ്സ് വരുന്നതുകൊണ്ട് നമ്മളത് അങ്ങനത്തെ അതിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. ചില പ്രൊഡക്റ്റുകൾ സപ്ലയർസ് ഉണ്ടാവാം, സ്റ്റോക്ക് ഉണ്ടാവും. ഇല്ലാത്ത നമുക്ക് ആ ടൈം കൂടി കണ്ടിട്ട് ഇതാക്കണം. മാനുഫാക്ചറിങ് ലീഡ് ടൈം നോർമലി ഷിപ്മെന്റ് ടൈം എത്രയാണ്? ഒരു പലതുണ്ട്. അതായത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വരുന്നത്, ഇപ്പോൾ നമ്മൾ
ഫ്ലൈറ്റ് എടുത്ത് പോകുമ്പോൾ നമുക്ക് ട്രാൻസിറ്റ് ഉണ്ടാവും, ദുബായിൽ ഇറങ്ങി ലണ്ടനിലേക്ക് പോകുന്ന ആൾ. അപ്പോൾ അവിടെ കുറച്ചൊരു ഡേ ഓവർ ടൈം ഉണ്ടാവുമല്ലോ. കറക്റ്റ്. അതേപോലെ പല പോർട്ടുകളെ കണക്ട് ചെയ്ത് വരുന്ന പിന്നെ ഷിപ്പുകളുണ്ട്. ഇനി അതല്ല ഈ ഡയറക്റ്റ് ഷിപ്പുകളുണ്ട്. അപ്പോൾ അതിനനുസരിച്ചൊക്കെ നമ്മൾ പ്രൈസുകൾ മാറും. ഒരു നോർമലി ഒരു ഇന്ത്യയിലേക്കാണെങ്കിൽ ഒരു 12 മുതൽ ഒരു 20 ദിവസത്തിനുള്ളിൽ എത്തുന്ന ഷിപ്മെൻറ്റുകളുണ്ട്, അത് ഷിപ്പിംഗ് റൂട്ടുകളുണ്ട്. ഓക്കെ. ചിലത് 25 ദിവസം വരെ ആവാം. പിന്നെ അതൊക്കെ നമ്മളോരോ എടുക്കുന്ന പ്ലാനിനനുസരിച്ച് പ്രൈസ് അനുസരിച്ച് മാറും. മനസ്സിലായി. അപ്പോൾ നമ്മൾ ഷിപ്പ് ഒരു സാധനം അവിടെ നിന്ന് കൊണ്ടുവരാൻ നമ്മളൊരു 30 days ഷിപ്പിംഗ് ടൈം, അതായത് 12 to 20 days ഷിപ്പിംഗ് ടൈമും പിന്നെ മാനുഫാക്ചറിങ് ഓരോ ഫാക്ടറിക്ക് അനുസരിച്ചായിരിക്കും അല്ലേ? അതെ, അവരെ ലീഡ് ടൈം. അതെ, അപ്പോൾ അതും നമ്മൾ കാണേണ്ടതുണ്ട്. അതെ, അത് പ്ലാൻ ചെയ്താലേ കറക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. കറക്റ്റ്. ഇതിപ്പോൾ ഷിപ്പിംഗ് എന്ന് പറഞ്ഞാൽ 2 രീതിയുണ്ടാവും. എയർ ആയിട്ടുള്ളതുണ്ട്, പിന്നെ സീ ആയിട്ടുള്ളത്. ഞാൻ ഈ പറഞ്ഞത് സീഡാണ്. സീ കാർഗോയാണ് ഏറ്റവും എക്കണോമിക്കൽ ആയിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ലൊരു വില കൂടിയ പ്രൊഡക്റ്റ്, വലിയ സൈസില്ല, വെയിറ്റ് ഒരു മിനിമൽ വെയിറ്റ് ആണ്, നമുക്ക് ഏറ്റവും ബെസ്റ്റ് അത് അയക്കാൻ എയർ ആയിരിക്കും. നമുക്ക് ഒരു 7 മുതൽ 10 ദിവസം കൊണ്ട് നമുക്ക് ഇവിടെ എത്തി ക്ലിയർ ചെയ്ത് കിട്ടും. ഡോർ ടു ഡോർ ചെയ്യുന്ന ആളുകളുണ്ട് അതിൻ്റെ. സാധനം അവിടെ അവൈലബിൾ ആണെങ്കിൽ. അതെ, സാധനം അവിടെ അവൈലബിൾ ആണ്. ചിലപ്പോൾ ഒരു പ്രോഡക്റ്റ്, അങ്ങനത്തെ പ്രോഡക്റ്റ് ചിലപ്പോൾ 1 or 2 അത്ര വളരെ കുറഞ്ഞ പ്രോഡക്റ്റാണ് ഉണ്ടാകുള്ളൂ. മനസ്സിലായി. ഇപ്പം നമ്മൾ ഒരു 20 year old, ഒരു 20 വയസ്സിൽ അല്ലെങ്കിൽ 20 വയസ്സിലെ ഒരുത്തിന് എന്തെങ്കിലുമൊക്കെ ഓൺലൈനിലൊന്ന് സെല്ല് ചെയ്ത് നോക്കണോ? എന്തായിരിക്കും നിങ്ങൾ സജസ്റ്റ്? നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം കുറച്ച് ഐഡിയ ഉണ്ടല്ലോ, ഇന്ന സാധനം ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ചെയ്യും. എന്തായിരിക്കും നിങ്ങളൊരു പിന്നെ അഡ്വൈസിൽ എന്തായിരിക്കും ഇപ്പം ചെയ്യാൻ പറ്റിയൊരു ബിസിനസ്? ഓൺലൈനിൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സെയിലാവുന്ന അങ്ങനെയാണോ? സെയിലാവണം. ഓക്കെ. ഓൺലൈനിൽ ബിസിനസ് ചെയ്യുന്ന ഒന്നിൽ നമുക്കൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് പ്രൊഡക്റ്റിന് മാത്രമേ ഫോക്കസ് ചെയ്തിട്ട് ചെയ്യാം, അങ്ങനെ ബിസിനസ് ചെയ്യാം. ഞാൻ നല്ല ചൈനയിൽ നിന്നുള്ള പ്രൊഡക്റ്റുകളൊക്കെ ആണെങ്കിൽ, ചൈനയിൽ എപ്പോഴും നമ്മൾ ഒരു യൂട്ടിലിറ്റി ടൈപ്പ് പ്രൊഡക്റ്റുകൾ ഉണ്ടല്ലോ, പല ടൈപ്പിലെ അങ്ങനത്തെ പ്രൊഡക്റ്റുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അത് യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പോൾ പല രീതിയിലുള്ള എന്താ പറയുക, ഇപ്പോൾ ഒന്നിലത് ടോയ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ പല നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ഒരു എക്സസൈസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആയിരിക്കാം, വളരെ കൺവീനിയൻ്റ്, വളരെ കുറഞ്ഞ ഇതിലെ അങ്ങനത്തെ പ്രൊഡക്റ്റുകളൊക്കെ നമുക്ക് ചെയ്തു നോക്കാൻ പറ്റും. പോകുന്നത് ഈ ഡ്രോപ്പ് ഷിപ്പിംഗ് പോലെ തന്നെ ഇ-കൊമേഴ്സ് ആയിട്ട് നമുക്ക് ചെയ്തു നോക്കാൻ പറ്റും. അപ്പോൾ ഇതിന് ഫസ്റ്റിന് നിങ്ങൾ ചൈനയിലേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ദുബായിലുള്ള ആളുകളാണെങ്കിൽ ദുബായ് ഇതിൻ്റെ ഒരു മാർക്കറ്റാണ്. അതായത് ഇപ്പോൾ പോയാൽ മതിയോ? അതെ, അവിടെ നിന്ന് പ്രൊഡക്റ്റുകൾ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് അത് ഇ-കൊമേഴ്സിൽ റൺ ചെയ്യാം. ദുബായ് വരെ പോയാൽ ചൈന വരെ ദുബായ് പോയാലും മതിയില്ലേ? ദുബായിലാണെങ്കിൽ ദുബായിൽ ചെയ്യാം. ഇനി ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ പല മാർക്കറ്റുകളുണ്ട്. നമുക്ക് ഹോൾസെയിലേഴ്സ് ഉണ്ട്. ചിലപ്പോൾ ഡൽഹിയിലോ അല്ലെങ്കിൽ ചെന്നൈയിൽ പല മാർക്കറ്റുകളുണ്ട്. അവിടെ പോയാൽ നമുക്കിത് ചെയ്യുന്ന ബോംബെയിലുണ്ട്. അവിടെ പോയാൽ അങ്ങനത്തെ ഹോൾസെയിലേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സാധനം കൊണ്ടുവരുന്നത്, ചൈനയിൽ സാധനം കൊണ്ടുവരുന്നത്. ഇങ്ങനത്തെ ഒരു കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവരിങ്ങനെ ഓരോ മാസം കൊണ്ടുവരുന്ന പ്രൊഡക്റ്റുകളുടെ ഫോട്ടോസ് ഇങ്ങനെ എടുക്കും. അത് നല്ലൊരു ഐഡിയ. അതായത് അവിടെ ഓൾറെഡി ഉണ്ടാവും, ആ സാധനം വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ മുകളിൽ മാർജിൻ ഇട്ടിട്ട് സെല് ചെയ്ത് നോക്കാം. ഇഫ് ഇറ്റ് വർക്ക്സ് ദെൻ യു ക്യാൻ ഡു ഇറ്റ്. കേരളത്തിൽ തന്നെ കുറേ പേരുണ്ട് ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ. നമുക്ക് അവിടെ റൈറ്റ് ആയിട്ടുള്ള കോൺടാക്ട് കിട്ടാത്തതുകൊണ്ടാണ് ഈ കേരളത്തിൽ പല സൂപ്പർ മാർക്കറ്റുകൾക്ക് കൊടുക്കുന്ന ഇമ്പോർട്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ സൂപ്പർ മാർക്കറ്റിൽ കൊടുക്കുന്ന പ്രൈസിന് തരുന്നെങ്കിൽ പോലും കുറച്ചൊരു ലാഭം എടുത്താണെങ്കിൽ നമുക്കും കുഴപ്പമില്ലാത്ത രീതിയിൽ ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റുന്നത്. കറക്റ്റ്. എനിക്കൊന്ന് ഓൺലൈനിൽ കുറച്ചും കൂടി വില കൂട്ടി വിൽക്കും ചെയ്യാം. കാരണം അങ്ങനത്തെ കസ്റ്റമേഴ്സ് ആണ് ഓൺലൈനിലുള്ളത്. അപ്പോൾ അതിൻ്റെ മുകളിൽ നിങ്ങൾ പറയുന്നത് ഒരു ബ്രാൻഡ് കൂടി ബിൽഡ് ചെയ്യണം. കറക്റ്റ്. സോ ദാറ്റ് യു ക്യാൻ സെൽ എനിത്തിങ് അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം അല്ലേ? അതെ. അതിനൊരു ബ്രാൻഡ് വേണം. ഓക്കെ. നിങ്ങളിപ്പം അംജദ് ടോക്സ് പറഞ്ഞൊരു ഇത് മാനേജ് ചെയ്യുന്നുണ്ട്. എൻ്റെ സ്റ്റാർട്ടപ്പ് ഭയങ്കര ഫേമസ് ആണ്, എൻ്റെ ഫൈനാൻസ്, പിന്നെ ഇപ്പോൾ ദോഹ കണക്സ്, സ്കൂറിയോ. എനിക്കറിയില്ല, ഐ കാണ്ട് അണ്ടർസ്റ്റാൻഡ് ഓൺ ഹൗ യു ആർ ഡൂയിങ് സച്ച് സ്റ്റഫ്. അപ്പോൾ അതിനൊരു ടീം സെറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ അത് ചെയ്യുന്നത്? അതെ. അത് ഞാൻ ആദ്യം വെച്ചാൽ എൻ്റെ ഒരു പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യുക എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അംജദ് ടോക്സ്. അപ്പോൾ അതിലെന്ത് പറയണം, ഇപ്പോൾ എൻ്റർടൈൻമെൻ്റ് ഉണ്ട്, പല ഓപ്ഷൻസ് ഉണ്ട്. എൻ്റെ ഒരു ഇത് ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ, ഞാനും ഇതേപോലെ ഒരു ബിസിനസ്, എൻ്റെ ഫാമിലിയിൽ നിന്ന് ആരുമില്ല, ബിസിനസ് ചെയ്യാൻ ആരുമില്ല. അപ്പോൾ നമ്മളിത് ഓരോന്ന് പഠിക്കുന്ന സമയത്ത് ഇതിന് സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇൻഫർമേഷൻ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മളൊരു ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഈവൻ നമ്മൾ വലിയ പ്രോജക്റ്റ് സെയിൽസ് ഫോർകാസ്റ്റോ അങ്ങനെ അതൊന്നും ചെയ്തില്ലെങ്കിൽ പോലും ഇപ്പോൾ നമുക്ക് ആ പ്രോപ്പറായിട്ടൊരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ എങ്ങനെ യൂസ് ചെയ്യണം, അത് ഏതിലെങ്ങനെ ബില്ല് ചെയ്യണം, എങ്ങനെയൊക്കെ കോസ്റ്റ് നമ്മൾ മാനേജ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ ഞാനതൊക്കെ യൂട്യൂബിൽ നോക്കി. അതുപോലെ നമ്മളെ പല ടാക്സ് ചെയ്യുന്ന ആളുകളും GST ചെയ്യുന്ന ആൾ ഓരോന്നോരോന്ന് പഠിച്ചെടുത്തിട്ടാണ് ചെയ്തത്. കറക്റ്റ്. അപ്പോൾ അതുകൂടാതെ ഒരു ബിസിനസ്സിന് സ്ട്രാറ്റജികൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ബ്രാൻഡിനെ എങ്ങനെ പൊസിഷൻ ചെയ്യണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് ഈ അഫോർഡബിൾ ലക്ഷറി എന്നുള്ളത്. ഈ അഫോർഡബിൾ എന്നുള്ളതും ലക്ഷറി എന്നുള്ളതും ഡിഫറെൻറ്റ് പൊസിഷൻസ് ഇതാണ്. പക്ഷേ അഫോർഡബിൾ ലക്ഷറി എന്ന് പറയുന്നത് ഒരു മാർക്കറ്റിംഗ് ടൈമായിട്ടാണ്. അതെ. പക്ഷേ അത് അറിയുന്ന ആൾ ഒരിക്കലും അങ്ങനെ അഫോർഡബിൾ ലക്ഷറി പറഞ്ഞ ഒരു പ്രൊഡക്റ്റിനെ പ്ലേസ് ചെയ്യില്ല. ഒന്നൊരു അഫോർഡബിൾ പ്രൊഡക്റ്റ് ആയിട്ട് അതിനെ പ്ലേസ് ചെയ്യാം,
ആ കസ്റ്റമേഴ്സിനെ ടാർഗറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ലക്ഷറി പ്രൊഡക്റ്റ് ആയിട്ട് അത്ര യൂണിക്നെസ്സിലെ പ്രൊഡക്റ്റ് ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ പൊസിഷനിങ്, ഇതിൻ്റെ സ്ട്രാറ്റജി, എനിക്കറിയുന്ന കുറേ നമ്മൾ ബിസിനസ് ചെയ്യാൻ പിന്നെ ലീഗലായിട്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ട്, പിന്നെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ചെയ്യുന്ന ഇതിലാണ് ഞാനൊരു തുടങ്ങിയത്. അത് അങ്ങനെ ബേസിക്കലി നിങ്ങളൊരു പ്രോബ്ലം അനുഭവിച്ചു, നിങ്ങൾക്ക് അതിനൊരു സൊല്യൂഷനിലായിരുന്നു. അതെ അതെ. അപ്പോൾ നിങ്ങൾ പഠിച്ചപ്പോൾ നിങ്ങളത് ബാക്കിയുള്ളവരെ പഠിപ്പിക്കാൻ തീരുമാനിച്ചു. അതെ അതെ. അല്ലേ, ഇതേപോലെ തന്നെയായിരുന്നു നമ്മൾ ഇറങ്ങിയപ്പോൾ ഇ-കൊമേഴ്സ്, ഓൺലൈൻ ബിസിനസ് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു തോട്ട് പ്രോസസ്സാണ് എല്ലാവർക്കും ഉള്ളത്. പക്ഷെ ആക്ച്വലി ഇത് ഈസിയാണ്. പക്ഷെ ആ ഒരു അവയർനെസ് ഇല്ല, എവിടെ തുടങ്ങണം എന്നറിയില്ല, എവിടെ പിന്നെ എൻഡ് ചെയ്യണം അറിയില്ല, എന്നിട്ട് ആരെ വിളിക്കണം എന്നറിയില്ല. അതാണ് നമ്മളിപ്പം ബ്രിഡ്ജ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതേപോലെ തന്നെയാണ് നിങ്ങളെ അംജദ് ടോക്സും. അപ്പം എൻ്റെ സ്റ്റാർട്ടപ്പും എൻ്റെ ഫൈനാൻസോ അതും ഇതിൻ്റെ അതിനൊന്നാണോ? അതെ അതെ. ഞാൻ ആദ്യം എനിക്ക് തോന്നിയിട്ടുള്ളത് എന്ന് വെച്ചാൽ, നമുക്ക് ആദ്യം ഇപ്പോൾ ഡിജിറ്റലി നമുക്ക് എവിടെയൊക്കെ എത്തിപ്പെടാൻ പറ്റുന്നത്, നമുക്ക് ആദ്യം ഒരു പ്രൊഡക്റ്റിൽ നമുക്കൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ പറ്റും. ഇനീഷ്യലി എന്താണ് നമ്മൾ ഐഡിയ വെച്ചിട്ട് നമുക്കൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്ത് അതിൻ്റെ അണ്ടറിൽ പ്രൊഡക്റ്റുകൾ കൊണ്ടുവരാമെന്നുള്ള ഇതിലാണ് എൻ്റെ സ്റ്റാർട്ടപ്പ് ഒരു കമ്മ്യൂണിറ്റി ബേസ് ചെയ്തിട്ടുള്ളൊരു ഇതുണ്ടാക്കാം, എന്നിട്ട് അതിൽ നിന്ന് പ്രൊഡക്റ്റുകൾ കൊണ്ടുവരാമെന്നല്ല. അപ്പം മനസ്സിലായി. എൻ്റെ സ്റ്റാർട്ടപ്പിൻ്റെ ഉദ്ദേശം എല്ലാവർക്കും റിലേറ്റ് ചെയ്യുന്ന ഒരു ഇതാണ്, നിയമാണ്. നമ്മളുടെ ഒരു സ്റ്റാർട്ടപ്പ് എങ്ങനെ തുടങ്ങണം, തുടങ്ങാനുള്ള എന്തൊക്കെ ഇൻഫർമേഷൻസ് വേണം. ഇപ്പം നമ്പർ 1 അക്കാഡമി എന്ന ആപ്പൊക്കെ ഉണ്ടല്ലോ, അതെ, അതുപോലത്തെ ഒരു തന്നെയാണ് ഞാനും ഉദ്ദേശിച്ചത് എൻ്റെ സ്റ്റാർട്ടപ്പിലുള്ളതുകൊണ്ട്. അതൊരു ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ പല പോഡ്കാസ്റ്റുകളുണ്ട്, ആരും വലിയ ലെങ്തി പോഡ്കാസ്റ്റ് ആയിരിക്കും, പക്ഷെ അതിൽ അവർ പല ഇൻസൈറ്റുകൾ ഷെയർ ചെയ്യും. അതെ, അത് റീപർപ്പസ് ചെയ്തുകൊണ്ടാണ് ഞാൻ എൻ്റെ സ്റ്റാർട്ടപ്പ് തുടങ്ങിയത്. മനസ്സിലായി. ശരിക്കും അതാണ് അതിൻ്റെ വേണ്ടത്. നമ്മൾ മോട്ടിവേഷനോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വേണ്ടത്, കറക്റ്റായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഇങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു ഇൻസൈറ്റ് കിട്ടുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് ചെയ്യണം, അങ്ങനത്തെ വീഡിയോസ് ചെയ്തു അത് പെട്ടെന്ന് ആളുകൾക്ക് റീച്ച് ചെയ്യാൻ തുടങ്ങി. മനസ്സിലായി. പിന്നെ ഇതിൽ ബിസിനസ് ഇപ്പോൾ സ്റ്റാർട്ടപ്പ് എന്നൊക്കെ പറഞ്ഞാൽ പല കോംപ്ലക്സ് വേർഡുകളുണ്ട്. സ്റ്റാർട്ടപ്പ് തന്നെ ഇതിൽ കസ്റ്റമർ അക്വസിഷൻ ചാർജ്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് കസ്റ്റമർ റിട്ടൻഷൻ, MRR, ലൈഫ് ടൈം വാല്യൂ, ആപ്പിൻ്റെത് എന്നൊക്കെ പറഞ്ഞ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇത് കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്തിട്ട് കൊണ്ടുവരണം എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് എൻ്റെ സ്റ്റാർട്ടപ്പിൽ കുറച്ചുകൂടി ഈസി, എല്ലാവർക്കും ഇത് എത്തണം എന്നുള്ള ഇതിലാണ് സ്റ്റാർട്ടപ്പ്. പൊതുവെ എല്ലാത്തിനും നമ്മൾ സ്റ്റാർട്ടപ്പ് എന്ന് വിളിക്കും. സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഹൈലി സ്കെയിലബിൾ ആയിട്ടുള്ള ഇതിലാണ്. നമ്മൾ സിലിക്കൺ വാലിയിലൊക്കെ അങ്ങനെയാണ് കൺസാർ, പക്ഷേ നമ്മൾ എല്ലാവരുടെ സ്റ്റാർട്ടപ്പ്. അതെ, അപ്പോൾ അവർക്ക് റിലേറ്റ് ആവുന്ന കണ്ടന്റുകൾ ചെയ്ത് അതിപ്പോൾ അങ്ങനെ ഗ്രോ ചെയ്ത് ഒരു ഇതിലെത്തി വെക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം മെയിനായിട്ട് അതിന് റവന്യൂ ഇല്ല, അതിനുവേണ്ടി എനിക്കൊരു ടീമുണ്ട്. എനിക്ക് എത്ര പേരെ ടീമുണ്ട്? 2 കോണ്ടന്റ് റൈറ്റേഴ്സ് ഉണ്ട്. അതിൽ ഒരാൾ ഇവരൊക്കെ ബിസിനസ് ജേർണലിസ്റ്റ് ഒക്കെ വർക്ക് ചെയ്ത ആളുകളുണ്ട്, അതുപോലെ യൂട്യൂബ് വീഡിയോസ് അങ്ങനെ അതിൽ ജേർണലിസം പഠിച്ച ആളുകൾ തന്നെയാണ്. പിന്നെ ഒരു എഡിറ്റർ ഉണ്ട്, പിന്നെ ഒരു ഡിസൈനർ ഉണ്ട്. അങ്ങനെ 4 പേരാണുള്ളത്. മനസ്സിലായി. അപ്പോൾ അവർ തന്നെയാണ് കോണ്ടന്റ് പ്രിപ്പയർ ചെയ്യുന്നത്, പിന്നെ ഞാൻ അത് മോണിറ്റർ ചെയ്യുന്ന അങ്ങനത്തെ രീതിയിൽ ചെയ്യുന്നു. സിമിലർ കേസ് തന്നെ ഞാൻ എന്താ പറയുക, ഫിനാൻസിൽ നമ്മൾ സാധാരണ നമുക്ക് കേട്ടിട്ടുള്ളത് ട്രേഡിങ് ചെയ്ത് പൈസ ഉണ്ടാക്കുക എന്നുള്ളത്. അതെ. പക്ഷെ ഇൻവെസ്റ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു അത് അറിയില്ല. അപ്പോൾ വെൽത്ത് ക്രിയേഷന് അതിന് വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഒരു ബ്രാൻഡ് എൻ്റെ ഫിനാൻസിൻ്റെ രീതിയിൽ. അത് ഞാൻ ട്രേഡിങ് പറയാറേയല്ല, നമുക്ക് കുറേ കൊളാബറേഷൻ റിക്വസ്റ്റുകൾ വരും. അതായത് പിന്നെ ഈ ഫോറക്സ് ട്രേഡിങ്, മറ്റേത്. മനസ്സിലായി. ഞാൻ ബേസിക്കലി അങ്ങനത്തെ ഒരു ഇതിൽ ഞാൻ വിശ്വസിക്കുന്നത്. ട്രേഡ് ചെയ്തിട്ട് നമുക്ക് കാശ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റും, ഉണ്ടാക്കുന്നവരുണ്ടാവാം, പക്ഷേ സാധാരണ ആൾക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ചെയ്യാൻ പറ്റുക. അപ്പോൾ 2010 ഈ സ്റ്റോക്ക് മാർക്കറ്റ് നമ്മൾ യൂട്യൂബിലൊക്കെ പരസ്യം വരികയായിരുന്നു, US നിന്നില്ല പരസ്യങ്ങളിൽ. ഇപ്പം നമ്മുടെ നാട്ടിലിപ്പോൾ അങ്ങനത്തെ ഭയങ്കര പരസ്യങ്ങളായി. പക്ഷെ ഇതിന്നൊരു റിച്ച് ആയിട്ടുള്ള ആൾക്കാർ വളരെ കുറവുള്ളൂ, ഈ ട്രേഡ് ചെയ്തിട്ട് റിച്ച് ആയിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എൻ്റെ ഫിനാൻസിൽ അതൊരു അത്യാവശ്യം ഫോളോവേഴ്സ് ഉണ്ട്. അതിൽ നിന്നൊരു പ്രൊഡക്റ്റുകൾ ഇങ്ങനെ ബാക്ക് എൻഡിൽ പ്ലാൻ ചെയ്ത് കൊടുക്കുകയാണ്. പക്ഷെ ഞാനിത് മൾട്ടിപ്പിൾ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ഒരു എക്സിക്യൂഷൻ എനിക്ക് ഫാസ്റ്റ് ആക്കാൻ കഴിയുന്നില്ല. അതാണ്. അല്ല, സംഭവം അതാണ്, കാശ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, കാശ് എങ്ങനെ വളർത്തണം എന്ന് അറിയണം. ഹൗ ടു ഗ്രോ യുവർ മണി. കുറേ കാശ് ഇപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, ലോട്ടറി ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ ഒരു ആവറേജ് 3 കൊല്ലം കൊണ്ട് മൂപ്പര് വീണ്ടും പഴയ സ്റ്റേജിൽ എത്തുമെന്നില്ലേ. അതെങ്ങനെ സ്പെൻഡ് ചെയ്യണമെന്ന് അറിയാത്തത്, സ്പെൻഡ് ചെയ്യണമെന്ന് അങ്ങനെ അറിയില്ല. അപ്പോൾ ആ ഒരു പ്രോബ്ലമാണ് നിങ്ങൾ എൻ്റെ ഫൈനാൻസിലൂടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇതൊക്കെ ഒരു ബിസിനസ് എല്ലാവർക്കും പ്രോബ്ലം ആണല്ലോ. ഇതൊരു മാസീവ് പ്രോബ്ലം. ആർക്കും വെൽത്ത് മാനേജ്മെന്റ്, അതിപ്പം ബിഗസ്റ്റ് ഓഫ് ദ ബിഗസ്റ്റ് ഓണ്ടർപ്രണേഴ്സിന് അതൊരു പ്രശ്നമുണ്ട്. വെൽത്ത് എങ്ങനെ ശരിക്കും എൻ്റെ പൈസ മാനേജ് ചെയ്തിട്ട് അതുകൊണ്ടാണല്ലോ ഫണ്ട് മാനേജേഴ്സ് ഒക്കെ വെൽത്ത് ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ വെൽത്ത് മാനേജേഴ്സ് ഒക്കെ വന്നത്. ഓക്കെ. അപ്പം അപ്പോൾ നിങ്ങളിപ്പോൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് ഇതിൻ്റെ ഒക്കെ ടൈം മാനേജ് ചെയ്യുന്നത്? ഇതൊരു എന്താ പറയുക വല്ലാത്ത ചോദ്യം തന്നെയാണ്. ഞാൻ ഷാനിയോട് പല സംസാരിച്ചിട്ടില്ല. ഒന്നാമത് എനിക്ക് ഷാൻ എന്നോട് പറഞ്ഞിട്ടുള്ളത് ഒന്നിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നോട് പല ആൾക്കാരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഒന്നിൽ ഫോക്കസ് ചെയ്യും, കൂടുതൽ ഇതാക്കും. ശരിക്കും അങ്ങനെ തന്നെ ചെയ്യേണ്ടത്. എപ്പോഴും നമ്മളൊരു പ്രൊഡക്റ്റിനെ അതിനെ ഏറ്റവും ബെസ്റ്റിലെത്തിക്കണമെങ്കിൽ അതിൽ ഫോക്കസ് ചെയ്ത് ചെയ്യണം.
പക്ഷേ എനിക്കെപ്പോഴും ഇലോൺ മസ്കിനൊക്കെയാണ്. ഇലോൺ മസ്ക് ഒരേ സമയത്തിന് എത്ര ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട്. കറക്റ്റ്. പിന്നെ റിച്ചാർഡ് ബ്രാൻസൺ ഏകദേശം 400+ കമ്പനിയുണ്ട്. പലതും പല കമ്പനിയിലും പല രാജ്യങ്ങളിലെ എൻറ്റിറ്റികളാണെങ്കിൽ പോലും അത്രയും വെർട്ടികളിൽ അവർ ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കത് എന്താ പറയുക, എന്നോട് പലരും പറയും എനിക്കത് വിടാൻ തോന്നില്ല. മൾട്ടിപ്പിൾ പാഷൻ. അപ്പൊ അത് എനിക്ക് മനസ്സിലാവും. മൾട്ടിപ്പിൾ സാധനങ്ങൾ ചെയ്യുക, ഓക്കെ, ഐ ആം ഓക്കെ വിത്ത് ഇറ്റ്. ഇവരൊക്കെ ചെയ്യുന്നുണ്ട്, അതൊക്കെ ഓക്കെയാണ്. പക്ഷെ ടൈം എങ്ങനെ മാനേജ് ചെയ്യുന്നു? ടൈം ശരിക്കും പറഞ്ഞാൽ ഞാൻ കോണ്ടന്റ് ക്രിയേഷന് എനിക്ക് ശരിക്കും ടൈം ഉണ്ടാവില്ല. ഞാൻ ഫാമിലി ടൈമൊക്കെ വളരെ കുറവാണ്. എൻ്റെ വയർ എപ്പോഴും കംപ്ലൈൻറ്റ് പറയാറുണ്ട്. ഞാൻ രാവിലെ കോണ്ടന്റ് ക്രിയേഷൻ ഞാൻ രാവിലെയാണ് ഇരിക്കാറുള്ളത്. രാവിലെ എന്ന് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഒരു റീല് ഷൂട്ട് ചെയ്യുന്നത് തന്നെ 1 മിനിറ്റ് റീലാണെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഒരു 15-20 മിനിറ്റ് ഒക്കെ ഇരിക്കേണ്ടി വരും. കറക്റ്റ്. അത് കാരണം ഷൂട്ട് ചെയ്ത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്, ഞാൻ അത്ര ഫ്ലോയിൽ സംസാരിക്കുന്ന ആളൊന്നുമല്ല. അപ്പോൾ രാവിലെ തന്നെ കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഇതങ്ങ് തീർന്നു. അതെ. പിന്നെ എനിക്ക് ഞാൻ ഫുൾ ടൈം ഓഫീസിലാണല്ലോ. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു സൗകര്യം വെച്ചാൽ ഞാൻ ഖത്തറിലെ പൊതുവെ മിക്ക എൻ്റെ ഗവൺമെൻറ് എൻറ്റിറ്റികൾക്ക് ഒരു 2 o'clock 3 o'clock വരെ വർക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രീ ആണ്. പിന്നെ നമ്മൾ നാട്ടിൽ അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് കുറേ ഈ കല്യാണങ്ങൾ, പാല് കാച്ചൽ, മറ്റേ അതൊന്നും എല്ലാവരും പോണ്ട അതുകൊണ്ട് ഖത്തറിൽ തന്നെ ഇരിക്കുന്നില്ല. ഓക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ മാനേജ് ചെയ്ത്. പക്ഷേ എന്നാലും ഞാൻ പല സമയത്തും ചില വീക്കിലൊക്കെ ഭയങ്കരമായിട്ട് എക്സോസ്റ്റ് ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ വരാറുണ്ട്. ചിലപ്പോൾ നമ്മളെ എനർജി ഇതായി പോകും. പിന്നെ ഞാൻ ഇതേപോലെ ഒരു ഫങ്ഷണൽ ഇതുണ്ട്, നമ്മളെ ഹെൽത്ത് ട്രെയിനിങ് ചെയ്യുന്ന അവരുടെയൊക്കെ ഒരു അത് കോച്ചിങ് ഉണ്ട്. അപ്പോൾ ഷുഗർ കട്ട് ചെയ്യുക, അങ്ങനത്തെ പ്രോട്ടീൻസ് കൂടുതൽ യൂസ് ചെയ്യുക. ഇങ്ങനെ എനർജി വേണ്ടല്ലോ സംഭവം. ടൈം മാത്രം പോരാ, എനർജി ഉണ്ട്. ഇങ്ങനെയൊക്കെ മാനേജ് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷേ മെയിനായിട്ട് ഇപ്പോൾ എന്ന് വെച്ചാൽ എൻ്റെ റവന്യൂ വരുന്നത്, ഇപ്പോൾ ഞാൻ മെയിൻ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ കോറിയോലൈസ് എന്നുള്ളത് അത്യാവശ്യം കോടികളുടെ ടേൺ ഓവർ വരുന്നൊരു കമ്പനിയാണ്. പിന്നെ അത് നമ്മളൊരു 2025 ഡിസംബറിൽ 10 ഷോറൂം ഏകദേശം 6 ഓൾറെഡി 2 പൈപ്പ് ലൈനിലുണ്ട്, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പെട്ടെന്ന് 10 ആക്കുക അല്ലെങ്കിൽ 6 എത്തിക്കുക എന്നുള്ളതുകൊണ്ട് അതിനാണ് ഇപ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതൊരു കേരളത്തിൽ മിനിമം ഒരു ജില്ലയിൽ ഒരു 3 ഷോറൂമിൽ തുടങ്ങാൻ പറ്റുന്ന ഓപ്ഷൻ ഇതുണ്ട്. ഒരു 30 ഷോറൂമിൽ നമുക്ക് എത്തിക്കാൻ പറ്റും. അതിലൊരു ഇതുണ്ട്. അതിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. എളുപ്പം പറയുമ്പോൾ എനിക്ക് മനസ്സിലാവുണ്ട്, ലൈറ്റ്സിൽ അങ്ങനെ ഒരു ബ്രാൻഡ് എനിക്ക് റീകോൾ ചെയ്യാൻ പറ്റണില്ല. ഫിലിപ്സ് മാത്രമേ കുറച്ചെങ്കിലും പക്ഷെ അത് ഡെക്കറേറ്റീവ് ലൈറ്റ്സ് അല്ലല്ലോ. അതെ, ഇതൊരു ട്രഡീഷണൽ ബിസിനസ് നിഷാണ് നിങ്ങൾ ഫോക്കസ്, നല്ലൊരു സൂപ്പർ നിഷ. അതെ, ഈവൻ ഞങ്ങൾ മാർക്കറ്റ് പ്ലേസിലൊക്കെ ചെയ്തപ്പം നമുക്കിപ്പോൾ ഒരു ആമസോണിലൊരു ഓർഡർ സാധാരണ ഒരു 30 ഓർഡർ ഉണ്ടായാലും ഞങ്ങൾ ബ്രേക്ക് ഈവനാ. 30 ഓർഡർ കിട്ടിയാൽ മതി. ആമസോണിൻ്റെ ഈ റൺ ചെയ്യുന്ന ഏജൻസിൻ്റെ കോസ്റ്റ്, നമ്മളെ ബാക്കിയുള്ള കോസ്റ്റൊക്കെ അത് നമുക്ക് എങ്ങനെയാലും ചെയ്യാം. കാരണം ഇതിനൊരു ഹൈ വാല്യൂ ആവറേജ് ഓർഡർ വാല്യൂ കുറച്ച് വലുതാണ്. അതുപോലെ നമ്മൾ മുമ്പ് വെബ്സൈറ്റ് പോയി ചെയ്തപ്പോഴും നമുക്ക് ഇപ്പം നമ്മൾ ഡൽഹിയിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങുന്നത് ഡൽഹിയിലെ ആൾക്കാർ പോലും നമ്മളെ നിന്ന് വാങ്ങുന്നത്. കാരണം നമ്മളെ പ്രൊഡക്ഷൻ മോഡലിൻ്റെ അതുകൊണ്ടൊക്കെ അങ്ങനെ. അപ്പം പിന്നെ ഇതൊരു അൺഓർഗനൈസ്ഡ് സെക്ടറാണ്. ഇതുവരെ അങ്ങനെ ഒരു ഓർഗനൈസ് ചെയ്ത ഒരു ബ്രാൻഡ് ഉണ്ടായില്ല. ഒരു വൈറ്റ് ടീക്ക് എന്നുള്ളൊരു കമ്പനി ഉണ്ട്. അവർ കേട്ടിട്ടുണ്ട്. ഏഷ്യൻ ബേസ് അവർ അക്വയർ ചെയ്തു. ഏകദേശം ഒരു 600 crores അവർ അക്വയർ ചെയ്തു. അപ്പോൾ അതുപോലത്തെ ഒരു ബ്രാൻഡാക്കി എടുക്കണം എന്നുള്ള ഇതിലാണ്. കാരണം ട്രഡീഷണൽ ബിസിനസ് ആണെങ്കിലും അവർ കുറേ ടെക്നോളജി ഒക്കെ ഇപ്പോൾ ഇനി ഫ്യൂച്ചറിൽ AR VR ഒക്കെ വരുന്നുണ്ടല്ലോ. നമുക്ക് പുറത്ത് പോകാതെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു ഓപ്ഷനുകൾ കാണുന്നുണ്ട്. നമ്മൾ ഇതിന് കാണുന്ന ഒരു ട്രഡീഷണൽ ബിസിനസ് ആണെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് ഇല്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ബിസിനസ് മോഡലായിട്ട് തന്നെ കാണുന്നത്. പിന്നെ അതിനൊരു സ്കോപ്പ് ഉണ്ടെന്നുണ്ട്. അങ്ങനെയാണ് എൻ്റെ പേര്. ഞാൻ മാത്രമല്ല, ബാക്കിൽ പിന്നെ എൻ്റെ പാർട്ട്നേഴ്സിൻ്റെ പേര് എൻ്റെ ബ്രദറിൻ്റെ പേര് ഷാഹിബ് എന്നാണ്. പിന്നെ അതുപോലെ എൻ്റെ ടീം ലീഡ് ആയിട്ടുള്ള ആളാണ് എൻ്റെ പാർട്ട്ണറായി മാറിയ റിയാസ് ഖാൻ എന്ന് വിളിക്കാം. ഞങ്ങൾ 3 പേരാണ്. അപ്പോൾ ഞാൻ മാർക്കറ്റിംഗ്, ഫിനാൻസ്, പിന്നെ ബ്രാൻഡിങ്, ഇതിലാണ് എൻ്റെ ഒരു ഫോക്കസ്. സ്ട്രാറ്റജിയിലും നോക്കും. ബ്രദറിലോ ഓപ്പറേഷൻ ഏകദേശം നമുക്കൊരു 50ഓളം സ്റ്റാഫിൻ്റെ അടുത്തുണ്ട്. 6ഓളം ലൊക്കേഷനായല്ലോ. പിന്നെ HR ഫംഗ്ഷന് ബാക്കിയുള്ള, പിന്നെ മാർക്കറ്റിംഗിൽ തന്നെ റിയാസ് സപ്പോർട്ട് ചെയ്യും. ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. രാവിലെ കണ്ടന്റ് ക്രിയേഷന്, പിന്നെ രാവിലെ തൊട്ട് ഉച്ച വരെ പിന്നെ ജോലി, ഉച്ചയ്ക്ക് ശേഷം സ്കോറിയോ ലൈറ്റ്സ്. കറക്റ്റ്. ഈ എൻ്റെ സ്റ്റാർട്ടപ്പും എൻ്റെ ഫൈനാൻസും ഇതൊക്കെ എപ്പോഴാണ് നോക്കുക? അതിന് ഞാൻ ടീം ഉണ്ടാക്കി. ആദ്യം ഞാൻ ഫുൾ ടൈം അതിലായിരുന്നു. ഇപ്പൊ ആ ടീം ഉണ്ടാക്കിയതുകൊണ്ട് ആയിക്കോളും. അതിന് സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിട്ട് അതിനൊരു സിസ്റ്റം, ഗൂഗിൾ ഷീറ്റും മറ്റേ നമ്മുടെ വാട്സപ്പും മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഇമെയിലിന് വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് സാപ്പിയർ അങ്ങനത്തെ ഇൻ്റഗ്രേഷനും ഒക്കെ ചെയ്യലുണ്ട്. അത്രേ ഉള്ളൂ. ഓട്ടോമേറ്റഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇമെയിൽ ചെയിനൊക്കെ ഇമെയിൽ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് എന്നാലും എൻ്റെ ഒരു മോണിറ്ററിങ്. കാരണം അവർ കോണ്ടന്റ് റൈറ്റേഴ്സാണ്, പിന്നെ ജേർണലിസ്റ്റ് ഒക്കെ പഠിച്ച ആളുകളിൽ. പക്ഷേ ഇത് പോകേണ്ട ഒരു സ്റ്റൈലുണ്ട്. ഇത് പോകേണ്ടത് സോഷ്യൽ മീഡിയ ഒരു ഗെയിമാണെന്ന് പറഞ്ഞല്ലോ. അതേപോലെ ആ രീതി പ്രസന്റ് ചിലപ്പോൾ നമ്മളുടെ ഒരു മോണിറ്ററിങ് ആവശ്യമാണ്. അപ്പോൾ ഞാനത് രാത്രി നിന്ന് നോക്കും. ദോഹ കണക്ട് പറഞ്ഞത് എൻ്റെ ഡിഫറെൻ്റ് ഒരു ഇതായിട്ടാണ്. ഒരു ഖത്തറിന് വേണ്ടി ഒരു മീഡിയ രീതിയിലാണ്.
അത് ഖത്തറിലെ ഒരു എൻഗേജ് ചെയ്യുന്ന കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ അതിന് പ്ലാറ്റ്ഫോം ആക്കണം ഉദ്ദേശം. എനിക്കൊരു D4Dയുടെ ഇത് ചെയ്തല്ലോ, ഓഫേഴ്സ് അറിയുന്ന പോലെ. അതെ കറക്റ്റ്. അതുപോലെ തന്നെ നമ്മൾ ഡിജിറ്റലി ആയിട്ടുള്ള ഓഫേഴ്സുകളുണ്ട്. അതായത് ഓരോ പിന്നെ ഇന്നിപ്പോൾ ഇവിടെ ഈ ഷോറൂമിൽ ഇത്ര ഓഫർ ഉണ്ട്, പല കണ്ടന്റ് റൈറ്റേഴ്സ് ആയില്ലോ. അതെ, അതിന് നമ്മളൊരു പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിലൂടെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ദോഹ കണക്റ്റിൽ. ഓക്കെ. ഇതൊക്കെ എന്താക്കമേ, പിന്നെ ആരോഗ്യം, സമ്പത്ത്, ഫാമിലി, ഇതാണ് നമ്മൾ ആസ്ക് എന്ന് പറയാം. ആരോഗ്യ, സമ്പത്ത്, കുടുംബം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ആരോഗ്യ സമ്പത്ത് നിങ്ങൾ നോക്കുന്നുണ്ട്, എനിക്ക് മനസ്സിലായി. ആരോഗ്യങ്ങൾ പിന്നെ ഡെയിലി ജിമ്മിൽ പോകുന്നുണ്ട്, ജിമ്മിൽ പോകുന്നുണ്ട്. സമ്പത്ത് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ അറിയാം. ഈ കുടുംബത്തിന് ഇതിൻ്റെ അകത്ത് എങ്ങനെ മാനേജ് ചെയ്യും? ഇവിടെയാണ് ഇപ്പം ഞാൻ പെട്ട് കിടക്കണതാ. ഹൗ ഡു വീക്കെൻഡ്, വീക്ക് ഡേ, ഇതെങ്ങനെ മാനേജ് ചെയ്യും? കാരണം ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പം എനിക്കില്ല പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഫുൾ ടൈം ബ്രെയിനിൽ ഇതാണ്. കറക്റ്റ്. ഇവിടെ കണ്ടന്റ് ക്രിയേഷൻ, ഇവിടെ ഇത് മറ്റ്. അപ്പോൾ ഹൗ ഡു യു ഗീവ് ആക്ച്വലി എനിക്കൊരു മൈൻഡ്ഫുള്ളായിട്ട് കൊടുക്കാൻ സമയം ഫ്രീ ആക്കാൻ പറ്റുന്നില്ല മൈൻഡിനെ. അത് നിങ്ങൾ ഫിഗർ ഔട്ട് ചെയ്തിട്ടുണ്ടോ അറ്റ് സം ലെവൽ? അതെ, സം ലെവലിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാ വെച്ചാൽ നമ്മുടെ വീക്കെൻഡ് ഡേയ്സ് ഖത്തറിലൊക്കെ ഫ്രൈഡേ സാറ്റർഡേ ആണ് അവിടുത്തെ വീക്കെൻഡ്. അതെ. അപ്പം ഉച്ചയ്ക്ക് ശേഷം മാക്സിമം നമ്മൾ ഒഴിവാക്കും. ഫ്രൈഡേ സാറ്റർഡേ പിന്നെ ഇപ്പോൾ കംപ്ലീറ്റ്ലി ഒഴിവായിരിക്കും. അന്ന് പിന്നെ ഫാമിലിനായിട്ട് പുറത്ത് പോകാം. നമുക്ക് കുറേ ഫ്രണ്ട്സുകളുണ്ട് അവിടെ. അതെ, അതാണ് നമുക്ക് കിട്ടുന്നൊരു ആകെയുള്ള ഒരു ക്വാളിറ്റി ടൈം. പിന്നെ ഞാൻ എന്താ വെച്ചാൽ എൻ്റെ വൈഫിനെ കൂടി ഞാൻ കോണ്ടന്റ് ക്രിയേറ്റർ ആക്കി. കാരണം അവർ പിന്നെ ഈ പ്രഗ്നൻസി റിലേറ്റഡ് ഞങ്ങൾക്ക് ട്വിൻ ബേബീസ് ആണ്. ആ സമയത്ത് അവർ അതിനെ കുറച്ച് കുറേ പഠിച്ചിട്ടുണ്ട്. പിന്നെ അവർ BDS ഡോക്ടറാണ്, അപ്പോൾ കുറച്ച് അറിയാം ഇതിൻ്റെ എങ്ങനെയാണ്. അപ്പോൾ അവർ അതിനെ കുറിച്ചിട്ട് കൂടുതൽ പഠിച്ച സമയത്ത് ഞാൻ പറഞ്ഞു അതിനെക്കുറിച്ച് ചാനൽ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ യൂട്യൂബിൽ ഒരു 150K ഫോളോവേഴ്സൊക്കെ ഉള്ളൊരു ചാനലൊക്കെ ഉണ്ട്. ബിസിയായി. ഇത് അവരൊരു സ്ട്രാറ്റജി. കറക്റ്റ്. അവർ അറിയാം ഈ അവരുടെ കണ്ടന്റ് ക്രിയേഷന് വേണ്ടിയിട്ടുള്ള തലപോസിലാകുമ്പോൾ എന്നെ അധികം ബുദ്ധിമുട്ടിക്കില്ല. അതൊരു നല്ല സ്ട്രാറ്റജിയാണ്. അപ്പോൾ വൈഫ് നിങ്ങൾ ടൈറ്റ് ആക്കിയത് മനസ്സിലായി. പിന്നെ കുട്ടികളപ്പോൾ എങ്ങനെ ചെയ്യും? കുട്ടികളുള്ള സമയം കുട്ടികൾക്കുള്ളത് രാത്രി. പിന്നെ ഞാനിങ്ങനെ പൊതുവെ എനിക്ക് സമയം സത്യം പറഞ്ഞാൽ അങ്ങനെ കിട്ടുന്നില്ല സമയം. പിന്നെ ഇരട്ട കുട്ടികളാണ്. അപ്പോൾ പിന്നെ അവർ തമ്മിലൊരു ഇതുണ്ട്. ഒറ്റ കുട്ടിയൊക്കെയാണെങ്കിൽ ഗൾഫിലാവുമ്പോഴാണ് ബുദ്ധിമുട്ട്. പിന്നെ അവർ തമ്മിലൊരു കളികളുണ്ട്. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ അങ്ങനെ ഉണ്ടാവും. അങ്ങനെ ഒരു മാനേജ്മെൻ്റ് ഉള്ളൂ. അത് സെപ്പറേറ്റ് ആയിട്ട് അവർക്ക് അങ്ങനെ ഈ ഫ്രൈഡേ സാറ്റർഡേ അത് വേറെ ഇതില്ല. പിന്നെ അത് മാനേജ് ചെയ്ത് പോകുന്നു. ഇനി ഫ്യൂച്ചറിൽ ഇതൊക്കെ ഒരു ഇതിലേക്ക് കൊണ്ടുവരണമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ടീം ബിൽഡിംഗ് ഇപ്പോഴാണ് നമ്മളൊക്കെ പഠിച്ചു വരുന്നത്. ഓക്കെ, നമ്മൾ സ്കോറിയൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ടീം ബിൽഡ് ചെയ്തപ്പം കുറേ കാര്യങ്ങളൊന്ന് പഠിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം തന്നെയായിരുന്നു നമ്മൾ ഹയറിങ്, നമ്മൾ മാർക്കറ്റിംഗ്. നമ്മളിപ്പോൾ മാർക്കറ്റിംഗ് നമുക്ക് വലിയൊരു ഏജൻസിനെ, കേരളത്തിലെ വലിയൊരു ഏജൻസിനെ സ്റ്റിൽ നമ്മൾ നമ്മുടെ ഇൻപുട്ടുകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ നല്ല രീതിയിൽ തന്നെ ഇത് ചെയ്യും. മനസ്സിലാവും. പിന്നെ അപ്പോൾ ആ ടീം ഇപ്പോൾ ഈവൻ ഔട്ട്സോഴ്സ് ആയിട്ടുള്ള ടീമാണെങ്കിൽ പോലും നമ്മൾ കുറേ റിലാക്സ്ഡ് ആയി തുടങ്ങി. അതുപോലെ ഞാൻ എൻ്റെ സ്റ്റാർട്ടപ്പിൽ ഇതിലൊക്കെ ഇങ്ങനെ ടീം പതിയെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനാകുമ്പോൾ എന്തായാലും നമ്മളൊരു ക്വാളിറ്റി ഫാമിലി ടൈം കൊടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഒരു ഗ്രാജുവൽ. അതെ അതെ. പക്ഷെ എൻ്റെ മാത്രം പ്രശ്നമല്ല, അതെ എല്ലാവർക്കും എല്ലാ ഓണ്ടർപ്രണേഴ്സിനുള്ള പ്രശ്നമാണ്. ഇതൊരു എക്സാമ്പിൾ എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഇതുണ്ടല്ലോ അടുപ്പ്, എന്താ പറയുക, ഗ്യാസ് അടുപ്പ് 4 ബർണർ ഉണ്ടാകുമല്ലോ. ഇത് 4 ഒരുമിച്ച് ഒരേ ഇതിൽ കത്തൂല. ഏതെങ്കിലും ഒന്ന് കത്തുന്ന സമയത്ത് മറ്റതിൻ്റെ അത് പവർ കുറവായിരിക്കും. അതെ, നമ്മളിവിടെ ഫാമിലി, കോണ്ടന്റ് ക്രിയേഷൻ, ബിസിനസ്, ബാക്കി ജോലി, ഈ 4ഉം ഒരുമിച്ച് ഒരേ ഇതിൽ കൊണ്ടുനടക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ ജോലിയിലൊക്കെ ചിലപ്പോൾ നമ്മുടെ ആ പെർഫോമൻസ് കുറഞ്ഞിട്ടുണ്ടാവും. നമുക്കൊരു പ്രയോറിറ്റി ഉണ്ട്. കറക്റ്റ്. അത് എൻഡ് ഓഫ് ദ ഡേ അതേ ഇതുണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ പിന്നെ നാരോ ഡൗൺ ചെയ്യോ? ആർ യു സീയിങ് ഇറ്റ് ഹാപ്പനിങ്? ഇപ്പോഴത്തെ ചെയ്യാൻ തോന്നുന്നില്ല. അതായത് മൾട്ടിപ്പിൾ രീതിയിൽ ഇപ്പോഴും ഇങ്ങനൊക്കെ തന്നെ പോകണം. അതായത് പുതിയ പുതിയ ഐഡിയകളൊക്കെ വന്നുകൊടുക്കുകയാണ്. പക്ഷെ എല്ലാം എനിക്ക് ഷാന പറയാം, എല്ലാം കയറി പിടിക്കണം നല്ലതല്ല എന്നുള്ള ഇതിൽ. അല്ല, ഐ ഡിപ്പെൻസ്. ഓരോരുത്തർക്കും ഓരോ ഇതുണ്ട്. എൻ്റെത് അങ്ങനെയാണ്. ഞാൻ കുറേ കയറി പിടിച്ചു. ഇപ്പം ഞാൻ ഇങ്ങനെ മാക്സിമം നാരോ ഡൗൺ അത് ഫോക്കസ് ചെയ്യുമ്പോൾ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് തന്നെ വലിയൊരു സംഭവമാവും. പക്ഷെ ഇതിൻ്റെ കേസിൽ നിങ്ങൾക്ക് എല്ലാത്തിനും നിങ്ങൾക്ക് ടീമും പാർട്ട്നേഴ്സും ഒക്കെ ഉണ്ട്. ഓക്കെ, ഗോയിങ് അഹെഡ് നിങ്ങളൊരു ഫ്യൂച്ചർ എന്താണ് കാണുന്നത്? പിന്നെ ഒരു ഇ-കൊമേഴ്സിൽ അല്ലെങ്കിൽ ഈ അൺഓർഗനൈസ്ഡ് നിങ്ങൾ പറഞ്ഞല്ലോ, അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സ് നിങ്ങൾ ഏതെങ്കിലും ഇനി കണ്ടിട്ടുണ്ടോ? അത് അവിടെ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ പറ്റിയ ലൈറ്റ്സ് അൺഓർഗനൈസ്ഡ് നല്ലൊരു നിഷാണ്. അതേപോലെ ഏതെങ്കിലും ഒരു സെക്ടർ ഉണ്ടോ? എനിക്ക് പെട്ടെന്ന് ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ പല ഇതുണ്ട്, പല സെക്ടേഴ്സ് ഉണ്ട്. എനിക്ക് പെട്ടെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ അൺഓർഗനൈസ്ഡ്, കാരണം ഞാൻ എൻ്റെ ഫോക്കസ് ഉള്ളപ്പോൾ ലൈറ്റ്സിലാണ്, അതെങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്. കറക്റ്റ്. പക്ഷേ കുറേ ഉണ്ട് അങ്ങനത്തെ ഇതുണ്ട്. നമുക്ക് ഒന്ന് മാർക്കറ്റിൽ നമ്മൾ നോക്കിയാൽ മതി. അതായത് ഓർഗനൈസ് എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രൈസിങ് ഉണ്ട്, അതിൻ്റെ മോഡൽസ്, അങ്ങനെ എല്ലാത്തിലും സിസ്റ്റം ഉണ്ടാവും അതിനായിട്ട്. അങ്ങനത്തെ അല്ലാത്ത കുറേ പ്രൊഡക്റ്റുകളുണ്ട്. എനിക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്നില്ല.
പക്ഷേ ബിൽഡിംഗ് മെറ്റീരിയൽ പെട്ടെന്ന് അതൊരു എന്താ പറയുക, പല ആളുകൾ പല സ്ഥലത്ത് തുടങ്ങുന്നതായതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ പല പല പ്രൊഡക്റ്റ് ഉണ്ട്, തൗസൻഡ്സ് ഓഫ് പ്രൊഡക്റ്റ് ഉണ്ട്. ലൈറ്റ്സ് മാത്രമല്ല, ഹോം ഡെക്കർ ഉണ്ട്, അതുപോലെ ഫർണിച്ചേഴ്സ്, അതുപോലെ ഇതിനായിട്ടുള്ള പല കാർപ്പറ്റ്സ്, വാൾ പെയിന്റിങ്സ് അതെ ഇപ്പം കിട്ടുന്നുണ്ട്. അതെ. പിന്നെ ഇനി ടൂൾസ് ആണെങ്കിൽ തന്നെ ടൂൾസിനായിട്ടുള്ളൊരു പിന്നെ എനിക്ക് തോന്നുന്നു ഒരു റീറ്റെയിൽ ഷോറൂം. ടൂൾസ് ഭയങ്കര ആവശ്യമുള്ളതാണ് റീറ്റെയിൽ ചെയ്യുന്നത്. അത് റീറ്റെയിൽ തന്നെ പോകുന്നതാണ് സംഭവങ്ങൾ. ഇതില്ല അതൊക്കെ അൺഓർഗനൈസ്ഡ് എന്ന് പറയാം. പല മാർക്കറ്റിൽ പല രീതിയിലൊക്കെ വാങ്ങുന്നതാണ്. ഇപ്പോൾ റീറ്റെയിൽ എപ്പോഴും നിലനിൽക്കുന്നതിന് ഞാൻ വിശ്വസിക്കുന്നത് ചിലപ്പോൾ ഒരു ഹൈബ്രിഡ് മോഡലായി മാറും. അപ്പോൾ അതായത് ഒരു ഒമ്നി ചാനൽ ചാനൽ ഓഫ്ലൈനിലും ഓൺലൈനിലും ഇല്ല. കറക്റ്റ്. ആ ഒരു ഇതിലേക്ക് ഇനിയും ചാൻസസ് ഉണ്ട് നിലവിൽ. ഓക്കെ. അപ്പോൾ കഴിഞ്ഞ 1.5 മണിക്കൂർ നമ്മൾ ചൈനയിൽ നിന്ന് എങ്ങനെ പ്രൊഡക്റ്റ് ഉണ്ടാക്കാം എന്ന് പഠിച്ചു, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് എത്തിക്കാമെന്ന് പഠിച്ചു, എങ്ങനെ ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാം, എന്താണ് പേഴ്സണൽ ബ്രാൻഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്, ഹൗ ഡു യു മാനേജ് ടൈം ഫോർ അവർ സെൽസ് ആൻഡ് അവർ ഫാമിലി. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് കുറച്ച് ഐഡിയാസ് കിട്ടി. കുറച്ചും കൂടി കഴിയുമ്പോൾ കുറച്ചും കൂടി പഠിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത പുതിയ വേർഷൻ ഓഫ് ദിസ് പോഡ്കാസ്റ്റ് ചെയ്യാം. ഇത്രയും കണ്ടിട്ട് നിങ്ങൾക്ക് ഓൺലൈൻ ബിസിനസ്സിനെ കുറിച്ച് കൂടുതൽ പഠിക്കണം ആഗ്രഹമുണ്ടോ? ഞങ്ങളൊരു പെയ്ഡ് വാട്സാപ്പ് കമ്മ്യൂണിറ്റി റൺ ചെയ്യുന്നുണ്ട്. അവിടെ എല്ലാ തരത്തിലുള്ള എക്സ്പേർട്സും ഉണ്ട്. താഴെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, അവിടെ പോയി ചെക്ക് ചെയ്യാം. So, thank you for coming to the show. Thank you. Until we meet again.